ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളോടൊപ്പം ഒരു സന്ദേശം കൂടി പങ്കിടുവാൻ അവസരം തന്ന ദൈവത്തിന് കോടി 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 സ്തോത്രം. നമ്മുടെ വായിൽ നിന്ന് എപ്പോഴും സ്തോത്രം ഉതിർന്നു വീണുകൊണ്ടേയിരിക്കണം. നടക്കുമ്പോൾ, ഇരിക്കുമ്പം, കുളിക്കുമ്പോൾ, ആഹാരം പാചകം ചെയ്യുമ്പോൾ, മോട്ടോർ സൈക്കിൾ ഓടിക്കുമ്പോഴൊക്കെ സ്തോത്രം ഉതിർന്നു വീണുകൊണ്ടേയിരിക്കണം. ഒരു ഫലിതം പറഞ്ഞിട്ടാണ് ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നത്. ഇന്ന് സഹോദരന്മാർക്കൊരവസരം തരികയാണ്. 1 മുതൽ 394 നമ്പർ. കാരണം എൻ്റെ 394 ഫലിതമാണ്. സഹോദരന്മാർ പറയുന്ന ആ നമ്പറിലെ തന്നെ ഫലിതം ഞാൻ കണ്ടുപിടിക്കും. നമ്പറിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു നമ്പർ പറയാം. 1 മുതൽ 394 അത് ഈ പാസ്റ്ററെ കളിയാക്കുന്ന ഫലിതമാണല്ലോ. ഒരിടത്ത് 3 പേര് കൂടി പഴയ കാലത്ത് വെടിവെക്കാൻ പോയി. വന്യമൃഗത്തെ. അതിന് ലൈസൻസൊക്കെ അവരെടുത്തു. പഴയ കാലത്തൊക്കെ ലൈസൻസൊക്കെ എടുക്കണം. ലൈസൻസൊക്കെ എടുത്ത് ഒരു ഡോക്ടർ, ഒരു എൻജിനീയർ, ഒരു അധ്യാപകൻ, പാസ്റ്ററും കൂടെ പോയി. അവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ് 4 പേരും കൂടി ഇങ്ങനെ തോക്കൊക്കെ പിടിച്ചു പോവാണ്. അങ്ങനെ ചെന്നപ്പോൾ നാണ്ടാൻ നിൽക്കുന്നു ഒരു മാൻ, ഒരു മ്ലാവ്. ചിലയിടത്ത് മ്ലാവെന്ന് പറയും, മാൻ എന്ന് പറയും. MAN മാനല്ല, മാൻ. 4 പേരും, ഒരാളവിടെ, ഒരാളിവിടെ, ഒരാളവിടെ. അവരെല്ലാവരും തോക്കെടുത്തു, ഉന്നം വെച്ചു. എല്ലാവരും കൂടി ഒരു വെടി, ഒറ്റ വെടി ഒന്നിച്ചങ്ങ് പോയി. ഇതിനെ ചെന്ന് കൊണ്ടു, താഴെ വീണു, ചത്തു. 4 പേരും കൂടെ ചെന്നു. നിങ്ങൾക്ക് വെടിവെപ്പിനെ പറ്റി അറിയാം, നായാട്ടിനെ പറ്റി അറിയാമോന്ന് അറിഞ്ഞൂടാ, എനിക്കറിയാം. ആരുടെ വെടി കൊണ്ടിട്ടാണോ ഈ മൃഗം ചത്തത്, മൃഗം അവരുടെയാണ്. അപ്പം 4 പേരും കൂടെ പറഞ്ഞത് എൻ്റെ വെടിയാണ്. ഒരാൾ പറഞ്ഞു, എൻജിനീയർ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു, അധ്യാപകൻ പറഞ്ഞു, പാസ്റ്ററും പറഞ്ഞു എൻ്റെ വെടി കൊണ്ടാണ്. ഇങ്ങനെ അറിയുന്ന ഒറ്റ വെടി ഉണ്ടേ കൊണ്ടിട്ടുള്ളൂ. അന്നേരം അതിൽ കൂടി ഈ വനത്തിൻ്റെ റേഞ്ചർ വന്നു, വലിയ ഉദ്യോഗസ്ഥൻ. അയാൾ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് പെർമിഷനുണ്ട് ഇതിനെ വെടിവെക്കാനായിട്ട്. ഇത് ആരുടെ വെടി കൊണ്ടിട്ടാണ് ഈ മാൻ ചത്തതെന്ന് പറയാം. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, ഇങ്ങനെ 4 വശത്തും നടന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇത് പാസ്റ്ററുടെ വെടി കൊണ്ടാണ് മരിച്ചത്. എങ്ങനെ അറിയാം? പറഞ്ഞു നോക്കിയേ, ഒരു വെടിയുണ്ടേ കൊണ്ടിട്ടുള്ളൂ. ഒരു ചെവി കൂടെ പോയി മറ്റേ ചെവി കൂടെ വെളിയിൽ വന്നു. ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ വന്നെങ്കിൽ അത് തീർച്ചയായിട്ടും പാസ്റ്ററുടെ ആയിരിക്കും. പക്ഷേ എൻ്റെ പ്രാർത്ഥന ഇതാണ്, ഇന്നെൻ്റെ പ്രസംഗം ഒരു ചെവി കൂടെ കയറി മറ്റേ ചെവി കൂടെ പോകരുത്, ഹൃദയത്തിനകത്ത് പതിഞ്ഞു കിടക്കണം. ഇയ്യോബിൻ്റെ പുസ്തകം, വേദപുസ്തകം കയ്യിലുണ്ടോ? വേദപുസ്തകം എടുത്തിട്ട് നമുക്ക് ദൈവത്തിനൊരു സ്തോത്രം പറഞ്ഞു. ഒന്ന് ആകാശത്ത് വീശിക്കൊണ്ട സ്തോത്രം. ഉറക്കെ പറഞ്ഞേ, സ്തോത്രം. കിടക്കട്ടെ ആകാശത്തൊരു 10,000 സ്തോത്രം, 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 സ്തോത്രം. ഓൺലൈനിൽ കാണുന്നവരോടും പറയുകയാണ്, വേദപുസ്തകം കയ്യിലുണ്ടായിരിക്കണം. നിങ്ങളുടെ കയ്യിലൊരു നോട്ട്ബുക്ക് കയ്യിലുണ്ടായിരിക്കണം. ഇതുപോലത്തെ ഒരു സ്പൈറൽ നോട്ട്ബുക്കാണെങ്കിൽ തുറന്നു വെച്ചാൽ അവിടെ ഇരിക്കും. പേജുകൾ മറിഞ്ഞു പോകത്തില്ല, താളുകൾ മറിഞ്ഞു പോകത്തില്ല. ഇവിടെ ലോഹത്തിന് പകരം ലോഹത്തിൻ്റെ സ്പൈറൽ കിട്ടും, പ്ലാസ്റ്റിക്കിൻ്റെയും കിട്ടും. ലോഹത്തിൻ്റെ ആണെങ്കിൽ അതൊരു 5 വർഷം കഴിയുമ്പം തുരുമ്പിച്ചിട്ട് കടലാസുകൾ പറന്നു പോകും. പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ 50 വർഷം കഴിഞ്ഞാലും പറന്നു പോകത്തില്ല. അപ്പോൾ കഴിയുന്നതും ഒരു വലിയ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട്, അത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നാൽ ഏറെ നല്ലത്. പേന കയ്യിലുണ്ടായിരിക്കണം. ഇന്നും നിങ്ങളുടെ കയ്യിൽ വേണം, എഴുതിയെടുക്കണം. കാരണം ഞാൻ പറയുന്നത് വലിയ പ്രസംഗമൊന്നുമല്ല ഇന്ന് പ്രസംഗിക്കുന്നത്. പക്ഷേ നിങ്ങളത് എഴുതിയെടുക്കാമെങ്കിൽ അടുക്കിന് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ അതെന്തെങ്കിലും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അതുകൊണ്ട് പേന ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും 2 പേനയും കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇന്നലെയും പറഞ്ഞു. കാരണം ഒരു പേന തെളിയാതെ വന്നാൽ അടുത്ത ആൾ പേന എടുക്കാം. എൻ്റെ അടുത്തിരിക്കുന്ന ആളിൻ്റെ പേന ഇല്ല എങ്കിൽ എൻ്റെ പേന കൊടുക്കാം. ആർക്കെങ്കിലും എഴുതാൻ പേന വേണോ? ആർക്കെങ്കിലും വേണോ? കൈ പൊക്കാമെങ്കിൽ പേന തരാം. ആർക്കും വേണ്ട. സ്തോത്രം കർത്താവേ. ഇയ്യോബിൻ്റെ പുസ്തകം, വേദപുസ്തകത്തിനകത്തെ ഏറ്റവും ആദ്യം എഴുതിയ പുസ്തകം ഇതാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം എഴുതിയത് ആരാണ്? ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞെന്ന് തോന്നുന്നു,
മോശയാണ് എഴുതിയത്. മോശ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? അങ്ങനല്ല, ഞാൻ പറഞ്ഞതുപോലെ പറയണം. 5 + 1 = 6. മോശയുടെ പഞ്ചപുസ്തകങ്ങൾ, പിന്നെ ഇയ്യോബിൻ്റെ പുസ്തകവും 6 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം അബ്രഹാമിന് മുമ്പേ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം അബ്രഹാമിനും മോശയ്ക്കും ഇടയ്ക്ക് എവിടെയോ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. അതിന് തെളിവുണ്ട്. മോശ എന്നൊരു വാക്ക് കാണുന്നില്ല. ഒരു ഭക്തനാണെങ്കിൽ തീർച്ചയായിട്ടും മോശയെന്നോ ദൈവാലയമെന്നോ മോശയുടെ കൽപ്പനകളോ ഏതെങ്കിലും ഒന്ന് പറയുന്നതാണ്. ഇതൊന്നും പറയാതെ ഈ മനുഷ്യൻ്റെ കഥ എഴുതിയിരിക്കുന്നതിനാൽ ഇദ്ദേഹം മോശയ്ക്ക് മുമ്പേ എന്നാൽ അബ്രഹാമിന് ശേഷം ജീവിച്ചിരുന്ന ഒരാളാണെന്ന് വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിന് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ. അത്രയും ഒരു മുഖവുരയായിട്ട് കിടക്കട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം എടുത്തോ, സങ്കീർത്തനത്തിന് മുമ്പിലാണ്. 1-ാം അധ്യായം. മുഴുവൻ അധ്യായങ്ങളും വായിച്ച് പ്രസംഗിക്കാൻ പോകും. അപ്പം ഇച്ചിരി നീണ്ടുപോകും, സാരമില്ല കേട്ടോ. മുഴുവൻ അധ്യായങ്ങളും തൊട്ടെങ്കിലും ഒന്ന് പോകും. എൻ്റെ ഇന്നത്തെ വിഷയം പ്രസംഗത്തിൻ്റെ വിഷയം നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്ന ദൈവം. നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്ന ദൈവം. 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ഊസ് ദേശം. വേദപുസ്തകത്തിനകത്തെ ആളുകളുടെ പേരിന് ഒരർത്ഥമുണ്ട്. മിക്കവാറും ഒരു സ്ഥലത്തിൻ്റെ പേരിനും അർത്ഥമുണ്ട് മിക്കവാറും. ഊസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഫലഭൂയിഷ്ടിയുള്ള ദേശമെന്നാണ്. അത് നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ അറിയാം. അത് ഫലഭൂയിഷ്ടിയുള്ള ദേശമായിരുന്നു. ഇത് എവിടെയാണെന്നൊരു ചോദ്യം ആളുകൾ പലരും ചോദിക്കാറുണ്ട്. മസ്കറ്റിലുള്ളവരുടെയൊക്കെ ചോദിക്കാമെങ്കിൽ പറയും, അവിടെ മസ്കറ്റിൽ സലാല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. കേരളം പോലാണ്. അവിടെ വാഴക്കൊലയുണ്ട്, തെങ്ങുണ്ട്, കൃഷിയെല്ലാം ഉണ്ട്. കേരളം പോലെയാണ്. അവിടെ ഒരു സ്ഥലമുണ്ട്, ഞാനവിടെ പോയിട്ടുണ്ട്. അവിടെ ഇയ്യോബിൻ്റെ കൊട്ടാരം എന്ന് പറയുന്ന ഒരടിസ്ഥാനം അവിടെ കാണാം. പക്ഷേ അതായിരിക്കാൻ സാധ്യതയില്ല. അവിടെ ഇരിക്കുന്നത് മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങൾ ഇരിക്കുന്നുള്ളതല്ല, അവിടെ രൂപ വാങ്ങിക്കാനിട്ടിരിക്കും. ഇവിടെയാണ് ഇയ്യോബിൻ്റെ സ്ഥലം. ഇതായിരുന്നു ഇയ്യോബിൻ്റെ തോട്ടം. അവിടെയായിരുന്നു ഇയ്യോബ് പോയി കുളിച്ചിരുന്ന കുളം. ഇന്നും ആരെങ്കിലും അവിടെ പോയി കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ത്വക്ക് രോഗമുണ്ടെങ്കിൽ സൗഖ്യമാകുമെന്ന് അവർ പറയുന്നു, പൈസ വാങ്ങിക്കുന്നു. പക്ഷേ മസ്കറ്റിലായിരിക്കാൻ സാധ്യതയില്ല. ഇറാഖിലായിരിക്കും എന്ന് പറയുന്നു. അത് കുറച്ചുകൂടെ സാധ്യത കൂടുതലുണ്ട്. എവിടെയായിരുന്നാലും നമുക്കത് പ്രശ്നമല്ല. ഇയ്യോബ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഊസ് എന്ന് പറഞ്ഞിടത്ത് ഫലഭൂയിഷ്ടിയുള്ള ഒരു സ്ഥലത്ത് ജീവിച്ചിരുന്നു. ഹല്ലേലൂയ. ഇയ്യോബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം, പേരിൻ്റെ അർത്ഥം കരയുന്നവനാണ്. അവൻ്റെ അപ്പനും അമ്മയും ജനിച്ചപ്പോൾ അവന് പേരിട്ടു ഇയ്യോബ്. അവൻ ജീവിതത്തിൽ കരയുന്നവനായി തീർന്നു. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പേരെടുക്കുമ്പോൾ ഒരു നല്ല അർത്ഥമുള്ള പേരിടണം. അല്ലെങ്കിൽ ആ പേര് പോലെയായി തീരും അവൻ. പലർക്കും എൻ്റെ സുപ്രസിദ്ധമായ ഏറ്റവും നല്ല പുസ്തകങ്ങളൊന്നാണ് രൂത്തിൻ്റെ പുസ്തകം. പുറകിൽ വിൽക്കാൻ കാണും, വാങ്ങിച്ചുകൊണ്ട് പോകണം. അതിനകത്ത് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. ചില പേരുകൾ കേട്ടാൽ എനിക്ക് സങ്കടം തോന്നും. കാരണം അത് ശാപത്തിൻ്റെ പേരുകളാണ്. നിങ്ങളുടെ മക്കൾക്ക് ഒരിക്കലും ശാപത്തിൻ്റെ പേരുകൾ ഇടരുത്. നല്ല പേരുകൾ ഇടണം. നിങ്ങൾക്ക് നല്ല പേരൊന്നും ഓർമ്മ വരുന്നില്ലെങ്കിൽ ആങ്കൊച്ചാണെങ്കിൽ വർഗീസ് എന്നിട്ടാട്ടെ, പെങ്കൊച്ചാണെങ്കിൽ ലില്ലി എന്നിട്ടാട്ടെ. രണ്ടും നല്ല പേരാണ്. എനിക്ക് എൻ്റെ പേര് വലിയ ഇഷ്ടമാണ്. വർഗീസ് എന്നുള്ള വാക്കിൻ്റെ പേരിൻ്റെ അർത്ഥം കർഷകൻ എന്നാണ്. എനിക്കിഷ്ടമാണ്. കർഷകൻ ആരാണ്? അധ്വാനിക്കുന്നവനാണ്. കർഷകൻ ആരാണ്? വിത്ത് വിതയ്ക്കുന്നവനാണ്. കർഷകൻ ആരാണ്? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാണ്. കർഷകൻ ആരാണ്? കൊയ്യുന്നവനാണ്. കർഷകൻ ആരാണ്? ധാന്യം വിൽക്കുന്നവനാണ്. കർഷകൻ ആരാണ്? വിത്ത് സൂക്ഷിക്കുന്നവനാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പേര് വലിയ ഇഷ്ടമാണ്. ലില്ലിയുടെ പേര് എനിക്ക് വലിയ ഇഷ്ടമാണ്. ലില്ലിയുടെ പേര് ലില്ലി എന്നായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ ശേഷം ഞാനിട്ട പേരാണ്. ലില്ലിയുടെ പേര് വേറെ ഒന്നായിരുന്നു, പറയത്തില്ല എന്തുവാന്ന്. നല്ല പേരല്ലായിരുന്നു. ഞാനതങ്ങ് മാറ്റി. കല്യാണക്കുറിക്കകത്ത് വരെ ഞാൻ ലില്ലി എന്ന് അടിച്ചേ. എന്നിട്ട് ബ്രാക്കറ്റിനകത്ത് പഴയ പേരൂടെ ചേർത്തു, മറിയാമ്മ എന്നല്ല, വീട്ടിൽ വിളിക്കുന്ന പേര് വേറൊന്നായിരുന്നു. ഞങ്ങൾ ആരോടും പറയത്തില്ല അത്. നിങ്ങളുടെ മക്കൾക്ക് നല്ല പേരിടണം.
ഒരിടത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അമ്മ എൻ്റെ അടുക്കൽ പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തോ മോൻ്റെ പേര്? ജിൻ എന്നാണ്. ജിൻ. ആർക്കെങ്കിലും അറിയാമോ ജിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തുവാന്ന്? സാത്താൻ. അവൻ ഒരു കസേര തരാം. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ പ്രായം കുറേയായി, 49 വയസ്സ് കഴിഞ്ഞു. ചിരിക്കണ്ട, കഴിഞ്ഞു. നിങ്ങൾ വിശ്വസിക്കത്തില്ല, 49 വയസ്സ് കഴിഞ്ഞിട്ട് 33 വർഷം കൂടായി. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കൂട്ടിയാൽ മതി. ഒന്നീ 49 കൂട്ടാൻ, അല്ലെങ്കിൽ 33 കൂട്ടാൻ, രണ്ടും കൂടെ ഒന്നിച്ച് കൂട്ടരുത് കേട്ടോ. അപ്പം ഞാൻ എവിടെയെങ്കിലും ക്ഷീണിച്ച് പോയാൽ ഇരിക്കാനായിട്ടല്ല കസേര എടുത്തിട്ട്. ഞാൻ ക്ഷീണിക്കാറില്ല. എനിക്ക് വിശപ്പ് വരുത്തില്ല, ഞാൻ ക്ഷീണിക്കത്തുമില്ല. 2 ഗുണമാണ്, വിശക്കത്തും ഇല്ല, ക്ഷീണിക്കത്തും ഇല്ല. ഈ കൊച്ചൻ, ഈ പറഞ്ഞ ജിന്നെന്ന് പറഞ്ഞ പൊന്നുമോൻ, അവൻ കസേരയിൽ ഇരിക്കാൻ പോകുന്നു ഇങ്ങനെയെന്നറിയാം, ഇങ്ങനെയൊക്കെ എഴുതിയുള്ളൂ, നേരെ പോകത്തില്ല. ഞാൻ അമ്മയുടെയൊക്കെ പറഞ്ഞു, അവർ ചിലപ്പോൾ ഈ എൻ്റെ പ്രസംഗം കേൾക്കുവാന്നെങ്കിൽ സങ്കടം വരാം. ഞാൻ ആ അമ്മയുടെയൊക്കെ പറഞ്ഞു, ഈ കൊച്ചൻ്റെ പേരങ്ങ് മാറ്റിയാട്ടെ, സാത്താൻ, വേറെ നല്ല പേരിട്ടാട്ടെ. ഇല്ലില്ല, ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ പോവാ, പേരെങ്ങനായിരുന്നാലും നല്ലതുപോലെ വളർത്തിയാൽ നന്നായിട്ട് വളരും. ഇപ്പം മോൻ എവിടെയാണെന്നറിയത്തില്ല, എന്തൊക്കെ ചെയ്യുന്നെന്നറിയത്തില്ല. നിങ്ങൾക്ക് ഈ അബദ്ധം പറ്റരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടണം. എൻ്റെ ഭാര്യയുടെ പേര് ഞാൻ മാറ്റി, പാസ്പോർട്ടിനകത്ത് മാറ്റി, റേഷൻ കാർഡിനകത്ത് മാറ്റി, ആധാർ കാർഡിനകത്ത് മാറ്റി, സർട്ടിഫിക്കറ്റിനകത്തുള്ള പേരല്ല. 1800 രൂപ എനിക്ക് ചിലവായുള്ള പേര് മാറ്റാൻ. പത്രത്തിനകത്തൊരു പരസ്യം കൊടുത്തു. നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ, നിങ്ങളുടെ പേര്, മോൻ്റെ പേര് ജിൻമോൻ എന്നാണോ, മോടെ പേര് ജിൻസി എന്നാണോ? ജിൻസി എന്ന് പറഞ്ഞാൽ എന്തുവാ? ജിൻ എന്ന് പറഞ്ഞാൽ സാത്താൻ. ജിൻസി എന്ന് പറഞ്ഞാൽ എന്തുവാ? ജിന്നിൻ്റെ പൊന്നുമോള്. അത് നല്ലതല്ലെങ്കിൽ അങ്ങ് മാറ്റണം. എൻ്റെ വേറെ കുറേ പേരുകളൊക്കെ ഞാൻ ഈ വേദപുസ്തകത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നല്ലതല്ലാത്ത പേരുകൾ. എൻ്റെ വിഷയം തീർക്കണമെങ്കിൽ മുമ്പോട്ട് പോകണം. ഇയ്യോബ് കരയുന്നവൻ, അവനെ വിളിച്ചു, കരയുന്നവൻ കരയുന്നവൻ കരയുന്നവൻ. ഒരു 10-40 വർഷം കഴിഞ്ഞപ്പോൾ അവൻ കരയുന്നവനായി. അതുകൊണ്ട് നിങ്ങളുടെ പേര് നല്ലതായിരിക്കട്ടെ, നിങ്ങളുടെ മക്കളുടെ പേര് നല്ലതായിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഒന്നുകൂടെ വായിക്കാം. എന്ന് പേരുള്ളൊരു പുരുഷൻ ഉണ്ടായിരുന്നു. ആരാണ് ഒരു പുരുഷൻ? ആണല്ല, പുരുഷൻ. എൻ്റെ നോട്ടത്തിൽ ആണും പുരുഷനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആണെന്ന് പറഞ്ഞാൽ മെയിൽ, MELA, മെയിൽ. പുരുഷനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നോട്ടത്തിനകത്ത് അവന് 4 ഗുണങ്ങളുണ്ടായിരിക്കണം. വേദപുസ്തകത്തിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് ഞാൻ എടുത്ത് പറയുകയാണ്, അതിൽ കൂടുതൽ വേണമെങ്കിലും എഴുതാം. ഒന്ന്, അവൻ വീട്ടുകാര്യം നോക്കുന്നവനായിരിക്കണം, വീടിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കണം, അവൻ്റെ ഭാര്യ എവിടെയാണെന്ന് അവൻ അറിഞ്ഞിരിക്കണം, അവൻ്റെ മകൻ എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം, അവൻ്റെ മകൾ എവിടെ. ഇന്നത്തെ കാലത്ത് അറിയാനൊക്കത്തില്ല. ആൾ ബോംബെയിൽ, അമേരിക്കയിൽ, എവിടെയാണെന്ന് അങ്ങനെ അറിയാം. എങ്കിലും വല്ലപ്പോഴും ഫോൺ ചെയ്തെങ്കിലുമൊക്കെ ചോദിക്കണം. വീടിൻ്റെ കാര്യങ്ങൾ, മക്കളൊക്കെ വീട്ടിലുള്ളപ്പോൾ അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ അവിടെ ആയിരിക്കണം. ഞങ്ങളൊരു കാട്ടുപ്രദേശത്തുള്ള മനുഷ്യരാണ്. ഞാൻ ജനിച്ചു വളർന്ന അവിടെയാണ്. ഇവിടെ ഇരിക്കുന്ന ആരും എൻ്റെ വീട്ടിൽ പോയിട്ടില്ല. പുറകിൽ പുസ്തകം വിൽക്കാണ്ടിരിക്കുന്ന എൻ്റെ കൊയർ ലീഡർ, അദ്ദേഹം എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അവിടെ വനപ്രദേശമാണ്. പക്ഷേ ഞങ്ങൾക്കെല്ലാവർക്കും ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു, കൽപ്പന തന്നിട്ടുണ്ടായിരുന്നു, വിളക്ക് വെക്കുമ്പോൾ വീട്ടിലുണ്ടായിരിക്കണം. സ്കൂളിൽ ചിലപ്പോൾ ഫുട്ബോൾ മാച്ച് കാണും, പക്ഷേ വീട്ടിൽ വന്നിരിക്കണം. ദൂരമാണ്, 6-7 കിലോമീറ്ററുണ്ട് സ്കൂള്. അവിടെ നിന്നാണെങ്കിലും ശരി, 4 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഫുട്ബോൾ മാച്ച് ഉണ്ടെങ്കിലും വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിലും അടിക്കണം, അല്ലെങ്കിൽ അടി കിട്ടും. ഒരു പുരുഷൻ കേൾക്കണം, നിങ്ങൾ വീട്ടുകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന, എങ്ങനെ? സ്നേഹത്താൽ എന്ന് പറയുകയല്ല, സ്നേഹത്താൽ. ഞാൻ എൻ്റെ മക്കളെയൊക്കെ ഒത്തിരി അടിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം എനിക്ക് ദൈവം സുബോധം തന്നു. അടിച്ചാൽ അവർ നന്നാകത്തില്ല, അടിച്ചാൽ അവർ മത്സരികളാകത്തേ ഉള്ളൂ, റിബൽസ്. എന്നാൽ സ്നേഹം കൊണ്ട് എനിക്കവരെ നിയന്ത്രിക്കാൻ കഴിയും. സ്നേഹം കൊണ്ട്. നിങ്ങളും സ്നേഹം കൊണ്ട് കുടുംബം ഭരിക്കുന്നവർ ആയിത്തീരണം. 2, അദ്ദേഹം വീട്ടുകാരൻ, വീട്ടിൻ്റെ പുരുഷൻ, അവൻ വീടിൻ്റെ പുരോഹിതനായിരിക്കണം. വേദപുസ്തകത്തിൽ വാക്യങ്ങളുണ്ട്. പുരോഹിതനായിരിക്കണം, വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, അപ്പന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവൻ, മക്കൾക്ക് വേണ്ടി. ഞാൻ വീടിൻ്റെ പുരോഹിതനാണ്.
എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. അരമണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ അരമണിക്കൂർ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വീടിൻ്റെ പുരോഹിതനാണ്. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്ക് മനസ്സിലായോ? നിങ്ങൾ ആരായിരുന്നാലും വീടിൻ്റെ നായകൻ, പുരുഷൻ അവരുടെ കുടുംബത്തിൻ്റെ പുരോഹിതനായിരിക്കണം. അവരെ പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ കാര്യം, അവൻ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനായിരിക്കണം. പ്രൊവൈഡർ ആയിരിക്കണം. ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണം. എൻ്റെ ഭാര്യയ്ക്ക് എന്നോടൊന്നും ആവശ്യപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ആവശ്യം കാണുമ്പോൾ തന്നെ കാര്യം സാധിച്ചു കൊടുക്കും. എൻ്റെ മക്കൾക്ക് എന്നോടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആവശ്യം കാണുമ്പോൾ ഞാൻ കാര്യം സാധിച്ചു കൊടുക്കും. ഒരിക്കൽ ഞങ്ങൾ പത്തനംതിട്ടയിൽ ഒരു സ്ഥലത്താണ്. ഞാനിവിടെ ആയിരിക്കുന്ന സമയത്ത് ലില്ലിയുമായിട്ട് നടക്കാൻ പോയപ്പോൾ ലില്ലിയുടെ ചെരുപ്പ് പൊട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, നമുക്ക് തയ്ച്ചു തരാം. അവിടെ ചെരുപ്പൂത്തിയൊന്നും ഇല്ലാത്ത ഒരു ഇൻറ്റീരിയർ പ്ലേസ്, മലയാളം വരുന്നില്ല, ഒരു ഉൾപ്രദേശമാണ്. ഓക്കെ, കിട്ടി, ഉൾപ്രദേശമാണ്. അതുകൊണ്ട് ചെന്ന് കഴിഞ്ഞുകൊണ്ട് ലില്ലി അതിനകത്തൊരു സേഫ്റ്റി പിൻ കുത്തി ഇട്ടിട്ടാണ് ഞങ്ങളങ്ങോട്ട് നടന്നത്. അത് കഴിഞ്ഞ് വെച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞുടനെ ലില്ലി അത് സൂചി നൂലും എടുത്ത് തയ്ച്ചു. എൻ്റെ കയ്യിൽ എപ്പോഴും സൂചി നൂലും കാണും. ഇപ്പോഴും ഉണ്ട്, എൻ്റെ മുറിയിലിരിപ്പുണ്ട്. ഞാനെല്ലാം തയ്യാറായിട്ടേ പോകത്തുള്ളൂ. എൻ്റെ ഈ ടവല് കാണും, സോപ്പ് കാണും, സൂചി നൂലും കാണും, എൻ്റെ ആവശ്യമുള്ള മരുന്ന് കാണും, എണ്ണ കാണും, പൗഡർ ഞാൻ ഇടാറില്ല, പെർഫ്യൂം കാണും. വില കൂടിയ പെർഫ്യൂമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഭയങ്കര വിലയാണ്. ഇനി വന്നേ മോനെ, ഇനി വന്നേ. ആരാ ഒരാൾ എളുപ്പം വാ, ആദ്യം വരുന്നത് ഇവിടോട്ട് വന്നേ. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചേ. എൻ്റെ മുഖം മണമുണ്ടോ? ഉണ്ടോ? മണമുണ്ടോ? കൊള്ളാമോ കൊള്ളത്തില്ലയോ? കൊള്ളാം. വില കൂടിയ പെർഫ്യൂം അടിച്ചിരിക്കുന്നത്. എത്ര രൂപയെന്നറിയാമോ? 800 രൂപ. ഒരു നല്ല പെർഫ്യൂമിന് 6000-7000 രൂപ. ഞാൻ വില കുറഞ്ഞതാണ് ഉപയോഗിക്കുന്നത്. ഈ മുസ്ലിങ്ങളുടെ അത്തർ അതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ഉപയോഗിച്ചിട്ട് ഞാൻ വെളിയിലിറങ്ങത്തുള്ളൂ. വീട്ടിൽ ഇരിക്കുമ്പോഴും എങ്ങും പോകത്തില്ല. രാവിലെ കുളിച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, എൻ്റെ ഭാര്യയുടെ ആവശ്യം കണ്ടു കഴിഞ്ഞുടനെ ഞാൻ പൈസ അധികം ചിലവാക്കാത്ത മനുഷ്യനാണ്. സരള ജീവിതം എന്നുള്ളത് എൻ്റെ മുദ്രാവാക്യമാണ്. എന്നിട്ടും ഞാൻ ലില്ലിയുമായിട്ട് നോക്കുമ്പോൾ ലില്ലി അത് സൂചി നൂലും വെച്ച് തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് എറണാകുളത്താണ്. എറണാകുളത്ത് ഞങ്ങളെ ഒരാൾ അവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ കൊണ്ടുപോയി. ഏറ്റവും വലിയ ഹോട്ടൽ, താജ് ഹോട്ടലിൽ. ഞാൻ ആഹാരമൊക്കെ കഴിഞ്ഞ് വെച്ച് വണ്ടി വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞു, ബാ നമുക്ക് നടക്കാൻ ബാ. എൻ്റെയൊക്കെ പറഞ്ഞു, മണി 8 കഴിഞ്ഞ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ ബീച്ചുണ്ട്, മേനക ബീച്ചുണ്ട്. ഞാൻ പറഞ്ഞു, അവിടോട്ട് പോവാം. എനിക്കറിയാം എറണാകുളം. ഞാൻ 5-6 മാസം എറണാകുളത്തുണ്ടായിരുന്നു, പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പേ. ഞാൻ പറഞ്ഞു, നടക്കാൻ പോവാം. അവിടെ നേരെ ബാറ്റയുടെ അങ്ങോട്ട് പോകുമ്പോൾ ഇടത്തുവശത്ത് ആദ്യം ബാറ്റ, പിന്നെ കുറച്ച് 2 തുണിക്കടയൊക്കെ ഉണ്ട്. എനിക്കറിയാം, ഞാനതൊക്കെ നോക്കി വെച്ചിരുന്നു. ഞാൻ പട്ടാളത്തിൽ ചേരുന്നതിന് മുമ്പേ അതൊന്നും അവിടെ ഇല്ല കേട്ടോ. പക്ഷെ പിന്നീട് ഞാൻ കണ്ടു. ബാറ്റയുടെ അവിടെ ചെന്ന് എഴുതിച്ച് 2 ജോഡി ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. ലില്ലി പറഞ്ഞു, വേണ്ട, 1 മതി. അത് താൻ നിശ്ചയിക്കുന്നു. ഞാൻ എൻ്റെ ഭാര്യയുടെ പ്രൊവൈഡറാണ്, എൻ്റെ മക്കളുടെ പ്രൊവൈഡറാണ്. നിങ്ങളുടെ കഴിവനുസരിച്ച്, നിങ്ങളുടെ കഴിവിനപ്പുറത്ത് പോകരുത്. നിങ്ങളുടെ കഴിവനുസരിച്ച് കുടുംബത്തിൻ്റെ പ്രൊവൈഡറായിരിക്കണം. നാലാമത്തെ കാര്യം അവരുടെ പ്രൊട്ടക്ടറായിരിക്കണം. പ്രൊട്ടക്ടർ എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം നോക്കുന്നവർ, കാത്തു സൂക്ഷിക്കുന്ന ആളായിരിക്കണം. വിശദീകരിക്കാം, ക്ഷമിക്കണം, ഞാനൊരു ഇച്ചിരി അനാവശ്യം പറയാൻ പോവാണ്. മിക്കവാറും പെൺകുട്ടികളോട് ചോദിച്ചാൽ, ഒരു 22 വയസ്സുള്ള 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് ചോദിക്കാമെങ്കിൽ അവർ പറയും, ആരെങ്കിലുമൊക്കെ അവരുടെ കൈക്ക് കയറി പിടിച്ചു കാണും. അപ്പൻ നോക്കണം, എൻ്റെ മോള് സുരക്ഷിതയായിരിക്കണം, എൻ്റെ വീട്ടിൽ ഞാൻ പോകുന്ന ചർച്ചിൽ സുരക്ഷിതയായിരിക്കണം. നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ പ്രൊട്ടക്ടർ ആയിരിക്കണം. ദൈവം ഈ ഇയ്യോബിനെ പറ്റി 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിലാണ്, അല്ല 1-ാമത്തെ വാക്യത്തിലാണ് അല്ലേ. പുരുഷനുണ്ടായിരുന്നു, അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകലുന്നവനായിരുന്നു. എന്നെപ്പറ്റിയും നിന്നെപ്പറ്റിയും ഈ സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നിഷ്കളങ്കൻ, പെർഫെക്റ്റ്. ലോകത്തിൽ ആരെങ്കിലും 100% നിഷ്കളങ്കനായിട്ടുണ്ടോ?
ഇല്ല. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. എനിക്ക് നിഷ്കളങ്കനായി തീരണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. 2, നേരുള്ളവനായിരിക്കണം. അപ്രൈറ്റ് എന്നോ ഇംഗ്ലീഷിനകത്ത് എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. നേര് പറയുന്നവൻ എന്നല്ല, നേരെ നിൽക്കുന്നവൻ. ഞാനൊരിക്കൽ ഒരു മിലിറ്ററി ഓഫീസർമാരുടെ മീറ്റിങ്ങിന് ഇതിന് പറയുമ്പോൾ, അത് കഴിഞ്ഞപ്പോൾ നേവിയിലുള്ള ഒരു സീനിയർ ഓഫീസർ എന്നെ കണ്ടു പറഞ്ഞു, അമേരിക്കയിലാണ്. അദ്ദേഹം എന്നെ കണ്ടു വെച്ച് പറഞ്ഞു, വർഗീസേ, ഞങ്ങൾ നേവി പട്ടാളത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ 4 കാര്യങ്ങൾ ഒരു ലൈനിലായിരിക്കണം. 1, നിങ്ങളുടെ ചെവി. 2, ഷർട്ടിൻ്റെ ഈ മടക്ക്. 3, നിങ്ങളുടെ ഈ ഷർട്ടിൻ്റെ ഈ മടക്ക്. 4, നിങ്ങളുടെ പാലിൻ്റെ മടക്ക്. ഇത് 4ഉം ഒരു ലൈനിലായിരിക്കണം. അപ്പം നമ്മൾ നേരെ നിൽക്കണം. ജീവിതത്തിനകത്ത്, ഉപദേശത്തിനകത്ത് നേരെ നിൽക്കണം. നമ്മൾ വാക്ക് കൊടുക്കുന്നതിനകത്ത് നേരെ നിൽക്കണം. പോരാ, നമ്മൾ നിൽക്കുന്നത് നേരെ ആയിരിക്കണം. ചിലർ നിൽക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇല്ല, നേരെ നിൽക്കണം. നേരെ നിൽക്കണം. നേരുള്ള നിങ്ങളുടെ ജീവിതത്തിനകത്ത് നേരെ നിൽക്കുന്നതിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നേരെ ആയിരിക്കണം. ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മൃഗ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോൾ പഞ്ചാബിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പശുവിനെ കണ്ടു. കണ്ടപ്പോഴേ എനിക്കറിയാം ഇത് ന്യൂസിലൻഡിലെ പശുവാണ്. അവിടുത്തെ പശുവിനെ കാണാൻ വലിയ രസമാണ്. കറുത്ത നിറം, അതിനകത്ത് വെളുത്ത വലിയ വലിയ അടയാളങ്ങൾ. ഞാൻ പറഞ്ഞു, യൂനസ് ഇന്ത്യക്കാരനാണ്. ഞാൻ പറഞ്ഞു, യൂനസ് ഭായി, എനിക്ക് ഈ പശുവിനെ വേണം. തരുത്തില്ല. ഇത് 3ാം തലമുറയിലെ പശുവാണ് ന്യൂസിലൻഡിലെ. അതിൻ്റെ അർത്ഥം സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് കൊടുത്തോണ്ട് ഇത് വാസ്തവത്തിൽ ന്യൂസിലൻഡിലെ ഒറിജിനൽ ബ്രീഡാണ്. ഞാൻ പറഞ്ഞു, യൂനസ് എനിക്ക് തരണം. നിനക്ക് വേറൊന്നും ഉണ്ടാക്കാം, നീ മൃഗ ഡോക്ടറല്ലേ. ഒന്ന് പാസ് സ്റ്റാഫ് എടുത്തു. എത്ര രൂപ വേണം? 7000 രൂപയെങ്കിലും തരണം. ഞാൻ പറഞ്ഞു, 7000 രൂപ തരാം. ഇപ്പോഴെൻ്റെ രൂപ ഇല്ല. ഞാനും ലില്ലിയും മക്കളുമുണ്ട്. ഈ പശുവിനെ അവിടെ എത്തിക്കണം. 7000 രൂപ ഞാൻ തരാം. കുറച്ച് ദൂരെയാണ്, 5-6 കിലോമീറ്റർ കാണും. പശുവിനെ അവിടെ എത്തിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അടുത്തുള്ള ഈ പശുക്കളുടെയൊക്കെ ചത്ത പശുക്കളുടെ തോല് വിൽക്കുന്നവർക്ക് ഈ പശുവിൻ്റെ തോലിനെ നോട്ടം ഇട്ടു. അവരതിന് വിഷം കൊടുത്തു, ചത്തുപോയി. ഞാൻ കരഞ്ഞു, ലില്ലി കരഞ്ഞു. അടുത്ത ദിവസം രാത്രി 12 മണിക്കാണ് മരിക്കുന്നത്. ഞാൻ ലില്ലി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ലില്ലി വന്ന് എൻ്റെ തോളെ തട്ടിയിട്ട് പറഞ്ഞു, പ്രാർത്ഥിച്ചത് മതി, പശു ചത്തു, പോകാം. ഞങ്ങൾ പോയി കിടന്നു. നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ ബാത്റൂമിൽ അവിടെ നിന്നുകൊണ്ട് ഷേവ് ചെയ്യുകയാണ്. യൂനസും അമ്മയും ഭാര്യയും വേറൊരു സഹോദരനാണ്. അവർ 4 പേരും കൂടെ വന്നു. അവർ ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ കൂടെ വന്നിട്ട് എൻ്റെ ബാത്റൂമിൻ്റെ പുറകിൽ വന്ന് നിന്നു. അവരറിഞ്ഞില്ല എൻ്റെ ബാത്റൂം അവിടെയാണെന്ന്. അവിടെ നിന്നുകൊണ്ട് അവർ പറയുന്നത് ഞാൻ കേട്ടു, 5000 രൂപയെങ്കിലും ഇന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണം, നാളെ തന്നില്ലെങ്കിലോ, കുറഞ്ഞത് 5000 രൂപ. ഞാൻ കേട്ടു. എൻ്റെ മനസ്സ് പറഞ്ഞു, 5000 രൂപ കൊടുത്ത് രക്ഷപ്പെടാം. പക്ഷേ ഒത്തുപോയി. എനിക്കിനി 1 രൂപയും കിട്ടത്തില്ല. ഞാൻ ഡ്രസ്സ് ചെയ്തു, വസ്ത്രം ധരിച്ചു. ഞാൻ വെളിയിലോട്ട് വന്നപ്പോൾ അവർ 4 പേരും അവിടെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, യൂനസ്, പശു ചത്തു. പെട്ടെന്നൊരു വാക്യം എൻ്റെ ഹൃദയത്തിനകത്ത് വന്നു. ദൈവം തന്നു, മണി മുഴങ്ങുന്നത് പോലെ. സങ്കീർത്തനം 15 എടുക്കണ്ട. വാക്ക് പറഞ്ഞിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഞാൻ പറഞ്ഞു, യൂനസ്, എൻ്റെ കയ്യിൽ ഇന്ന് പൈസ തരാനില്ല. ഇത് സംഘടനയുടെ പൈസയല്ല, ഇതെൻ്റെ പേഴ്സണൽ പൈസ. കാരണം ചത്ത പശുവിന് എനിക്ക് സംഘടനയിൽ നിന്ന് എടുക്കാം. പക്ഷേ ഞാൻ കാരണം 15 ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് മരിച്ചുപോയി. സംഘടനയിൽ നിന്ന് രൂപ എടുക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇപ്പോൾ രൂപ ഇല്ല. യൂനസ്, വീട്ടിൽ പോയിക്കോ, ഞാൻ സാവധാനത്തിൽ 7000 രൂപ അവിടെ എത്തിക്കാം. അവർ പറഞ്ഞു, ഞങ്ങൾ രൂപയ്ക്ക് വന്നതല്ല, ചുമ്മാതൊരു ചന്തത്തിന് പറഞ്ഞതാ, ഞാൻ പറയുന്നത് കേട്ടതാ, വാങ്ങിച്ചുകൊണ്ടേ പോകാമെന്ന്. എങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ തരാം, 7000 രൂപ തരാം. ഞാൻ കൊടുത്തു. നേരുള്ളവൻ, സംസാരത്തിനകത്ത് നേരുള്ളവൻ, വാക്ക് പറയുന്നതിനകത്ത് നേരുള്ളവൻ. ഒരു സ്ത്രീയോട് നീ എൻ്റെ സഹോദരി ആയിരിക്കുമെന്ന് പറഞ്ഞാൽ സഹോദരി ആയിരിക്കണം. ഒരു പുരുഷനോട് നീ എൻ്റെ സഹോദരനായിരിക്കുമെന്ന് പറഞ്ഞാൽ സഹോദരനായിരിക്കണം. ഒരു പെൺകൊച്ചിനോട് നീ എൻ്റെ മകളായിരിക്കുമെന്ന് പറഞ്ഞാൽ മകളായിരിക്കണം. മകൾക്ക് കൊടുക്കുന്നത് പോലെ ചെലവിനെല്ലാം കൊടുക്കാൻ ഒത്തിരി തരാം, പക്ഷേ നിൻ്റെ പെരുമാറ്റം അതുപോലെ ആയിരിക്കണം, നേരുള്ളവനായിരിക്കണം. 3, ദൈവഭക്തനായിരിക്കണം, ഗോഡ് ഫിയറിങ് ആയിരിക്കണം.
2 വാക്കുകൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ദൈവമേ, എനിക്ക് നിന്നോട് പേടിയുണ്ട്, എനിക്ക് ഭയവുമുണ്ട്. പേടിയും ഭയവും ഒന്നാണോ? അല്ല. പേടി ദൈവം, ഭയം എന്ന് പറഞ്ഞാൽ ബഹുമാനത്തോടുകൂടിയുള്ള ഭയം. നമുക്കിത് രണ്ടും ഉണ്ടായിരിക്കും. എനിക്ക് രണ്ടുമുണ്ട്, സത്യം പറയണം, എനിക്ക് രണ്ടുമുണ്ട്. ദൈവത്തെ പേടിയുണ്ട്. പാപം ചെയ്താൽ, ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ളത് ചെയ്താൽ ദൈവം എന്നെ ശിക്ഷിക്കും, എൻ്റെ തലമുറകളെയും ശിക്ഷിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഭയമുണ്ട്, ദൈവം പറഞ്ഞതൊക്കെ അനുസരിക്കാൻ. അതുകൊണ്ട് ദൈവഭയമുള്ളവനായിരുന്നു. 4, ദോഷം വിട്ടകലുന്നവനായിരുന്നു. ഇസ്റ്റ്യൂഡ് എവിൽ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. പാപത്തെ, ശരിയാണ്, പാപത്തെ ദോഷം വിട്ടകലുന്നവനായിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ റോഡിൽ കൂടെ നടക്കുകയാണെന്ന് വിചാരിച്ചോ, അങ്ങോട്ട് നടന്നു പോകുമ്പോഴാണ് അവിടെ ഒരു പട്ടി കാഷ്ടിച്ച് വെച്ചിരിക്കുന്നു. കാഷ്ടിച്ചെന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ ഈ നാട്ടിൽ? ഓക്കെ, ചിലപ്പോൾ എൻ്റെ ഭാഷയും നിങ്ങളുടെ ഭാഷയും ശരിയായി. കാഷ്ടിച്ച് വെച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഞാൻ എന്തോ ചെയ്യും? അതിൻ്റെ പുറത്തൂടെ കാല് വെക്കത്തില്ല. എന്തോ ചെയ്യും? മാറിപ്പോകും. ശരിയല്ല, ഒത്തിരി മാറിപ്പോകും. കുറച്ച് മാറിപ്പോയാൽ വേറെ ഏതെങ്കിലും ഒരു കോഴിയോ ഒരു പശുവോ ഒക്കെ അതിൻ്റെ പുറത്ത് ചവിട്ടി വെച്ച് അപ്പുറത്തൊക്കെ കുറച്ച് അംശങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഞാൻ ബുദ്ധിയുള്ളത് കൊണ്ട് വളരെയേറെ പാപത്തെ കാണുന്ന സമയത്ത് വളരെ ദൂരെ അകന്നു നിൽക്കാൻ പഠിക്കണം. എന്തുമാത്രം അടുക്കാമെന്നല്ല, എന്തുമാത്രം അകന്നു നിൽക്കാം എന്ന് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ വാക്യം, അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവന് ജനിച്ച മക്കൾ 10 പേര്. 7ഉം 3ഉം ആൺപിള്ളേർ കൂടുതൽ, പെൺപിള്ളേർ കുറവ്. ദൈവം തരുന്നത് എന്താണേലും സ്വീകരിച്ചോണം. ഞങ്ങളുടെ നാട്ടിൽ ചിലർ, ഇവിടെ അങ്ങനത്തെ ഒരു ഇടപാടേ ഇല്ല. ഞങ്ങളുടെ നാട്ടിൽ ചിലർ മരുമോക്കുണ്ടാവുന്നത് പെൺമക്കളാണെങ്കിൽ കുറ്റം പറയും. 2 പ്രാവശ്യം ഉണ്ടായിരിക്കുന്നത് പെണ്ണ്, അടുത്തതാണ്, അല്ലെങ്കിൽ നിന്നെ വീട്ടിൽ പറഞ്ഞു വിടും. ഇവിടുത്തുകാരും അങ്ങനെ പറയത്തില്ല. സ്വോത്രം. ചിലരൊക്കെ ചിരിക്കുന്നല്ലോ. ചിലർ വിചാരിക്കുക, അയ്യോ എൻ്റെ അമ്മായിമ്മ ഇതൊന്ന് കേട്ടിരുന്നെങ്കിൽ. ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മായിമ്മ വിളിച്ചുകൊണ്ട് വരണം കേട്ടോ, അന്നേരം അവരുടെക്കെങ്കിലും പറയാം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിങ്ങളൊക്കെ വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം കുറവുള്ളവരുണ്ട്. ഒരു സ്ത്രീ പ്രസവിക്കുന്നത് ആണാന്നോ പെണ്ണാന്നോ എന്ന് നിശ്ചയിക്കുന്നത് പുരുഷനല്ല, സ്ത്രീ അല്ല, പുരുഷൻ. കൂടുതൽ വിശദീകരിക്കാനൊക്കത്തില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം 2 പ്രാവശ്യം പെങ്കൊച്ചുണ്ടായി കഴിയുമ്പം 3ാമത്തെ പ്രാവശ്യം ഭർത്താവിൻ്റെയൊക്കെ പറഞ്ഞിടോ, അടുത്തത് ആങ്കൊച്ചല്ലെങ്കിലുണ്ടല്ലോ, അടിച്ച് ശരിയാക്കും. അവളെ അല്ല അടിക്കേണ്ടിയേ, അവനെ അടിക്കണം. ഇത് സയൻസാണ് പറയുന്നത്. ഒരു ഡോക്ടറൊക്കെ ചോദിച്ചാട്ടെ, ഒരു നേഴ്സിൻ്റെയൊക്കെ ചോദിച്ചാട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മോളെത്ര പെൺപിള്ളേരെ പ്രസവിച്ചാലും അമ്മയ്ക്ക് പണക്കമൊന്നുമില്ല. ദൈവം അങ്ങനെ തന്നെ. മരുമോളാണെങ്കിൽ പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് നിശ്ചയിക്കുന്നതിന് അമ്മയ്ക്ക് യാതൊരു ബാധ്യതയില്ല. അമ്മയുടേത് പാത്രം മാത്രമാണ്. അതിനകത്ത് വീഴുന്ന വിത്തിനനുസരിച്ചിട്ടാണ്. അത്രേ പറഞ്ഞു പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഇരിക്കുന്നു. 3 പെൺപിള്ളേരും 7 ആൺപിള്ളേരും ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എത്ര മക്കളുണ്ടെങ്കിലും അവരെല്ലാം തുല്യമായിട്ട് സ്നേഹിക്കണം. ഇതിനകത്ത് ഉണ്ട്, ഈ കഥയ്ക്കകത്ത് മുഴുവനുണ്ട്. തുല്യ സ്ഥാനം, തുല്യ സ്നേഹം. ചിലയിടത്തൊക്കെ ചില വീട്ടിൽ നല്ല ആഹാരമൊക്കെ ആൺപിള്ളേർക്ക്, പെൺപിള്ളേർക്ക് മീനിൻ്റെ വാലും ഇച്ചിരയും ചോറും അതും താഴെ ഇരുത്തി, ആൺപിള്ളേർക്കൊക്കെ മേശപ്പുറത്ത്. എൻ്റെ പപ്പ ഒരു നല്ല മാന്യനായ മനുഷ്യനായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പെൺപിള്ളേർക്ക് തുല്യ സ്ഥാനം കൊടുത്തു. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തുല്യ സ്ഥാനം. ഞാനും, നിങ്ങൾക്ക് എൻ്റെ മരുമക്കളുടെ 3 മരുമക്കളാണ്. 3 അഭി പ്ലസ് ആന്നോ 3 പേര്. ഈ 3 മരുമക്കളുടെയും ടെലിഫോൺ നമ്പർ തരാം, വിളിച്ച് ചോദിച്ചാട്ടെ. എന്തെങ്കിലും PG വർഗീസിൻ്റെ പെരുമാറ്റത്തിനകത്ത് ഏതെങ്കിലും മരുമകളോട് മകൾക്കുള്ളതിനേക്കാൾ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടോ? ഇല്ല. ഇവിടുന്ന് പഠിച്ചാണ്.
യോബിൽ നിന്ന് പഠിച്ചാണ്. എൻ്റെ മനോഭാവം അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും തുല്യസ്ഥാനമായിരിക്കണം, മകൾക്കും മരുമകൾക്കും തുല്യസ്ഥാനമായിരിക്കണം. ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം, അവൻ വലിയ ധനവാനായിരുന്നു. എന്തുമാത്രം ധനമുണ്ട്? 7000 ആടും 3000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. പണം മോശമല്ല. ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞു, നിങ്ങൾക്ക് എന്തുമാത്രം പണമുണ്ടോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ്, എന്നെപ്പോലുള്ള ഉപദേശിമാർക്ക് നല്ലതാണ്, പാവങ്ങൾക്ക് നല്ലതാണ്. പണത്തിൻ്റെ പുറകെ പോകരുത്, പക്ഷെ പണം മതിയെന്ന് പറയരുത് കേട്ടോ, മതിയെന്ന് പറയരുത്. ഇനിയും കുറച്ചുകൂടെ പണം ദൈവം തരുന്നെങ്കിൽ നേരെയുള്ള മാർഗത്തിൽ എന്തുമാത്രം നിങ്ങൾക്ക് സമ്പാദിക്കാമോ അത്രയും സമ്പാദിച്ചാട്ടെ. അവൻ മഹാധനവാനായി തീർന്നു. ആളുകൾ എൻ്റെയൊക്കെ ചോദിക്കും, വർഗീസ് പ്രോസ്പെറിറ്റി പ്രസംഗിക്കുന്ന മനുഷ്യനാണോ, സമൃദ്ധി പ്രസംഗിക്കുന്ന മനുഷ്യനാണോ? അതെ, ഞാനതാ പ്രസംഗിക്കുന്നത്. എൻ്റെ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ അവസാനം വരെ സമൃദ്ധിയുടേതാണ്. 1-ാം അധ്യായം മുഴുവൻ സമൃദ്ധി. മീനെ ഉണ്ടാക്കിയത് 2 മീനെ അല്ല ദൈവം ഉണ്ടാക്കിയത്, മനുഷ്യനെ മാത്രമേ ഉള്ളൂ 2 പേരെ ഉണ്ടാക്കിയത്. ബാക്കിയെല്ലാം മീനിൻ്റെ സമൂഹം, പക്ഷികളുടെ സമൂഹം, മൃഗങ്ങളുടെ സമൂഹം, മരങ്ങളുടെ സമൂഹം, ചെടികളുടെ സമൂഹം. നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ ദൈവം പ്രോസ്പെറിറ്റിയുടെ ദൈവമാണ്. എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. അതുപോലെ നമുക്ക് സ്ഥാനമാനത്തിനകത്തുമുണ്ട്. ഞാൻ കുഞ്ഞുങ്ങളെ കാണുമ്പം ചോദിക്കും, നിങ്ങൾക്ക് എന്തുവാ ഭാവന, എന്തായി തീരണം? ചിലർ പറയും, ഇങ്ങനെ കാണിക്കും, നോക്കിയാൽ ഇങ്ങനെ കാണിക്കും, ഒന്നുമില്ലെന്ന്. അതെന്താ ഇല്ലാത്തേ? ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഭാവനയുള്ള കുഞ്ഞുങ്ങൾ, ശ്രദ്ധിച്ചു കേൾക്കണം, ഭാവനയുള്ള കുഞ്ഞുങ്ങൾ ഉയരത്തിലെത്തുന്നു. ഭാവനയില്ലാത്ത കുഞ്ഞുങ്ങൾ എവിടെ എത്തുന്നെന്ന് വെച്ചാൽ അവിടെ എത്തും. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾക്കൊരു ഭാവന കൊടുക്കണം. എന്തായി തീരും? എനിക്ക് 5 മക്കളാണ്. കുടുംബ പ്രാർത്ഥനയിൽ അധ്യാപകരുണ്ടോ? നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഒരു ഭാവന ഉണ്ടാക്കാൻ അവരെ സഹായിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരിക്കലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ചോദിച്ചു, മൂത്ത മോൻ്റെയൊക്കെ ചോദിച്ചു, നിനക്ക് എന്തായി തീരണം? അവൻ പറഞ്ഞു, ഡാഡിയെപ്പോലൊരു പ്രീച്ചറായി തരണം, ഒരു പ്രസംഗനായി തരണം. ആനിയുടെയൊക്കെ ചോദിച്ചു, അവൾ മന്ദബുദ്ധിയാണ്. ഞാൻ ചോദിച്ചു, ആനി നിനക്ക് എന്തോ ആയിത്തീരണം? പറഞ്ഞു, എനിക്കൊരു ഡോക്ടറാകണം. അവളൊരു ഈർക്കലൊക്കെ എടുത്ത് ഇങ്ങനെ ഞങ്ങളെ കുത്തുകയൊക്കെ ചെയ്യും, ഞാൻ ഡോക്ടറാണെന്നും പറഞ്ഞുകൊണ്ട്. എനിക്ക് കാരണം അവളെ കൂടെ ആശുപത്രിയിൽ കൊണ്ടുപോകായിരുന്നു. മൂന്നാമത്തവൻ്റെയൊക്കെ ചോദിച്ചു, അവനൊന്ന് എത്ര വയസ്സ് കാണും? 6-7 വയസ്സ് കാണും. ഞാൻ ചോദിച്ചു, ബ്ലസൻ നിനക്കെന്തോ ആയിത്തീരണം? അവൻ പറഞ്ഞു, എനിക്ക് ബാങ്കിലെ ഒരു അക്കൗണ്ടൻ്റ് ആയിത്തീരണം. എനിക്ക് അത്ഭുതം വന്നു. ഞങ്ങളുടെ വീട്ടിൽ ബാങ്കിനെ പറ്റിയും പറയത്തില്ല, അക്കൗണ്ടൻറ്റിനെ പറ്റിയും പറയത്തില്ല, എവനെങ്ങനെ ഇവിടെ ഈ ഭാവന കിട്ടി? ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ പറയാൻ കാര്യം? മിനിഞ്ഞാന്ന് ഡാഡി എന്നെ ബാങ്കിൽ കൊണ്ടുപോയില്ലയോ? ഞാൻ കണ്ടു ആളുകളെല്ലാം രൂപ കൊണ്ടുപോയിട്ട് അക്കൗണ്ടൻറ്റിൻ്റെ കൊടുക്കുന്നത്. അപ്പം ഞാൻ അക്കൗണ്ടൻ്റ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും രൂപ കൊണ്ടുത്തരും, ഞാൻ പണക്കാരനാവും. അപ്പം ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കി, പൊന്നുമോനെ അയാൾ വൈകുന്നേരം അതെല്ലാം കൊടുക്കണം, കുറവുണ്ടെങ്കിൽ പോക്കറ്റിൽ നിന്ന് കൊടുക്കണം. അങ്ങനെയാണോ? ഞാൻ പറഞ്ഞത് മോശമല്ല, അക്കൗണ്ടൻ്റ് ആവുന്നത് മോശമല്ല. എൻ്റെ വീട്ടിൽ ഇപ്പോഴും നിങ്ങൾ വരാമെങ്കിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഒരു ബോർഡിനകത്ത് ഒരു ചെറിയ ബോർഡ്, മേശപ്പുറത്ത് വെക്കുന്ന ബോർഡിന്, അതിനകത്ത് ഞാനിങ്ങനെ പെയിൻ്റ് കൊണ്ട് എഴുതിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലീസ് ഡു നോട്ട് മേക്ക് എനി ലിറ്റിൽ പ്ലാൻസ് ഹിയർ. ചെറിയ ഭാവന ഇവിടെ ഉണ്ടാക്കരുത്. ദൈവം നിൻ്റെ കൂട്ടാളിയാണെങ്കിൽ, ഇഫ് ഗോഡ് ഈസ് യുവർ പാർട്ട്ണർ, ദൈവം നിൻ്റെ കൂട്ടാളിയാണെങ്കിൽ, പാർട്ട്ണറാണെങ്കിൽ ചെറിയ ഭാവന പാടില്ല, വലിയ ഭാവന. അപ്പം ഞാനതെടുത്ത് വെച്ച് പറഞ്ഞു, ഇത് വായിച്ചേ. അവൻ വായിച്ചു. പ്ലീസ് ഡു നോട്ട് ക്രിട്ടിസൈസ്. ഇവിടെ ചെറിയ ഭാവനയൊന്നും ഉണ്ടാക്കരുത്. ദൈവം നിൻ്റെ പാർട്ട്ണറാണെങ്കിൽ വലിയ ഭാവന, ദൈവത്തിൻ്റെ സ്റ്റാറ്റസിനനുസരിച്ചൊരു ഭാവന. ഞാൻ പറഞ്ഞതുകൊണ്ട് അക്കൗണ്ടൻ്റ് ആകുന്നത് മോശമല്ല, പക്ഷേ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാൻ ഭാവന വേണം. നിങ്ങളെപ്പോഴെങ്കിലും അവനെ കാണുവാന്നെങ്കിൽ ചോദിക്കണം. അവൻ വലിയ ആളായി. ഞാൻ 52 രാജ്യത്തെ പോയിട്ടുള്ളൂ, അവൻ 57 രാജ്യത്ത് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പ്രസംഗിക്കുകയാണ്, അവൻ മഹാരാഷ്ട്രയിലാണ്. മറ്റന്നാൾ ഞങ്ങൾ 2 പേരും ലില്ലിയും കൂടെ ഞങ്ങൾ മേഘാലയത്തിലായിരിക്കും. ഞാൻ 52 രാജ്യത്ത് മാത്രം പോയിരിക്കുമ്പോൾ എൻ്റെ മൂന്നാമത്തെ മകൻ 57 രാജ്യത്ത് പോയി. എങ്ങനെയത് സംഭവിച്ചത്? അവൻ്റെയൊക്കെ ചോദിക്കാമെങ്കിൽ പറയാം, അന്ന് ഡാഡി എനിക്കൊരു ഭാവന തന്നു. എന്താണ്? വലിയ ആളായി തീരണം, വലിയ പാസ്റ്ററായി തീരണം, വലിയ ബിസിനസ്സുകാരനായി തീരണം, വലിയ തോട്ടത്തിൻ്റെ ഉടമയായി തീരണം, ദൈവത്തോട് വിശ്വസ്തനായി തീരണം, അതിനകത്തും വലിയ ആളാവണം.
വിശ്വസ്തനായിരിക്കുമ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഭാവന ഉണ്ടായിരിക്കട്ടെ. 4-ാമത്തെ വാക്യം വായിക്കട്ടെ. സമയത്തിന് തീർക്കാൻ സഹായിക്കണമേ കർത്താവേ. അവൻ്റെ പുത്രന്മാർ ഓരോരുത്തരും താന്താൻ്റെ ദിവസത്തിൽ താന്താൻ്റെ വീട്ടിൽ വരുന്നു കഴിയുകയും എന്ന് പറഞ്ഞാൽ അവർക്ക് 10 വീടുണ്ടായിരുന്നു. യോബിൻ്റെ വീട്, പിന്നെ 10 മക്കൾക്കും 10 വീടുണ്ടായിരുന്നു. കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. പലപ്പോഴൊക്കെ അവരൊന്നിച്ചു കൂടുമായിരുന്നു. സഹോദരന്മാർ ഒന്നിച്ചു കൂടുന്നത് നല്ലതാണ്. അവരെല്ലാം പ്രായമായി കഴിയുമ്പോൾ അത് കുറയും. 40-50 വയസ്സായി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇല്ല. പക്ഷേ നിങ്ങളുടെ യൗവനത്തിൽ സഹോദരന്മാർ ഒന്നിച്ചു കൂടുന്നത് നല്ലതാണ്. സഹോദരിമാരെ കൂടെ വിളിക്കുന്നത് അവരൊന്നിച്ചു കൂടുകയും ആളച്ച് വിളിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ വിരുദ്ധതാളുകൾ വട്ടം കഴിയുമ്പോൾ 5-ാമത്തെ വാക്യം, യോബ് പക്ഷേ തൻ്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വീഞ്ഞ് കുടിക്കും. വീഞ്ഞെന്ന് പറയുന്നത് മുന്തിരിച്ചാറ് കുറച്ച് പഴകിയതാണ്. അതിന് കുറച്ച് ലഹരിയുണ്ട്. അവരെല്ലാവരും കൂടെ ചപ്പാത്തി തിന്ന് ഒരു കാളയൊക്കെ കൊന്ന്, വല്ലവരും BJPക്കാർ കേട്ട് കഴിഞ്ഞാൽ അവർ പ്രശ്നം ഉണ്ടാക്കുമോ ഇല്ലയോ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ആടിനെ കൊന്നു അങ്ങനെ പറഞ്ഞേക്കാം. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല. BJPക്കാർ കേൾക്കുവാണെങ്കിൽ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ. എന്തോ ചെയ്യാനാ, മലയാളികൾക്ക് കാളയിറച്ചി വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് അതിനെ കൊന്നുവാ. നല്ല ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വയറ് നിറച്ച് നിന്ന് വീഞ്ഞൊക്കെ കുടിച്ച് തലയ്ക്ക് ഇച്ചിരി ഓളമൊക്കെ ആവും. ഒരു 4-5 ഗ്ലാസ്സൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ചെറിയ ഒരോളം, ലഹരിയാവത്തില്ല എങ്കിലും ചെറിയൊരോളം. അപ്പോഴത്തേക്ക് യോബിനൊരു വിചാരം. അവർ കൂടി ജനുവരി മാസത്തിൽ വേറൊരു ദിവസത്തിൽ അവരൊന്നിച്ചിങ്ങനെ 10 വീടുകൾ ഇങ്ങനെ മാറി മാറി താമസിച്ച് ആഹാരം കഴിച്ച് തിന്നു കുടിച്ച് കഴിയുമ്പോൾ യോബിനൊരു സംശയം. ഇതൊക്കെ കഴിയുമ്പോൾ അവർ ദൈവത്തെ മറന്നു കളഞ്ഞ് ദൈവത്തെ ധിക്കരിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഒന്നുകൂടെ പറയട്ടെ. എത്തിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കാം. വാ കൊണ്ട് പറയത്തില്ല. 2 വിധത്തിൽ നമുക്ക് പാപം ചെയ്യാം. ഒന്ന്, നമ്മുടെ ഹൃദയത്തിനകത്ത് ചിന്തിക്കാം. അത് നമുക്ക് വി കനോട്ട് ഹെൽപ്പ് ഇറ്റ്. അത് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പാപചിന്ത വരും, അഹങ്കാരത്തിൻ്റെ ചിന്ത വരും, വെറുതെ എന്തെങ്കിലുമൊക്കെ ചിന്ത വരാം. പക്ഷെ നമ്മുടെ അധരത്തിൽ നിന്ന് വരാൻ പാടില്ല. യോബിനൊരു സംശയം, ഹൃദയം കൊണ്ട് പാപം ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് അവരെ എല്ലാവരെയും വിളിച്ചിട്ട് ഓരോരുത്തരുടെയും നമ്പർ അനുസരിച്ച് ഒരാടിനെ കൊന്നു. 1-ാമത്തവനെ അവൻ്റെ രക്തം തളിച്ചു. 2-ാമത്തെ ഒരാടിനെ കൊന്നു, അവൻ്റെ മേൽ രക്തം തളിച്ചു. അങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി ഓരോ മൃഗത്തെ യാഗം കഴിച്ചു. അവന് എല്ലായ്പ്പോഴും ചെയ്തു വന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങളും ഇത് ചെയ്യണം. ആടിനെ കൊല്ലണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ യേശുക്രിസ്തുവിൻ്റെ, ഇനി നമുക്ക് ഒരു മൃഗത്തെയും കൊല്ലേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തം കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടിയുണ്ട്. അത് നിങ്ങളുടെ ഭർത്താവിൻ്റെ മേൽ തളിക്കണം, മൂത്ത മോൻ്റെ മേൽ തളിക്കണം, 2-ാമത്തെ മോൻ്റെ മേൽ തളിക്കണം, 3-ാമത്തെ സകലരുടെയും മേൽ തളിക്കണം. എല്ലായ്പ്പോഴും ചെയ്തു വന്നു. എന്താ കാര്യം? ഞാൻ എന്തിനാ പറയുന്നത് എല്ലാ ദിവസവും ചെയ്യണമെന്ന്? ഞാൻ ഇന്ന് രാവിലെയും ചെയ്തു. എന്താ പറയാൻ കാര്യം? അവർ ദൈവത്തെ ത്യജിച്ചു പോയോന്ന് എനിക്കെങ്ങനെ അറിയാം? അവരെവിടെയൊക്കെയാണ് ജീവിക്കുന്നത്? ഞാൻ പറഞ്ഞു കേട്ടോ, ത്യജിച്ചു കഴിഞ്ഞാൽ പിശാചിനകത്ത് കയറാൻ ഒരനുവാദമുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. എല്ലാ ദിവസവും നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മകനെ, നിങ്ങളുടെ മകളെ, നിങ്ങളുടെ മരുമകളെ, നിങ്ങളുടെ മരുമകനെ, നിങ്ങളുടെ കൊച്ചുമക്കളെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ രക്തം തളിച്ച് ശുദ്ധീകരിക്കണം. വേഗത്തിൽ പോയേ ഒക്കത്തുള്ളൂ. മുഴുവൻ പുസ്തകം കവർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. ചോദ്യം, സ്വർഗത്തിൽ സാത്താന് കയറാൻ നോക്കുമോ? ഇന്ന് രാവിലെ ഞാൻ വേറൊരു ചർച്ചയിൽ പ്രസംഗിക്കുമ്പോൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പഠിപ്പിച്ചത്. എങ്ങനെയാണ് ആ പ്രാർത്ഥന? ആർക്കെങ്കിലും അറിയാം? കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. അങ്ങനെയല്ല അതിൻ്റെ മൂലഭാഷയിൽ. സ്വർഗങ്ങളുടെ നാഥനായ, സ്വർഗമല്ല, സ്വർഗങ്ങൾ, പല സ്വർഗങ്ങളുണ്ട്. ഒരു നല്ല പുസ്തകം ഞാൻ പറയാം, ത്രോൺസ്, ദൈവിക ന്യായാസനങ്ങൾ. 6-ാമിടെയുള്ള YSKL എന്ന് പറഞ്ഞ കർത്താവിൽ നിദ്ര പ്രാപിച്ച അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകം വളരെ നല്ല പുസ്തകമാണ്.
അതിനകത്ത് അദ്ദേഹം കാണിച്ചിട്ടുണ്ട് ഒന്നാമത്തെ സ്വർഗം, രണ്ടാമത്തെ സ്വർഗം, മൂന്നാമത്തെ സ്വർഗം. പല സ്വർഗങ്ങളുണ്ട്, പല സിംഹാസനങ്ങളുണ്ട്, ദൈവിക സിംഹാസനങ്ങൾ. അതാണ് പുസ്തകത്തിൻ്റെ പേര്. വായിക്കണം കേട്ടോ. 6 YSK അങ്ങനെ എഴുതിയാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിട്ടും, മകന് കിട്ടും. ആ പുസ്തകം വാങ്ങിക്കണം. പല സ്വർഗങ്ങളുണ്ട്. ഒന്നാമത്തെ സ്വർഗം, രണ്ടാമത്തെ സ്വർഗം, മൂന്നാമത്തെ, പിന്നെയും കാണും, നമുക്കറിഞ്ഞുകൂടാ. 3 സ്വർഗത്തെപ്പറ്റി ആരാണ്ട് പറഞ്ഞിട്ടുണ്ട്. ആരാ പറഞ്ഞേ? പേനാതരാം. ആരാ പറഞ്ഞ? പൗലോസ്. വളരെ രാവിലെ പേന തന്നു, അതുകൊണ്ട് ഇപ്പം തരത്തില്ല. പൗലോസ് പറഞ്ഞിട്ട് 3-ാം സ്വർഗം. 3 സ്വർഗമുള്ളതെന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ 4 കാണും, 5 കാണും. 3-ാം സ്വർഗത്തോട് പല സ്വർഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സ്വർഗത്തിൽ, ആകാശത്തിലുള്ള സ്വർഗമായിരിക്കാം. കാരണം പിശാചിൻ്റെ, സാത്താൻ്റെ പേര് ആകാശത്തിൻ്റെ പ്രഭു എന്നാണ്. അപ്പോൾ അവിടെ ചെന്നു. 3-ാം സ്വർഗത്തിൽ ചെല്ലാനൊക്കത്തില്ല. 2-ാം സ്വർഗത്തിലെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 1-ാം സ്വർഗത്തിൽ അവന് കയറി ചെല്ലാം. എല്ലാവരും കയറി ചെന്നപ്പോൾ അവനും കാര്യമായിട്ട് പഠിപ്പിച്ചു പോവുകയാണ് കേട്ടോ. സാത്താനും ചെന്നു. യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു പറഞ്ഞു. ദൈവത്തിന് ആരോടും കണക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സാത്താനോടും ചോദിക്കാനുള്ള അവകാശമുണ്ട്. സാത്താൻ ഒരു 2ാം ഭരണക്കാരനാണ് ഭൂമിയിൽ. പക്ഷെ ദൈവം ചോദിച്ചാൽ മറുപടി പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. സാത്താൻ്റെ ഒക്കെ ചോദിച്ചു നീ എവിടെ നിന്ന് വരുന്നു? അവൻ സാത്താൻ എന്താ പറഞ്ഞു? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു. അങ്ങനെ ഊടാടി സഞ്ചരിക്കുക. എന്തിനാ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്നത്? വേദപുസ്തകം പറയുന്നു ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാവരെയും വിഴുങ്ങാൻ ഒക്കത്തില്ല. വിഴുങ്ങാൻ ഒക്കുന്ന ചിലരുണ്ട്. സാത്താൻ PG വർഗീസിനെ നോക്കിയിട്ട് പറയും എവനെ അങ്ങ് വിട്ടേരെ, എവനെ കടിച്ചാൽ കടി കൊള്ളത്തില്ല, നമ്മുടെ പല്ല് പോകത്തേ ഉള്ളൂ, അവൻ്റെ പല്ല് പോയതാ നേരത്തെ, അതുകൊണ്ട് ഇവനെ അങ്ങ് വിട്ടേരെ. എല്ലാവരെയും വിഴുങ്ങാനൊക്കത്തില്ല. ഞാനും നീയും ഒരാത്മീക നിലവാരത്തിലെത്തണം. പിശാച് നമ്മളെ വിഴുങ്ങാനൊക്കത്തില്ല. ഞാൻ പണ്ട് താമസിച്ചിരുന്ന 56-ാമത്തെ വീട്ടിലാണ്, ഡൽഹിയിൽ താമസിച്ചിരുന്നത്. ഇപ്പോഴവിടെ അല്ല, 56-ാമത്തെ വീട്ടിൽ. അവിടുത്തെ കഥ എനിക്ക് പറയാൻ ഓർമ്മ വരുന്നത്. 50-ാമത്തെയും 51-ാമത്തെയും നമ്പര് ഒരു ക്ഷേത്രമാണ്, ഒരു ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ്. എനിക്ക് ഹിന്ദുക്കളോടും പിണക്കമില്ല, മുസ്ലിങ്ങളോടും പിണക്കമില്ല, കത്തോലിക്കരോടും പിണക്കമില്ല. ഉപദേശം പറഞ്ഞു പോകും. അപ്പോൾ ഇവിടുത്തെ 50, 51, 50, 51, 52, 53, 54, 55, 56. അപ്പോൾ 56-ാമത്തെ നമ്പറാണ് എൻ്റെ വീട്. ഈ 50, 52 രണ്ടും കൂടെ ഒരു ക്ഷേത്രമാണ്. വിചാരിച്ചോ, അവിടെയുള്ള ഒരാളിൻ്റെ ഭാര്യ മരിച്ചുപോയി, അവിടുത്തെ മെമ്പറായ ഒരാളിൻ്റെ. അവർ പതുക്കെ ഒരു 40-ാം അടിയന്തരമൊക്കെ വെച്ചു. ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 40-ാം അടിയന്തരം. അന്നെല്ലാവരും 13-ാമത്തെ ദിവസം കണ്ടാന്ന് തോന്നുന്നു. അന്നെല്ലാവരും പുരുഷന്മാരെല്ലാം തല മുട്ടയടിച്ച് അവർക്ക് വേണ്ടി ഈ ചത്തുപോയ വല്യപ്പച്ചനെ വല്യമ്മയ്ക്കും ഒക്കെ കൊടുക്കാനായിട്ട് ചോറും ഒക്കെ വിളമ്പി വെച്ച്, പൂരിയൊക്കെ അങ്ങോട്ട് വിളമ്പി വെച്ചിട്ട് വിളിക്കും, ഞങ്ങളുടെ വലിയ ദൈവമേ ഞങ്ങളുടെ വീട്ടിലോട്ട് വരണമേ, ഞങ്ങളുടെ വീട്ടിലെ 40-ാം അടിയന്തരമാണ്, ദയവ് ചെയ്ത് വരണേ. അപ്പോൾ അവരുടെ ദൈവവും ദൈവത്തിൻ്റെ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ മുണ്ടുമൊക്കെ എടുത്തു കൊടുത്ത് കുറിയൊക്കെ ഇട്ട് ഓം ക്രീം ഐസ്ക്രീം ഫേസ് ക്രീം എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അവിടുത്തെ വീട്ടിൽ നിന്ന് പോവാണ്. 50, 51, 52, 53, 54, 55, 56 എൻ്റെ വീട്ടിലെ ആ വലിയ ദൈവം അപ്പുറത്തെ വഴി കൂടെ വരും. അപ്പോൾ ഈ കൊച്ചു പിശാച് പറയും, അപ്പച്ച 56-ാമത്തെ വീട് അതല്ലയോ, നമുക്ക് അങ്ങോട്ട് ഇല്ല, പാനൊക്കത്തില്ല. എന്താ കാര്യം? അവിടെ താമസിക്കുന്ന മനുഷ്യൻ അപകടകാരിയാണ്. 57-ാമത്തെ വീട്ടിൽ പോകണമെങ്കിൽ അതിലേ കൂടെ ചുറ്റിക്കറങ്ങി പോകും. നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ നീ പിശാചിന് ഒരു അപകടകാരിയാണ്. നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലായിരിക്കാം, നിങ്ങൾ വിരലടയാളം പതിക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ ഞാൻ നിങ്ങളുടെയൊക്കെ പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ദൈവത്തോടു കൂടെ നടക്കുകയാണെങ്കിൽ നിന്നെ പിശാചിന് പേടിയാണ്. ഹല്ലേലൂയ. നിങ്ങൾ ടെലിവിഷനകത്തെങ്കിലും സിംഹത്തെ കണ്ടു കാണും. തിരുവനന്തപുരത്ത് കാഴ്ചബംഗ്ലാവിൽ ഉണ്ടോയെന്നറിയാൻ വയ്യ, അതോ പട്ടിണി കിടന്ന് ചത്തോന്നോ എനിക്കറിയത്തില്ല. പണ്ടുണ്ടായിരുന്നു. വിചാരിച്ചു അവിടെ ഒരു സിംഹമുണ്ട് അല്ലേ, ഒരു വനത്തിലൊരു സിംഹമുണ്ട്. അപ്പോൾ ആ സിംഹം അവിടെ ഒരു പാറയുടെ അപ്പുറത്ത് കിടക്കുക, വാല് മാത്രം ഇങ്ങനെ വെളിയിലോട്ടുണ്ട്.
അന്നേരം ഇതിലേക്കൂടെ ഒരു പട്ടി വരിക. പട്ടി ഇങ്ങനെ വന്നു. അപ്പോൾ ഒരു അണ്ണാനെ കണ്ടു. പോ അണ്ണാനങ്ങ് പോയി. അണ്ണാനങ്ങ് ഓടിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു കുരങ്ങിനെ കണ്ടു. ആ കുരങ്ങും അങ്ങ് ഓടിപ്പോയി. ഇവിടെ ഒരു മന്തിയെ കണ്ടു. അതും അങ്ങ് ഓടിപ്പോയി. ഇവിടെ ഒരു മാനിനെ കണ്ടു. അതും അങ്ങ് ഓടിപ്പോയി. അങ്ങോട്ട് ചെന്നപ്പോഴതാണ്ട് ആ പാറയുടെ അപ്പുറത്തൊരു വാലിങ്ങനെ കിടന്നനങ്ങുന്നു. ഇത് കണ്ടു അത് വിചാരിച്ച് വേറെ ഏതാണ്ട് ഒരു കുരങ്ങോ വല്ലതും ആയിരിക്കും എന്ന് പറഞ്ഞു. സിംഹം ഒന്ന് എഴുന്നേറ്റു. അത് നിൽക്കുന്നിടം നനയും. ആര് നിൽക്കുന്നിടം? പട്ടി. സിംഹമല്ല. നിങ്ങൾ ആരാണ്? സിംഹത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ട്. യഹൂദായുടെ സിംഹത്തിൻ്റെ വിത്ത് നിങ്ങളിലാണ്. അങ്ങനെയാണെങ്കിൽ നിന്നെ കാണുമ്പം പട്ടി നിൽക്കുന്നിടമാണ് നനയുന്നത്. നീ നിൽക്കുന്നിടമല്ല. നിങ്ങൾ സ്ത്രീയാകാം, പുരുഷനാകാം, കൊച്ചനാകാം, പെങ്കൊച്ചാകാം. നിങ്ങൾ ആരാണെങ്കിലും ഈ വിശ്വാസത്തോടെ നടക്കണം. ചെറുക്ക് പിശാചിനെ വലിയ പേടിയോ? ഒരിക്കൽ റാന്നിയിൽ ഞാൻ പ്രസംഗിക്കുകയാണ്. ഒരു 10,000 പേരുണ്ട്. എൻ്റെ കൺവെൻഷനല്ല, വേറെ ഒരാളുടെ കൺവെൻഷനാണ്. 10,000 പേരുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന ഒരു ആദിവാസി സ്ത്രീ മുണ്ടും ബ്ലൗസും മാത്രമേ ഉള്ളതെന്ന് എൻ്റെ പേര് തോർത്ത് കാണും. തലമുടിയൊക്കെ അങ്ങോട്ട് പറത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു. അന്നേരം അവിടെ ഇരിക്കുന്ന കുറച്ച് ആഭരണമിടാത്ത സ്ത്രീകൾ പറയാം, മാറടി ഭൂതമാ. സിംഹം പട്ടിയെ കാണുമ്പോൾ പട്ടിക്കാ പേടി. നീ ആരാണ്? യഹൂദായുടെ സിംഹം നിന്നിലുണ്ട്. ഈ വിശ്വാസത്തോടെ നടക്കാം. ഒരു ബാധയും നിന്റെ കൂടാരത്തിനോട് അടുക്കത്തില്ല. ഇതിലേക്കൂടെ വരണമെങ്കിൽ അത് അപ്പുറത്തൂടെ മാറിപ്പോകും. കാരണം എൻ്റെ വീട്ടിൽ ഞാനല്ല താമസിക്കുന്നത്. എൻ്റെ വീട്ടിൽ കർത്താവ് താമസിക്കുന്നത്, ഞാൻ കൂടെ താമസിക്കുന്നുള്ളതേ ഉള്ളൂ. നിൻ്റെ വീട്ടിൽ നീയല്ല കർത്താവാണെങ്കിൽ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനോട് അടുക്കത്തില്ല. അയ്യോ എളുപ്പം പോകണം, അവസാനം വരെ ചെല്ലണം, മുഴുവൻ അധ്യായം പ്രസംഗിക്കണം. ഹല്ലേലൂയ. അവൻ ചോദിച്ചു, അന്ന് ലോകത്തിൽ എത്ര പേരുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരു 50,000 പേരുണ്ടെന്ന് വിചാരിച്ചോ? ദൈവത്തിന് ആരെ പറ്റിയാണ് ചിന്ത? തൻ്റെ ഭക്തനെ പറ്റിയാണ്. ബാക്കിയുള്ളവരുടെ കാര്യം ചോദിച്ചില്ല. അവിടുത്തെ തോമസ് ഊട്ടിയെ കണ്ടായിരുന്നോ, കളക്ടറെ കണ്ടായിരുന്നോ, പ്രൈം മിനിസ്റ്ററെ കണ്ടായിരുന്നോ, ചീഫ് മിനിസ്റ്റർ, അവരെ പറ്റിയൊന്നുമല്ല. എൻ്റെ ദൈവത്തിൻ്റെ നോട്ടത്തിൽ നീ വലിയവനാണ്, നീ വളരെ പ്രഷ്യസാണ്. എൻ്റെ വേദപുസ്തകം പറയുന്നു, എൻ്റെ ചിത്രം പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ കർത്താവിൻ്റെ കൈകളിലുണ്ട്. അവിടെ കൊത്തി വെച്ചിരിക്കുന്നു എന്നാണ്, വരച്ചു വെച്ചിരിക്കുകയല്ല, കൊത്തി വെച്ചിരിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചിത്രം അവൻ്റെ കയ്യിൽ കൊത്തിവെച്ചിരിക്കുന്നു. നീ വിലപ്പെട്ടവനാണ്, നീ വിലപ്പെട്ടവളാണ്. ഹല്ലേലൂയ. നീ ആശുപത്രിയിലാകാം, ജയിലിലാകാം, നീ എവിടെയായിരുന്നാലും ശരി, നീ വിലപ്പെട്ടവനാണ്. ചോദിച്ചു, എൻ്റെ ദാസനായ ഇയാളെന്തോ പാസ്റ്ററാണോ? എൻ്റെ ദാസൻ എന്ന് പറയാം? അല്ല. പ്രസംഗനാണോ? അല്ല. സൺഡേ സ്കൂൾ ടീച്ചറാണോ? അല്ല. പിന്നെ ആരാണ്? ദൈവഭക്തനാണ്. ദൈവഭക്തൻ ദൈവത്തിൻ്റെ ദാസനാണ്. നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടായിരിക്കാം, പ്രസംഗിക്കുന്നില്ലായിരിക്കാം. നിങ്ങൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ടായിരിക്കാം, പഠിപ്പിക്കുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ദൈവഭക്തനാണെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാണ്. ഹല്ലേലൂയ. എന്നിട്ട് ചോദിച്ചു, അവൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെപ്പോലെ ദൈവം പറഞ്ഞു, ഈ മുമ്പേ പറഞ്ഞ 4 ക്വാളിഫിക്കേഷൻ പറഞ്ഞു. നിങ്ങളെപ്പറ്റി ദൈവം എന്ത് പറയും? ഭാര്യ അടിക്കുന്നവനെന്ന് പറയും. നിങ്ങളെപ്പറ്റി എന്ത് പറയും? കൈക്കൂലി വാങ്ങിക്കുന്നവനെന്ന് പറയുമോ? നിങ്ങളെപ്പറ്റി എന്ത് പറയും? ആരും കാണാത്ത സിഗരറ്റ് വലിക്കുന്നവനെന്ന് പറയുമോ? നിങ്ങളെപ്പറ്റി എന്ത് പറയും? ദൈവം നിങ്ങളെപ്പറ്റി നല്ല അഭിപ്രായം പറയട്ടെ. എൻ്റെ ഭാര്യ എന്നെപ്പറ്റി എന്ത് പറയുന്നു അതല്ല പ്രശ്നം. എൻ്റെ നാട്ടുകാരെന്ത് പറയുന്നു അതല്ല പ്രശ്നം. എൻ്റെ വീട്ടുകാരെന്ത് പറയുന്നു അതല്ല പ്രശ്നം. എൻ്റെ വീട്ടിലൊരു സ്ത്രീ പാത്രം കഴുകാൻ വരും, 45 മിനിറ്റ് നേരത്തേക്ക് വരും, 100 രൂപ ഒരു ദിവസത്തേക്ക്. അവരെന്ത് പറയുന്നു അതല്ല പ്രശ്നം. എൻ്റെ വീട്ടിലപ്പുറത്ത് സുന്ദരിയായ ഒരു കാശ്മീരി ബ്രാഹ്മണ സ്ത്രീയുണ്ട്, അവരെന്ത് പറയുന്നു എന്നല്ല പ്രശ്നം. ദൈവം നിന്നെപ്പറ്റി എന്ത് പറയും? അവർക്ക് എന്നെപ്പറ്റി നല്ല അഭിപ്രായം പറയാൻ കഴിയും. എൻ്റെ വീട്ടിൽ വേലയ്ക്ക് വരുന്നതായിട്ടുള്ള 45 മിനിറ്റ് നേരത്തേക്ക് വരുന്ന സ്ത്രീക്ക് പറയാൻ കഴിയും. എൻ്റെ കൂടെ നടക്കുന്നവർക്ക് പറയുവാൻ കഴിയും. പക്ഷെ ദൈവം എന്ത് പറയുന്നു? അതുകൊണ്ട് ദൈവത്തിൻ്റെ
ഹൃദയത്തിൽ നിന്നെപ്പറ്റി ഒരു തെറ്റഭിപ്രായം ഉണ്ടാകാത്ത വിധത്തിൽ നിന്റെ ജീവിതം സൂക്ഷിക്കണം. ഹല്ലേലൂയ. 9-ാമത്തെ വാക്യം. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയാണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ച് പറയും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ചില വേഗത്തിൽ പോവുകയാണ്. മതലബ് കാ പ്യാർ വാലാ ഹെ. ഒരു കാര്യസാധ്യത്തിന് വേണ്ടി നിന്നെ ക്ഷമിക്കുകയാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾ കാര്യസാധ്യത്തിനാണോ വരുന്നത്? നിങ്ങളുടെ ഭർത്താവ് രോഗിയാണെന്ന് വിചാരിച്ചോ? ഭർത്താവ് സുഖമാകാതെ മരിച്ചു പോയാലോ? എന്തിനാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നത്? കാര്യസാധ്യത്തിനാണോ? വീടില്ല, ആരാണ്ട് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ വീടുണ്ടാവും, ആരാണ്ട് പറഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവും. നിങ്ങൾ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത്? കാര്യസാധ്യത്തിനോ അതോ അവൻ രക്ഷകനായതുകൊണ്ട് സ്നേഹിക്കുകയാണോ? പിശാചാത പറഞ്ഞ് ചുമ്മാന്നല്ല, ഇത്രയും ആടിനെ കൊടുത്തില്ലയോ, ഇത്രയും ഒട്ടകത്തെ കൊടുത്തില്ലയോ? ഹല്ലേലൂയ. ഒരു ദിവസം എൻ്റെ ഒരു ഓഫീസർ, ഞാൻ പട്ടാളത്തിലായിരുന്നു, എൻ്റെ ഒരു ഓഫീസർ ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് എന്നെ കാണാൻ വന്നു. ശർമ്മ, പണ്ട് ബ്രാഹ്മണ കുടുംബത്തിലങ്ങാണ്ട് ജനിച്ചുകൊണ്ട് ശർമ്മ എന്നാ പേര്, നാമധേയ ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു, എന്നെ കണ്ടു. ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്നു. അവിടെ വാടകയ്ക്ക് താമസിക്കുകയാണ്, M56 താമസിക്കുകയാണ്. ഒരു വലിയ മുറിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ടെലിവിഷനുണ്ട്, 2 ഫോണുണ്ട്, 2 ഫാനുണ്ട്. അന്നത്തെ കാലത്തൊന്നും ഉള്ള കാലമല്ല. അദ്ദേഹം നോക്കി, 2 ഫാൻ, വാടക വീടാ, 2 ഫോൺ, നല്ല കസേര, എല്ലാം നോക്കിയിട്ട് പറഞ്ഞു, ചുമ്മാതാന്നോ ജോലി രാജിവെച്ചേ? ഇത്രയൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞെങ്കിൽ പിന്നെ ആരാ ജോലി രാജിവെക്കാത്ത? ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ഇതൊന്നും കണ്ടിട്ടല്ല ജോലി രാജിവെച്ചേ. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടതിനെപ്പറ്റി പറഞ്ഞു, എൻ്റെ ഭാര്യ കീറിയ സാരി ഉടുത്തുകൊണ്ട് നടന്നതിനെപ്പറ്റി പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ ആഹാരമില്ലാതെ ബോധം കെട്ട് വീണതിനെപ്പറ്റി പറഞ്ഞു, എൻ്റെ ഈ വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് ഞാൻ നടന്നതിനെപ്പറ്റി പറഞ്ഞു, എൻ്റെ മകൻ 3 പ്രാവശ്യം ബോധം കെട്ട് വീണതിനെപ്പറ്റി ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ പള്ളിക്കൊടുത്ത്, ഇതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇയ്യോബിനെ പോലെയാണ്. അവൻ എനിക്ക് എല്ലാം തന്നിരിക്കുമ്പോഴും ഞാൻ അവനെ ആരാധിക്കും. ഞാൻ നിൽക്കുന്നതായിട്ടുള്ള കാർപ്പറ്റ്, ഞാൻ നിൽക്കുന്നതായിട്ടുള്ള കാർപ്പറ്റ് പിശാച് എൻ്റെ കാലിനടിയിൽ നിന്ന് വലിച്ചെടുത്താലും ഞാൻ ഈ ദൈവത്തെ സേവിക്കും. നിങ്ങളുടെയും തീരുമാനം ഇതായിരിക്കട്ടെ. എൻ്റെ ഭർത്താവ് സുഖമായാലും ഇല്ലെങ്കിലും, എൻ്റെ മകൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായാലും ഇല്ല എങ്കിലും, എൻ്റെ മകൻ ബിടെക് പാസ്സായാലും ഇല്ല എങ്കിലും, അവനാകിയാൽ, അവൻ എൻ്റെ രക്ഷകനാകിയാൽ, അവൻ എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചവനാകിയാൽ, ഹല്ലേലൂയ, ഞാൻ അവനെ തന്നെ സേവിക്കും. പിശാച് എന്ത് വേണേലും പറയാം, പിശാചിന് അമ്മായിമ്മയ്ക്ക് പറയാം, ബാക്കിയുള്ളവർക്കൊക്കെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം 13-ാമത്തെ വാക്യം. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ, ഞാൻ ഇച്ചിരി വേഗത്തിൽ പറഞ്ഞു പോകാം എങ്കിലേ പ്രസംഗം തീരത്തുള്ളൂ. ഒരു ദിവസം മൂത്ത ചേട്ടൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഇരിക്കുകയാണ്, 10 മക്കളും കൂടി ഇരിക്കുക. ഇയ്യോബ് പോകത്തില്ല, കാരണം ചെറുപ്പക്കാർ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കും, അതിനൊരു പ്രശ്നം ഉണ്ടാകണ്ട, അതുകൊണ്ട് മക്കൾ മാത്രം ഇരിക്കും. അപ്പനും വിളിക്കുമ്പോൾ അവർ വന്നു, അല്ലേ? അപ്പൻ മക്കളെ വിളിച്ചു, വേദപുസ്തകത്തിൽ പറയുന്നു, അവർ വിളിച്ചു വരുത്തും. അവർ വന്നു, നല്ല പിള്ളേരായിരുന്നു. വിളിച്ചപ്പോൾ പറഞ്ഞില്ല, അപ്പച്ചനെ ജോലിയൊന്നുമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കണം എന്ന് പറഞ്ഞില്ല. ചിലപ്പോൾ ഈ നാട്ടിലെ പിള്ളേരായിരിക്കും അവരെല്ലാം, കേട്ടോ. എൻ്റെ നാട്ടിലാണെങ്കിൽ പറഞ്ഞു, വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വന്നു. അവരെല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു ദൂതൻ ഓടി വന്നിട്ട്, ഒരു വേലക്കാരൻ ഓടി വന്നിട്ട് ഇയ്യോബിൻ്റെ ഒക്കെ പറഞ്ഞു, സാറേ എളുപ്പം പറഞ്ഞു പോകാം, അയ്യോ നമ്മുടെ പശുക്കളെല്ലാവരും കൂടി ഇങ്ങനെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കൊള്ളക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി, വേലക്കാരെ എല്ലാവരെയും വാളുകൊണ്ട് കൊന്നുകളഞ്ഞു. അവൻ അവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പേ വേറൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, നമ്മുടെ ഒട്ടകങ്ങളെയും പിടിച്ചുകൊണ്ട് പോയി. അത് അവൻ വെളിയിലോട്ട് ഇറങ്ങുന്ന നേരം തന്നെ വേറൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, അയ്യോ നമ്മുടെ ആകാശത്തുനിന്ന് തീ വീണു. ദൈവത്തിൻ്റെ തീ എന്നാ, അത് പറഞ്ഞവൻ്റെ ദൈവമാണ് കേട്ടോ, നമ്മുടെ ദൈവമല്ല. ദൈവം തീ അയക്കുന്നവനല്ല, അതും ദൈവഭക്തന് വേണ്ടി ഇല്ല. പിശാചിന് അവസരം കൊടുത്തതാണ് ദൈവം. ഒരു ചോദ്യം ചോദിക്കാം. പിശാചിൻ്റെ ഒക്കെ പറഞ്ഞു, നീ പോയാട്ടെ, നീ അവനോട് എന്ത് വേണേലും ചെയ്തോ. ഈ സമ്പത്തിനെയൊക്കെ തൊട്ടാലും ദൈവത്തിനറിയാമായിരുന്നു അവൻ്റെ കാലിബർ, ദൈവത്തിനറിയാമായിരുന്നു അവൻ്റെ ആത്മീയ നിലവാരം, ദൈവത്തിനറിയാമായിരുന്നു അവൻ്റെ സ്വത്തെല്ലാം പോയാലും അവൻ എന്നെ തന്നെ ആരാധിക്കും. അതുകൊണ്ട് അവൻ മറ്റേ ബാല്യക്കാരൻ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വേറൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, കേട്ടോ, ആകാശത്തുനിന്ന് ദൈവത്തിൻ്റെ തീ വീണു, നമ്മുടെ കൃഷിഭൂമി എല്ലാം പോയി. അവൻ
വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വേറൊരുത്തൻ ഓടി വന്നിട്ട് പറഞ്ഞു, ഇതുപോലെ മൂത്ത ചേട്ടൻ്റെ വീട്ടിലെ സദ്യയായിരുന്നു. അവരെല്ലാം കൂടി ഇരിക്കുന്ന വശത്ത് ഒരു ചുഴലിക്കാറ്റ് വന്നു, 4 വശത്തൂടെയും വീടങ്ങ് പൊക്കി, എന്നിട്ട് താഴോട്ടങ്ങ് അടിച്ചു. എല്ലാവരും ചത്തുപോയി. എല്ലാം ഒരു 3-4 മണിക്കൂറിനകത്താണ്. നിങ്ങളായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ? ഞാനായിരുന്നെങ്കിൽ നെഞ്ചത്തടിച്ചു, എന്തൊരു ദൈവം, ഉറങ്ങുവാന്നോ അവിടെ ഇരുന്നു ചോദിച്ചു പോകുമായിരുന്നു. എന്നാൽ വേദപുസ്തകം പറയുന്നത് കേട്ടാട്ടെ. ഹല്ലേലൂയ. 21-ാമത്തെ വാക്യം അവൻ പറഞ്ഞു, 20 മുതൽ, ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊക്കെയും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല. He did not blame God. ദൈവത്തെ ആരോപിച്ചില്ല. അധരം കൊണ്ട് പാപം ചെയ്തില്ല. തലച്ചോറിനകത്ത് വന്ന് കാണും. നമ്മൾ മനുഷ്യരാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അപകടമുണ്ടായി, കാറ് മോഷണം പോയി, ഭർത്താവിൻ്റെ കാലൊടിഞ്ഞു, ജോലി പോയി, ഇതൊക്കെ വരുന്ന സമയത്ത് ചോദിക്കാം ഹൃദയത്തിനകത്ത്, മനസ്സിനകത്ത്. പക്ഷേ നിൻ്റെ അധരത്തിൽ എഴുതിയെടുക്കണം. നിൻ്റെ അധരത്തിൽ നിന്ന് പുറത്തു വരാതിരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പ്രാർത്ഥന തെറ്റിപ്പോയി. നീ തന്നു, നീ എടുത്തു. ദൈവമല്ല എടുത്തത്, പിശാചാണ് എടുത്തത്. ദൈവമല്ല എടുത്തത്. അവിടെ മുമ്പോട്ട് പോകാം. 2-ാമത്തെ വാക്യം, 2-ാമത്തെ അധ്യായം. പിന്നെ ഈ ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. സാത്താനും അവരുടെ കൂട്ടത്തിൽ ചെന്നു. സാത്താൻ ഒരിക്കലും അവൻ്റെ ജോലി നിർത്തത്തില്ല. നിനക്കെന്തെല്ലാം ദോഷം ചെയ്താലും, നിനക്കെന്തെല്ലാം നഷ്ടമുണ്ടാക്കിയാലും, നീ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നരകത്തിന് അവകാശിയാകുന്നത് വരെ ദൈവം നിന്നെ വിടത്തില്ല. അവൻ ചോദിച്ചു, ആ സമയത്ത് ചോദിച്ചു. അവർ പിശാച് എന്നിട്ട് ചോദിച്ചു, ചെന്നോണ്ട് ദൈവം ചോദിച്ചു, നീ പറയുന്നത് കേട്ടാട്ടെ, എൻ്റെ ദാസനായ അവൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചോ? അവനെപ്പോലെ മേടിക്കുന്നു, എൻ്റെ ദൃഷ്ടി വെച്ചോ? അവനെപ്പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും. ഇനി ഇത്രയുമൊക്കെ ദോഷം സംഭവിച്ചിട്ടും അവൻ്റെ ആത്മീക നിലവാരം താണുപോയില്ല. നിനക്കെന്തെല്ലാം ദോഷം വന്നാലും നീയും ഒരു ഇയ്യോബായിരിക്കട്ടെ. നീ ഒരിക്കലും നിൻ്റെ ആത്മീക നിലവാരം താണുപോകാൻ പാടില്ല. ആദ്യം ഇതെല്ലാം ഉണ്ടായിരുന്നപ്പോഴത്തെ അതേ ആത്മിക നിലവാരം അവന് പിന്നീടും ഉണ്ടായിരുന്നു. അവന് ശിക്ഷിക്കുന്നു. അന്നേരം പറഞ്ഞു, അതിനൊരു കാരണമുണ്ട് കേട്ടോ. അവന് നല്ല ആരോഗ്യം കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ്. അവൻ്റെ ശരീരത്തിലൊന്ന് തൊട്ടാട്ടെ. അവൻ്റെ ശരീരത്തെ തൊടാമെങ്കിൽ അവൻ തീർച്ചയായിട്ടും നിന്നെ തള്ളി പറയും. ദൈവം പറഞ്ഞു ശരീരത്തെ തൊട്ടാട്ടെ. നേരത്തെ പറഞ്ഞു അവന് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. നിങ്ങളിത് വിശ്വസിക്കണം. ദൈവം നിങ്ങൾക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. നിൻ്റെ പശുക്കൾക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. നിൻ്റെ മക്കൾക്ക് ചുറ്റും ഒരു വേലി കെട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണ് വേലി കെട്ടിയത്? രക്തത്താൽ അഭിഷേകം ചെയ്തപ്പോൾ. നമ്മളും എങ്ങനെയാണ് വേലി കെട്ടുന്നത്? യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വേലി കെട്ടുമ്പോൾ. നിൻ്റെ ഭർത്താവിന് ചുറ്റും നീ വേലി കെട്ടണം. നിൻ്റെ മൂത്ത മകന് ചുറ്റും നീ വേലി കെട്ടണം. നിൻ്റെ മൂത്ത മകൾക്ക് ചുറ്റും നീ വേലി കെട്ടണം. നിൻ്റെ മരുമകൾക്ക് ചുറ്റും നീ വേലി കെട്ടണം. എൻ്റെ വിഷയം അതല്ല, അതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകാം. ഞാൻ ഇന്നലെ അതിനെപ്പറ്റി പറഞ്ഞു. വേലി കെട്ടണം, നിങ്ങൾ കെട്ടണം. ദൈവം ആദ്യത്തെ വെളിയിലത്തെ വേലിയൊന്ന് മാറ്റിക്കൊടുത്തു. പറഞ്ഞവൻ്റെ ശരീരത്തെ തൊട്ടാട്ട്. ആദ്യം വേലി ചെറുതാക്കി കൊടുത്തു, അവൻ്റെ സ്വത്തിന് തൊടാം. ഇപ്പോൾ പറഞ്ഞവൻ്റെ ശരീരത്തെയും തൊടാം. അവൻ ചെന്ന് കഴിഞ്ഞ് വേദപുസ്തകം പറയുന്നു, അവൻ ചെന്നിട്ട് ഹല്ലേലൂയ പറയുന്നു, ഇയ്യോബിൻ്റെ ഉള്ളങ്കാൽ, സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു. അവൻ്റെ കാര്യം പരിതാപകരമായി. ഒരു ഓട്ട് കഷണം, ഈ പഴയ കാലത്ത് ഈ മൺപാത്രമൊക്കെ കലവും ചട്ടിയൊക്കെ ഉടഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ കഷണം എടുക്കും. അവൻ അവിടെ ഇരുന്നുകൊണ്ട് ചാരത്തിനകത്തിരുന്ന് താഴെ ഇരുന്നുകൊണ്ട് ചാരത്തിനകത്തിരിക്കുക. അവന് വയറ്റിളക്കം പിടിച്ചുണ്ടോ? അവൻ്റെ കണ്ടീഷൻ വളരെ മോശമാണ്. അവന് വയറ്റിളക്കമുണ്ട്. വേദപുസ്തകത്തുണ്ട് കേട്ടോ, അവന് വയറ്റിളക്കമുണ്ട്. അവൻ്റെ തുണിയെല്ലാം വയറ്റിളക്കം മലം കൊണ്ട് നിറഞ്ഞിരിക്കുക. വേലക്കാരും അടുത്ത് വരുന്നില്ല. അവൻ്റെ ഭാര്യ പോലും അടുത്ത് വരത്തില്ല. അവൻ്റെ ശ്വാസം അവർക്ക് സഹിക്കാൻ വയ്യായിരുന്നു. ശുദ്ധ മലയാളത്തിൽ പറയട്ടെ, ഒരു ഉമ്മ തരാം മാറുന്നു. അവൻ ഏകനായിരുന്നു. ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിനകത്തും നീ ഏകനാകും. ആശുപത്രിയിൽ,
ജയിലിൽ എവിടെയെങ്കിലുമൊക്കെ ഏകനാകാം. അവൻ്റെ നില പരിതാപകാരാണ്. ഒരു ഓട്ട് കഷ്ണം എടുത്ത് ദേഹം മുഴുവൻ, ഉള്ളംകാലം മുഴുവൻ കുഷ്ഠരോഗം പോലെ വന്നിരിക്കുക, ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴവൻ്റെ ഭാര്യ പറഞ്ഞത് കേട്ടാട്ടെ, അവിടെ എഴുതിയിരിക്കുകയാണ്. ഭാര്യ അവനോട്, നീ ഇനിയും നിൻ്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നു, ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. എന്താ കാര്യം? അയ്യോ, അവൾ സഹിക്കാൻ വയ്യാതെയായി. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ, ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ്, ചിലപ്പോൾ നിങ്ങളുടെ മരുമകൾ ആരെങ്കിലും അവരുടെ വിശ്വാസം അവർക്ക് സഹിക്കാൻ വയ്യാതാകുമ്പോൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിക്കാൻ പറയരുത്. അയ്യോ, ഞാൻ എന്തിനാ അവളെ കെട്ടി അറിയാൻ വയ്യ, നേരത്തെ ഒരു കല്യാണാലോചന വന്നു, അയ്യോ അവളെ കെട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞില്ല. അവൻ എന്തു പറഞ്ഞു? ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു, നാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നന്മകൾ. അവന് മനസ്സിലായി. അവൾക്ക് വഹിക്കാനൊക്കുന്നതിന് അപ്പുറത്ത് വന്നപ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് വേറെ ഭാര്യയെ അന്വേഷിക്കരുത്, വേറെ ഭർത്താവിനെ അന്വേഷിക്കരുത്, അവരെ ശപിക്കരുത്. അവരുടെ മനസ്ഥിതിയുടെ മനസ്സിലാക്കുവാൻ കഴിയണം. യോബിനത് മനസ്സിലായി. ഹല്ലേലൂയ. അവനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ 4 സ്നേഹിതർ അവനെ കാണാൻ വന്നു. അവൻ ദൂരെ നിന്നും നോക്കിയിട്ട് അവനെ കണ്ടിട്ട് മനസ്സിലായില്ല. അത്രയ്ക്ക് വിരൂപമായി, എല്ലും കോലുമായി ഇങ്ങനെ ഇരിക്കുക. ഓട്ട് കഷ്ണം എടുത്ത് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, ചാരത്തിനകത്തിരിക്കുക. കാരണം പട്ടിയുടെ ശരീരം പുഴുക്കുമ്പം ചാരത്തിനകത്തിരിക്കും. അപ്പം മരുന്ന് വാങ്ങിക്കാൻ പൈസ ഇല്ല, വീട്ടിൽ ആഹാരമില്ല, ഇരിക്കുകയാണ്. ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകാം, എന്തുകൊണ്ട് ഈ നീതിമാനായ ഇയ്യോബിന് ഇത്ര വലിയ പരീക്ഷണം ഉണ്ടായി? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നില എന്താകും? ദിനകരൻ അങ്കിൾ, അദ്ദേഹം ആക്സിഡൻ്റായി കഴിഞ്ഞപ്പോൾ 2-3 തമിഴർ ആത്മഹത്യ ചെയ്തു. എന്താ കാര്യം? അയ്യോ, ഇത്രയും വലിയ മനുഷ്യൻ ഇങ്ങനെ വരാമെങ്കിൽ പിന്നെ എൻ്റെ കാര്യം എന്താകും? നമുക്കും ചോദ്യം വരാം. നീതിമാനായ ഇയ്യോബിന് ഇങ്ങനെ സംഭവിക്കാമെങ്കിൽ എന്തുവരും? അവൻ്റെ സ്നേഹിതന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. ഇന്നും നമ്മൾ അതുപോലെ ഒരു സ്നേഹിതനായിത്തീരണം, ഒരു സ്നേഹിതയായിത്തീരണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ ഒരാൾ മരിച്ചു, നിങ്ങളുടെ സ്നേഹിതനാണോ? അയാളുടെ വീട്ടിൽ പോയി കുറച്ചു നേരം ആശ്വസിപ്പിക്കാൻ അവിടെ ഇരിക്കാനൊക്കെ? ആ സ്ത്രീ ഒറ്റയ്ക്കേ ഉള്ളൂ. വേറൊരു സ്ത്രീ പറഞ്ഞു, ഞാനിവിടെ വരുക, നിൻ്റെ വീട്ടിൽ 2 ദിവസം താമസിക്കാൻ പോവാം, ഞാൻ നിൻ്റെ കൂടെ അവിടെ ഉറങ്ങാൻ പോവാണ്. അവൾക്കൊരു ആശ്വാസം. ആരെങ്കിലും രോഗിയായിട്ടിരിക്കുകയാണ്, എനിക്കറിയാം, പോയിട്ടില്ല, ഒരു ദൈവദാസൻ്റെ മോക്കൊരു അബദ്ധം പറ്റി, ഭയങ്കര അബദ്ധം, അവിടെ കുഴപ്പമല്ല, എനിക്കറിയാമെന്ന്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ ചോദിച്ചു, ആശ്വസിപ്പിക്കാൻ ആരെങ്കിലും വന്നാൽ? ആരാണ്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു പോയി. പക്ഷേ എൻ്റെ വേദനയുടെ രാത്രിയിൽ, വേദന വരുന്നത് എപ്പോഴാണ്? രാത്രി 8 മണിയാകുമ്പോഴാണ്, കഥകളെല്ലാം അടിച്ചു കഴിയുമ്പോഴാണ് വേദന വരുന്നത്. അതുകൊണ്ട് സഹോദരി കേട്ടാട്ടെ, വേറൊരു സഹോദരി ഒറ്റയ്ക്ക് ദുഃഖത്തിലാണെങ്കിൽ അവരുടെ അടുക്കൽ പോയിരിക്കുന്ന ഒരു സ്നേഹിതയായിത്തീരണം, അവൻ്റെ അടുക്കൽ പോയി തിരിക്കുന്ന ഒരു സ്നേഹിതനായിത്തീരണം. അവർ 4 പേരും കൂടെ അവിടെ ചെന്നു. എന്തുകൊണ്ട് ഈ നീതിമാനായ ഇയ്യോബിന് ഇങ്ങനെ സംഭവിച്ചു? ഇയ്യോബ് മറുപടി പറയുകയാണ്. 3-ാം അധ്യായം, അറിയാൻ വയ്യാത്തവർ എഴുതിയെടുക്കണം, ബൈബിളിനകത്ത് നോട്ട് ചെയ്യണം. എന്തുകൊണ്ട് നീതിമാനായ ഇയ്യോബിന് ഈ കഷ്ടതയുണ്ടായി? ഇയ്യോബ് തന്നെ അതിന് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു, ഞാൻ സ്വസ്ഥനായില്ല, വിശ്രമിച്ചില്ല, ആശ്വസിച്ചതുമില്ല. എന്തുകൊണ്ടാണ് അവനിങ്ങനെ വന്നത്? അവൻ പറയുകയാണ്, ഹല്ലേലൂയ, ഈ കാണാൻ വന്ന സഹോദരന്മാരുടെയൊക്കെ പറയുകയാണ്, ഞാൻ പേടിച്ചത് തന്നെ, ഇംഗ്ലീഷിനകത്ത് ഒത്തിരി പേടിച്ചതെന്നാണ്, ഞാൻ ഒത്തിരി പേടിച്ചത് തന്നെ എനിക്ക് സംഭവിച്ചു. എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ ഒരു 1500 ചാക്ക് ഗോതമ്പ് കൊയ്ത് കൊണ്ടുവന്നു. അവനവിടെ നിന്നു വിളിച്ച് ചോദിച്ചു, അന്ത്രയോസ്, എത്ര ചാക്ക് ഗോതമ്പുണ്ട്? സാറേ, ഈ വർഷത്തിൽ ഒത്തിരി കിട്ടി കേട്ടോ, കഴിഞ്ഞ വർഷം കിട്ടിയത് 1300 ചാക്കായിരുന്നു, ഇപ്പോൾ കിട്ടിയത് 1500 ചാക്ക. ദൈവത്തിന് സ്തോത്രം. പിന്നൊരു പേടി, അയ്യോ അടുത്ത പ്രാവശ്യം വിളവെല്ലാം ഉണ്ടാകുമ്പോൾ ആകാശത്തുനിന്ന് തീ വീണാലോ? ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. എത്ര പശുക്കളുണ്ട്? രാവിലെ കൊണ്ടുപോകും, വൈകിട്ട് കൊണ്ടുവരും. വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, കോല് വീണ മൃഗം എന്ന് പറഞ്ഞാൽ പശുവിനെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ, കാളകളെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ, ഒട്ടകത്തെ ഇറക്കിക്കൊണ്ട് പോകുമ്പോൾ
കമ്പ് വെച്ചിട്ട് ഇടയൻ എണ്ണം 1 2 3 4 5 6 അത് ആ കോല് വീണെന്ന് പറയും. 15 750 ശരി കോയാട്ടെ 5000. അതിൽ ഓരോന്നിനും തിരിച്ചു വരുമ്പോഴും എണ്ണിയാക്കരുത്. 1 2 3 4 5 6 7 8 9 3500 കയറിയാട്ടെ. അവൻ അവിടെ നിന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, ഇവിടെ അതുകൊണ്ട് ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം എൻ്റെ 5000 കാള കഴിഞ്ഞ് തിരിച്ചു വന്നു, ഇതെല്ലാം കൂടെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയാലോ. ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. ആടുകളെപ്പറ്റി ഭയപ്പെട്ടത്, ഒട്ടകത്തെപ്പറ്റി ഭയപ്പെട്ടത്, മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ഭയപ്പെട്ടത്. അതുകൊണ്ട് ഭയം വരുമ്പോൾ ഭയപ്പെടരുത്. ഭയം വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. അവനാണ് എൻ്റെ കോട്ട. അവൻ്റെ രക്തത്തിൽ ഞാൻ എൻ്റെ ഒട്ടകങ്ങളെ ചെയ്യാണ്, എൻ്റെ വാഹനത്തെ ഞാൻ കവർ ചെയ്തിരിക്കുകയാണ്. എനിക്കുള്ളതിനെ എല്ലാം ദൈവത്തിൻ്റെ രക്തത്തെ, യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഞാൻ പൊതിഞ്ഞിരിക്കുകയാണ്. അവൻ പറയും ഞാൻ പേടിച്ചത് തന്നെ. അവൻ്റെ 10 മക്കളും കൂടെ നിന്നുകൊണ്ട് രാവിലെ ബാഡ്മിൻ്റൺ കളിക്കുവാന്ന് വിചാരിച്ചു. ബാഡ്മിൻ്റൺ ഉണ്ട്, ടെന്നീസ് ഉണ്ട്, കളിക്കുകയാണ്. അവരിങ്ങോട്ട് കളിക്കുകയാണ്, കളിക്കുക. നിക്കറുമൊക്കെ ഇട്ട്, പെമ്പിള്ളാരും നിക്കറുമൊക്കെ ഇട്ട് അങ്ങ് വിചാരിച്ചു. അവൻ ഈ കെട്ടിടത്തിൻ്റെ 2 നില കെട്ടിടമാണ്. മേളത്തെ നിലയിൽ വിശ്രമമുറിയുണ്ട്. അതിൻ്റെ മേളിൽ നിൽക്കുക. അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ 10 പിള്ളേരും കൂടെ കളിക്കുന്നു. ദൈവമേ, ഒരെണ്ണം പോലും മുടന്തനായില്ല, ഒരെണ്ണത്തിന് പോലും പൊട്ടക്കണ്ണനായില്ല, ഒരെണ്ണത്തിന് പോലും ചെവി കേൾക്കാത്തവരായിട്ടില്ല. നീ 10 മക്കൾ, ഈ 10 മക്കളും കൂടെ ഒന്നിച്ചങ്ങ് ചത്തുപോയാൽ ഞാൻ എന്തോ ചെയ്യും? ഞാൻ ഭയപ്പെട്ടത് എനിക്ക് സംഭവിച്ചു. അവൻ രാവിലെ കുളിക്കുകയാണ്. വില കൂടിയൊരു സോപ്പുണ്ട്, ഒരു വെളുത്ത സോപ്പ്, എന്തോ അതിന് പറയുന്നത്, ഡവ് സോപ്പ്. ഞാൻ ഇന്ന് വരെ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കത്തുമില്ല. ഞാൻ സരള ജീവിതം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ്. ആരുടെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവർ തന്നാൽ കുളിക്കും. അതുകൊണ്ട് ഇയാൾ രാവിലെ ചൂടുവെള്ളത്തിനകത്ത്, ചെറിയ ചൂടുവെള്ളത്തിനകത്ത് കുളിക്കുക, ഡവ് സോപ്പൊക്കെ ഇട്ട്. ദൈവമേ, പലരുടെയും ശരീരമൊക്കെ കറുത്തതായിരിക്കുമ്പം എനിക്ക് നല്ല വെളുത്ത ശരീരം തന്നിരിക്കുന്നു. എന്ത് സുന്ദരമായിരിക്കും. കുഷ്ഠരോഗം വന്നാൽ ഞാൻ എന്തെടുക്കും? ഞാൻ ഭയപ്പെട്ടത് സംഭവിച്ചു. വിശ്വാസത്തിന് ശക്തി ഉള്ളതുപോലെ തന്നെ ഭയത്തിനും വിശ്വാസമുണ്ട്. അവൻ്റെ മക്കളെപ്പറ്റി ഭയപ്പെട്ടതുപോലെ 10 പേര് ഒന്നിച്ച് മരിച്ചുപോയി. അവൻ ഭയപ്പെട്ടതുപോലെ അവൻ്റെ ശരീരത്തിനകത്ത് മുഴുവൻ. അവന് വേലക്കാരുള്ളപ്പോൾ ഈ വേലക്കാർക്ക് കൊടുക്കാൻ ശമ്പളമില്ലാതെ വരുമ്പോൾ എല്ലാവരും വീട്ടിൽ പോയാലും അവൻ എന്ത് ഭയപ്പെട്ടോ. നിങ്ങൾക്കും ഭയപ്പെടും. നാളത്തെപ്പറ്റി ഭയം വരും, വീട്ടിൽ ആഹാരത്തെപ്പറ്റി ഭയം വരും, മോളെ എങ്ങനെ കെട്ടിക്കുന്നെന്നുള്ള ഭയം വരും. എനിക്കൊരു കാറുണ്ട്, എൻ്റെ 2 കാറുണ്ട്, ഒരെണ്ണം വിൽക്കേണ്ടി ഭയം വരും. ആ സമയത്ത് എന്ത് വേണം? ദൈവത്തിൻ്റെ വചനം ഓർത്ത് ധൈര്യപ്പെടണം. നിങ്ങൾ എന്ത് ഭയപ്പെടുന്നുവോ അത് നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അവൻ ഭയപ്പെട്ടു. അവന് വയറ്റിളക്കം പിടിച്ചു. അവൻ്റെ തുണിയിലെല്ലാം മലവിസർജനമാണ്. വേദപുസ്തകത്തിനകത്തുണ്ട് കേട്ടോ, എടുത്ത് പറയാൻ സമയമില്ല, വായിക്കണം. തോർത്തൊക്കെ നാറും, ആരും അടുക്കൽ വരുന്നില്ല. വേലക്കാരുടെ കുറച്ച് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇച്ചിരി വെള്ളം താടാ, അവൻ വരുന്നില്ല. അവൻ്റെ നില ദയനീയമായി. ആ സമയത്ത് അവൻ എന്തു ചെയ്തു? 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവൻ വിശ്വാസം സംസാരിച്ചു. കേട്ടാട്ടെ, എനിക്കും നിനക്കും നഷ്ടം വന്നു കഴിയുമ്പോൾ നാം എന്തു ചെയ്യണം? നാം വിശ്വാസം സംസാരിക്കണം. 13-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. അവൻ വിശ്വാസം സംസാരിച്ചു. ഇത്രയല്ല വന്നുള്ളൂ. വയറ്റിളക്കം പിടിച്ചു, കക്കൂസിയരെ പാൻ നിവൃത്തിയില്ല, വെള്ളം കൊണ്ടുതരാൻ ആളില്ല. അന്നേരവും പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. നിനക്ക് പ്രയാസം വരുമ്പോൾ, വേദന വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം? വിശ്വാസം സംസാരിക്കുക. സ്പീക്ക് ഫെയ്ത്ത്. വിശ്വാസം സംസാരിക്കുക. കേൾക്കുന്നവർ വിചാരിക്കും കിറുക്കാന്ന്. കിറുക്കല്ലെന്ന് ആര് പറഞ്ഞു? ഒരു യഥാർത്ഥ വിശ്വാസിക്ക് വാസ്തവത്തിൽ ആത്മിക കിറുക്കാണ്. ഹല്ലേലൂയ. ആത്മിക കിറുക്കുള്ളവൻ ആത്മികമായിട്ട് സംസാരിക്കുന്നു. അവൻ സംസാരിച്ചു എന്നാൽ, അവൻ എന്നെ കൊന്നാലും ഞാൻ കാത്തിരിക്കും, ഞാൻ അവൻ്റെ കൽപ്പനയിൽ തന്നെ നടക്കും. ഈ ആരോഗ്യത്തിന് വേണ്ടിയല്ല ഞാൻ നടന്നത്, ആടുമാടുകൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിച്ചത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയല്ല ഞാൻ ജീവിച്ചത്. എൻ്റെ ഭാര്യ എൻ്റെ അടുക്കൽ വരാൻ വിസമ്മതിക്കുന്നു, എന്നാലും ഞാൻ അവന് തന്നെ കാത്തിരിക്കും. ഒരിക്കൽ എനിക്ക് ടോൺസിൽസ് എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്, അല്ലേ? ഈ തൊണ്ടയ്ക്ക് വരുന്നൊരു അസുഖമാണ്. എൻ്റെ കൊച്ചുനാളിൽ തൊട്ടേ ഉള്ളതാണ്. ഞാൻ ടോൺസിൽ അങ്ങ് പഴുത്തു അങ്ങ് വല്ലാതെ പഴുത്തങ്ങ് വല്ലാതായി. അപ്പം ഞാൻ കട്ടിലയിലിരിക്കുകയാണ്.
അന്നത്തെ കാലത്ത് ഞാൻ മരുന്നെടുക്കത്തില്ലായിരുന്നു. കുറച്ചാൾ ഞാൻ മരുന്നെടുക്കാതെ ഇരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി മരുന്നെടുക്കുന്നതിന് ദൈവം വിരോധമല്ല. പിന്നെ ഞാൻ മരുന്നെടുക്കാൻ തുടങ്ങി. അന്ന് ഞാൻ മരുന്നെടുത്ത് അവിടെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ മക്കളും വിഷമിച്ചു. എന്താണ്, ഞാൻ തുപ്പുന്നതൊക്കെ പഴുപ്പാണ്. അവിടെ ഇരിക്കുന്ന സമയത്ത് എന്നെ കാണാൻ ഒരു മനുഷ്യൻ വന്നു, ഒരു പഞ്ചാബി ബ്രദർ വന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കമ്പിയുണ്ട്. ഞാൻ ചോദിച്ചു, ഈ കമ്പി എന്തിനാ? അയാൾ പറഞ്ഞു, ഇതെൻ്റെ സാജ്, എൻ്റെ സംഗീത ഉപകരണമാണ്. ഞാൻ വെച്ചു, അതെങ്ങനെ? ഞാൻ കണ്ടിട്ടില്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല, അന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അയാൾ പറഞ്ഞു, അയാൾ പാകിസ്ഥാനിൽ നിന്ന് പണ്ട് ഇവിടെ വന്ന് താമസിക്കുന്ന മനുഷ്യനാണ്. ഉരുക്കിൻ്റെ ഒരു കമ്പിയാണ്. അദ്ദേഹത്തിൻ്റെ ബെൽറ്റിലോട്ട് അത് തൂക്കിയിട്ടു. എന്നിട്ട് അതിനകത്തൊരു കമ്പി വെച്ച് കൊട്ടാൻ തുടങ്ങി. വീണ പാടുന്നതിനേക്കാൾ സുന്ദരമായിട്ട് പാടും. അയാൾ പാട്ട് പാടി, ഒരു ക്രിസ്തീയ പാട്ട്. ഞാൻ സുഖമായി. നീ ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ടുകാരനെ, ഏതെങ്കിലും ഒരു പ്രസംഗകനെ, ഏതെങ്കിലും ഒരു മാസിക, ഏതെങ്കിലും ഒരു ട്രാക്ട്, ദൈവം ഏതെങ്കിലും വിധത്തിലൊരു സന്ദേശം നിൻ്റെ അടുക്കലെത്തിക്കും. നിനക്ക് സൗഖ്യമാകും, നിൻ്റെ പ്രശ്നം മാറും. അവൻ വിശ്വാസം സംസാരിച്ചു. 14-ാമത്തെ അധ്യായം, ഹല്ലേലൂയ, 14:7. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും. യോബ് പറയുന്നതാണ്. അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ കളിയാക്കുകയാണ്. നീ നീതിമാനല്ല, നീ ഏതാണ്ട് വൃത്തികേട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്ന സമയത്ത് അവൻ പറയുകയാണ്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളങ്കൊമ്പുകൾ വിടാതിരിക്കുകയില്ല, അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും എന്ന് പറഞ്ഞാൽ എൻ്റെ നില ഇതുപോലെയാണ്. ഒരു വൃക്ഷമായിരുന്നു, പക്ഷേ ഞാൻ നശിച്ചുപോയി, എന്നെ വെട്ടിക്കളഞ്ഞിരിക്കുന്നു. എന്നാൽ ഒരു ദിവസം ദൈവം തൻ്റെ വെള്ളത്തിൻ്റെ ഗന്ധം വരുമ്പോൾ, വെള്ളത്തിൻ്റെ മണം വരുമ്പോൾ ആ കുറ്റി പിന്നെയും പൊട്ടിക്കിളിർക്കും, ഒരു തൈ പോലെ അത് തളിർവിടും. മരം കുറ്റിമരമായി, അത് കാശിന് കൊള്ളാത്തതായി, അതിന് ഒരു കാലത്തും നന്മയുണ്ടാകത്തില്ല എന്ന് വിചാരിച്ചപ്പോൾ വെള്ളത്തിൻ്റെ ഗന്ധം വരുന്ന സമയത്ത്, എന്താണ് വെള്ളം? പരിശുദ്ധാത്മാവ് തീ പരിശുദ്ധാത്മാവാണ്, എണ്ണ പരിശുദ്ധാത്മാവാണ്, ജലം പരിശുദ്ധാത്മാവാണ്. അതിൻ്റെ ഗന്ധം വരുന്ന സമയത്ത് ഞാൻ നിങ്ങളുടെ ആദ്യത്തെ ദിവസം പറഞ്ഞു, നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അന്യഭാഷയുടെ കൃപാവരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുമ്പോഴൊക്കെ അന്യഭാഷയിൽ സംസാരിക്കണം. ഞാൻ വണ്ടിക്കകത്തിരിക്കുന്ന സമയത്ത് അന്യഭാഷയിൽ സംസാരിക്കും, വിമാനത്തിനകത്തിരിക്കുമ്പോൾ അന്യഭാഷയിൽ സംസാരിക്കും. അടുത്തിരിക്കുന്നവർ എന്ത് ചിന്തിക്കുന്നു എനിക്കൊരു പ്രശ്നമേ അല്ല. ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ അന്യഭാഷ പറഞ്ഞാൽ പോലെ ബാതാക്കില്ല ഇഷത്തൊക്കെ മോറുക്കുത്തൊക്കെ ബാലാക്കി എത്തിപ്പിച്ച് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് നിങ്ങളും അന്യഭാഷയിൽ സംസാരിക്കണം. കഴിയുമ്പോഴൊക്കെ ആ കൃപാവരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ യാക്കോബക്കാരായിരിക്കാം, മർത്തോമക്കാരായിരിക്കാം, കത്തോലിക്ക ായിരിക്കാം, നിങ്ങൾ ആരായിരുന്നാലും രക്ഷിക്കപ്പെട്ട സകലർക്കും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുവാനുള്ള അവകാശമുണ്ട്. നീ പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവം നിനക്ക് പരിശുദ്ധാത്മ സ്നാനം തരും. പണ്ട് പെന്തിക്കോസ്തുകാർ വിചാരിച്ചിരുന്നത് അവരുടെയൊക്കെ ചെന്നെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മ സ്നാനം കിട്ടത്തുള്ളൂ. ദൈവം പെന്തിക്കോസ്തുകാരോട് അനുവാദം ചോദിക്കാതെ കത്തോലിക്കർക്ക് പരിശുദ്ധാത്മ സ്നാനം കൊടുത്തു, മുരിങ്ങൂരിൽ പരിശുദ്ധാത്മ സ്നാനം കൊടുത്തു, പോട്ടയിൽ പരിശുദ്ധാത്മ സ്നാനം കൊടുത്തു. ഹല്ലേലൂയ. നിങ്ങൾ ഏത് സഭയിലുള്ളവരാണെങ്കിലും ശരി, നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ചതാണെങ്കിൽ, അന്യഭാഷ പറഞ്ഞ് നടക്കാമെങ്കിൽ, ഹല്ലേലൂയ, അതിൻ്റെ ഗന്ധം കൊണ്ട് നീ ഒരു തൈ പോലെ, തൈ എന്ന് പറഞ്ഞാൽ കൊച്ചു തൈ എന്നല്ല കേട്ടോ, ഒരു തൈമരം പോലെ, ശക്തിയുള്ളൊരു തൈമരം പോലെ നീ പൊട്ടിക്കിളിർക്കും. 5 മക്കളാണ് എനിക്ക്. 5 മക്കളും 5 സ്ഥലത്ത് 5 മരങ്ങളായിട്ട് നിൽക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ പൈസ ഇല്ലാതിരുന്ന കാലത്താണ്. എൻ്റെ മൂത്ത മോൻ സ്കൂളിൽ പോയപ്പോൾ 3 മാസം ഫീസ് കൊടുത്തില്ല. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. 3 മാസം ഫീസ് കൊടുക്കാതെ ഇരുന്നപ്പോൾ അവൻ്റെ ചോറ്റുപാത്രം പിടിച്ചു വെച്ചു പ്രിൻസിപ്പൽ, ക്രിസ്ത്യൻ സ്കൂളിൻ്റെ. ഇന്നവൻ 5 or 6 ഡിഗ്രി ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഗന്ധം വരുമ്പോൾ നീ ഏറ്റവും ലാസ്റ്റിലാണെങ്കിലും നിന്നെ ഒരു തൈ പോലെ പൊട്ടിക്കിളിർക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് സഹായിക്കും. എൻ്റെ മകൾ, 2ാമത്തെ മകൾ, എൻ്റെ പുസ്തകത്തിനകത്ത് അവിടെ കഥ പറഞ്ഞിട്ടുണ്ട്. അവൾ മന്ദബുദ്ധിയായിട്ടാണ് ജനിച്ചത്. അവളെ സ്കൂളിൽ കൊണ്ടുചെന്നപ്പോൾ കത്തോലിക്കയുടെ സ്കൂൾ ചേർക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു. എൻ്റെയൊക്കെ പറഞ്ഞു സ്പെഷ്യൽ സ്കൂളിൽ വയ്ക്കണമെന്ന്. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്തവർ, ഭ്രാന്തന്മാർ, കുറുക്കന്മാർ അവിടെ. ഞാൻ വീട്ടിൽ കൊണ്ടുചെന്നു.
എൻ്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ കൂടുതൽ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ അറിയാം. ലില്ലി വേദപുസ്തകത്തെ വാക്യങ്ങൾ തുരുതുര പറഞ്ഞു. എനിക്കറിയാവുന്നത് ഞാനും പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. എങ്ങനെയായാലും ശരി സ്കൂളിൽ അവനൊക്കെ അഡ്മിഷൻ കിട്ടി. ആദ്യത്തെ വർഷത്തിലെ പരീക്ഷയിൽ, ആദ്യത്തെ ടേം പരീക്ഷയിൽ അവൾക്ക് റിപ്പോർട്ട് കാർഡുമായിട്ട് വന്നു. 50 വിദ്യാർത്ഥികളിൽ 50ാമത്തെ വിദ്യാർത്ഥി. ഹിന്ദി 0, ഇംഗ്ലീഷ് 0, വൃത്തി 0, 50-ൽ 50. ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചു. ആ വർഷത്തിൻ്റെ അവസാനത്തിൽ അവിടെ റിപ്പോർട്ട് കാർഡ് കിട്ടി. ഞാനത് വായിച്ചിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. എൻ്റെ കൂടെ ഒരു പഞ്ചാബി ബ്രദർ ഇരിപ്പുണ്ടായിരുന്നു, ജഗീർ മസി. അദ്ദേഹം എൻ്റെ ചോദിച്ചു, എന്താ മോക്ക് ഫസ്റ്റ് കിട്ടിയോ? ഞാൻ പറഞ്ഞല്ല, 49ാമതായിട്ട് ജയിച്ചു. അതിനാന്ന് ഇത്രയും തുള്ളിച്ചാടുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. അവളുടെ നമ്പർ 50ആയിരുന്നു. എൻ്റെ സ്വർഗസ്ഥനായ ദൈവം അവളെ ഒരു നമ്പറിലൂടെ മേളിലോട്ടാക്കി. ഇതൊരാരംഭമാണ്. അടുത്ത വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ അവളുടെ നമ്പർ 47ആയി. 2 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ 43ആയി. 12ാം ക്ലാസ്സിലായി കഴിഞ്ഞപ്പോൾ അവളുടെ അധ്യാപകൻ മിസ്റ്റർ മാൻചന്ദ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾ ഒരു കാലത്തും 12ാം ക്ലാസ് പാസ്സാകത്തില്ല. നിങ്ങളൊരു പോഷത്വം കാണിച്ചു. ഈ ബുദ്ധിയില്ലാത്ത കൊച്ചിനെ നിങ്ങൾ സയൻസ് ഗ്രൂപ്പിനകത്ത് CBSE സ്കൂളിൽ വിട്ടിരിക്കുക. അവൾ ഒരു കാലത്തും പാസ്സാകത്തില്ല. ഞാൻ അധ്യാപകൻ്റെകളൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ തന്നെ ഇങ്ങനെ കാല് കുലുക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ സ്വയം പറഞ്ഞു, യു ഡോണ്ട് നോ മൈ ഗോഡ്. നിങ്ങൾക്ക് എൻ്റെ ദൈവത്തെ അറിഞ്ഞുകൂടാ. 50ാമത്തെ പൊസിഷനിൽ നിന്ന് 49ാമത്തെ പൊസിഷനിൽ കൊണ്ടുവന്ന ദൈവത്തിന് അവളെ പാസ്സാക്കുവാൻ കഴിയും. അവൾക്കും ഭയമായി. അവൾ അവിടെ മമ്മിയുടെയൊക്കെ പറഞ്ഞു, മമ്മി എനിക്ക് പേടിയാവുന്നു, പരീക്ഷ എഴുതാൻ എനിക്ക് ധൈര്യമില്ല. ലില്ലി എൻ്റെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, അവൾ ഈ വർഷം എഴുതണ്ട, അടുത്ത വർഷം എഴുതാം. അടുത്ത വർഷം ഏറ്റവും നല്ല മാർക്ക് വാങ്ങിച്ച് ജയിക്കുന്ന വിദ്യാർത്ഥിനികളിൽ ഒരു കൊച്ചായിട്ട് അവൾ ജയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജാണ് ബാംഗ്ലൂരിലെ മൗണ്ട് കാർമൽ കോളേജ്. അവിടെ പോയിട്ട് 3 വിഷയം ഐച്ഛികമായിട്ട്, 3 വിഷയം മെയിനായിട്ട്. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പ്രയാസമുള്ള വിഷയമാണ്, സൈക്കോളജി പ്രയാസമുള്ള വിഷയമാണ്, ജേർണലിസം വിഷയം പ്രയാസമുള്ള. ഇത് 3 അവൾ മെയിനകത്ത് എടുത്തിട്ട് ഉയർന്ന മാർക്ക് വാങ്ങിച്ച് ജയിച്ചു. ഇന്ന് അവളുടെ പേര് ഡോക്ടർ ആനി വർഗീസ്, PhD, ഡയറക്ടർ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, ബെയ്ലർ യൂണിവേഴ്സിറ്റി. അവിടെ കീഴിൽ 10-25 മദാമ്മമാരും സായിപ്പന്മാരും ജോലി ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? വെള്ളത്തിൻ്റെ ഗന്ധം വന്നപ്പോൾ. എൻ്റെ ദൈവം, നിങ്ങളും വിശ്വാസത്തിനകത്ത് നടക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 16-ാം അധ്യായത്തിൻ്റെ 19ാമത്തെ വാക്യം. ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു. അവനൊരു വിശ്വാസം. എൻ്റെ ജാമ്യക്കാരൻ, എൻ്റെ രക്ഷകൻ, എൻ്റെ യേശു, അവൻ സ്വർഗത്തിലുണ്ട്. അന്ന് യേശു ഭൂമിയിൽ വന്നിട്ടില്ല, ദൈവപുത്രനായിട്ട് സ്വർഗത്തിലുണ്ട്. അവനെപ്പറ്റിയാണ് പറയുന്നത്, എൻ്റെ ജാമ്യക്കാരൻ. നിൻ്റെ ദൈവം ആരാണ്? അവൻ എൻ്റെ സാക്ഷി സ്വർഗത്തിലാണ്. നിൻ്റെ സാക്ഷി സ്വർഗത്തിലായിരിക്കണം. നിൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലുണ്ടെന്നൊരു വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. ഡൽഹിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഡൽഹിയിലാണ് ഇപ്പോഴും താമസിക്കുന്നത്. ആരും വന്നിട്ടില്ല, നിങ്ങളാരും ഡൽഹി വന്നിട്ടില്ല. എൻ്റെ പുറകിലുള്ള സഹോദരൻ മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾ വരണം കേട്ടോ. ദൈവം എനിക്കവിടെ ഒരു 4 ഏക്കർ ഭൂമി തന്നു. ഡൽഹി പട്ടണത്തിൽ 4 ഏക്കർ ഭൂമി തന്നു. ഒരത്ഭുതമായിട്ട് ദൈവം ചെയ്തു. എൻ്റെ പൈസ ഇല്ലാത്ത കാലത്ത് 4 ഏക്കർ ഭൂമി തന്നു. അതിനകത്ത് 86 ലക്ഷം രൂപ ഒരു സായിപ്പ് എനിക്ക് തന്നു. അതുകൊണ്ട് ഞാനൊരു കെട്ടിടം പണിതു, എൻ്റെ ഓഫീസ് പണിതു. 86 ലക്ഷം, ഏകദേശം 25 വർഷത്തിന് മുമ്പ്, 28 വർഷത്തിന് മുമ്പ് ഈ 86 ലക്ഷത്തിൻ്റെ ഒരു വലിയ കെട്ടിടം ഞാനവിടെ പണിതു. ഒരു ദിവസം ഞാൻ എവിടെയൊക്കെ പ്രസംഗിച്ചിട്ട് തിരികെ വരുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഞാൻ ലില്ലിയെടുക്കാൻ പറഞ്ഞു, ലില്ലി ഞാൻ ഒത്തിരി ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാ, എന്നെ വിളിക്കരുത്, ഞാൻ ഉറങ്ങട്ടെ, നാളെ നടക്കാനും പോകുന്നില്ല, 9 മണിക്ക് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നടക്കാൻ പോകുന്നില്ല. രാവിലെ 6:30 ആയപ്പോൾ ലില്ലി വന്നിട്ട് എന്നെ ഉരുട്ടിയിട്ട് പറയുക, എഴുന്നേര് കൊച്ചേ, വിളിക്കരുത്. അയ്യോ, നമ്മുടെ വീടിന് ചുറ്റും പോലീസുകാർ വന്നിരിക്കുന്നു. പോലീസുകാർ, ഞാൻ കള്ളക്കടത്ത് നടത്താറില്ല, എൻ്റെ കണക്കെല്ലാം ആക്യുറേറ്റാണ്, ഞാൻ വ്യക്തിപരമായിട്ട് പോലും ഞാൻ ഇൻകം ടാക്സ് കൊടുക്കുന്ന മനുഷ്യനാണ്, എന്തിനാ പോലീസ് അറിയാൻ വയ്യ.
ഞാൻ ഷർട്ട് എടുത്തിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു സീനിയർ IAS ഓഫീസർ വന്നിട്ട് എൻ്റെയൊക്കെ പറഞ്ഞു, അരമണിക്കൂർ സമയമുണ്ട്, നിങ്ങൾക്ക് എന്തൊക്കെ സാധനം എടുക്കണോ എടുത്തുകൊണ്ട് വെളിയിലിറങ്ങിക്കോ, ഞങ്ങൾ ഈ കെട്ടിടം ഇടിച്ചിടാൻ പോവാം. എന്താ കാര്യം? 276 കെട്ടിടം അൺഅതോറൈസ്ഡ് കോളനിയിൽ നിങ്ങളെ കളിപ്പിച്ചു. ഇത് ആരാണ്ട് പാട്ടത്തിന് കൊടുത്ത പുരയിടമാണ്. അത് പാട്ടത്തിന് കൈവശമായിരുന്ന ആൾ നിങ്ങൾക്കെല്ലാം വിറ്റു. 276 കെട്ടിടം. അവിടുന്ന് രാവിലെ 8 മണിയാകുമ്പോൾ ഇടിച്ചിടാൻ തുടങ്ങും, 8:30 അതുകൊണ്ട് സാധനം എടുത്തു. അന്നേരം ഞാൻ പറഞ്ഞു, ദൈവം എൻ്റെ കയ്യിൽ 86 ലക്ഷം രൂപ തന്നത് അവർക്കൊന്നും ഇടിച്ചിടാനല്ല. എൻ്റെ ലീഡർമാർ ഒരു 10-28 പേര് അപ്പുറത്തെ കെട്ടിടത്തിൽ വന്നിരിക്കുക. രാവിലെ 9 മണിക്ക് മീറ്റിംഗ് തുടങ്ങും. ഞാൻ അവരെ വിളിച്ചു, എളുപ്പം ഇവിടെ വരണം, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ ക്ലോസ് ചെയ്യും, അകത്തോട്ട് ആരെയും വിടത്തില്ല, വെളിയിലോട്ടേ വിടത്തുള്ളൂ, എളുപ്പം വരണം. എൻ്റെ ഓഫീസിലുള്ളവരെയും വിളിച്ചു. അവരെല്ലാവരും പെട്ടെന്ന് വന്നു. ഞാൻ പറഞ്ഞു, രാവിലെ ചായയില്ല, കാപ്പിയില്ല, നിങ്ങളെല്ലാവരും കൂടെ വരണം. അവരെല്ലാവരും കൂടെ വന്നു. ഞങ്ങളുടെ ഓഫീസിനകത്തോട്ട് നിന്നു. അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ആരാധിക്കാം. എനിക്ക് ആരാധിക്കാൻ അറിയാം, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ആരാധിക്കാനും അറിയാം. പ്രാർത്ഥിക്കാനും അറിയാം, ആരാധിക്കാനും അറിയാം. ഞാൻ പറഞ്ഞു, നമ്മൾ അധികം പാട്ടൊന്നും പാടത്തില്ല, സമയം കൊല്ലാനായിട്ട് പാട്ട് പാടത്തില്ല, ആരാധനയുടെ പാട്ട് വേണമെങ്കിൽ പാടിക്കോ. അതുകൊണ്ട് ഞങ്ങളിന്ന് ആരാധിച്ചു. 8 മണിയായപ്പോൾ ആർക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തില്ല, ആർക്കും ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കൊടുത്തില്ല. ഞങ്ങൾ ആരാധിച്ചു. വെള്ളം കുടിക്കേണ്ടിയവർക്ക് കുടിക്കാം, അത്രയേ ഉള്ളൂ. 8 മണിയായി, 9 മണിയായി, 10 മണിയായി, 11 മണിയായി, 12 മണിയായി, 1 മണിയായി, 2 മണിയായി, 3 മണിയായപ്പോൾ ഡേവിഡ് വാക്മോറെ എന്ന് പറയുന്ന ഒരു മഹാരാഷ്ട്രക്കാരൻ പ്രവചിച്ച് പറഞ്ഞു, സ്വർഗസ്ഥനായ ദൈവം ഇതിൻ്റെ ചുറ്റും, ഇതിൻ്റെ മേളിൽ, ഈ കെട്ടിടത്തിൻ്റെ മേളിൽ ഒരു കമ്പിളി വിരിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു, ദൈവം ഈ കെട്ടിടത്തിൻ്റെ മേളിൽ മാത്രമല്ല, ഇതിൻ്റെ 4 വശത്തുമുള്ള ഭിത്തിയിലും ദൈവം കമ്പിളി വിരിച്ചിരിക്കുകയാണ്. ഒരു ഇഷ്ടിക പോലും താഴെ വീഴത്തില്ല. ഞാൻ പറഞ്ഞു, 5 മണിയായപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു വാഗ്ദത്തം കിട്ടി, നമുക്കൊരു റേമ കിട്ടി. എന്താണ്? ഈ കെട്ടിടത്തിൻ്റെ മേളിൽ, ഈ 4 മതിലിൻ്റെ മേലും ദൈവം കമ്പിളി വിരിച്ചിരിക്കുന്നു, ഒരു ഇഷ്ടികയും താഴെ വീഴ്ത്താൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയിട്ട് രാവിലത്തെ ബെഡ് കോഫി കുടിച്ചാട്ടെ. വൈകിട്ട് 5 മണിക്ക് എല്ലാവരും പോയിട്ട് അപ്പുറത്തെ കെട്ടിടത്തിലോട്ട് എല്ലാവരും പോയി. 6 മണിയായപ്പോൾ സീനിയർ ഓഫീസർ, വേറൊരു ഓഫീസറാണ് വന്നു വെച്ച് പറഞ്ഞു, ഞങ്ങൾ കെട്ടിടം മേടിച്ചിടാൻ പോവാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് ആളുകൾ വന്നു. എൻ്റെ ഓഫീസ് മാനേജർ ഒരു യാക്കോബക്കാരൻ, എറണാകുളത്തുകാരൻ, ജോൺ മത്തായി, ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ, എറണാകുളത്തുണ്ട്. അദ്ദേഹം വന്നു വെച്ച് പറഞ്ഞു, ബ്രദറിൻ്റെ വിശ്വാസം ഞങ്ങൾക്ക് അറിയാൻ കേട്ടോ, പക്ഷേ ഇത് കാര്യം കുഴപ്പം, വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഇടിച്ചിടുക, എനിക്ക് ശബ്ദം കേൾക്കാം, ഇഷ്ടിക വീഴുന്ന കിട്ടുക. ഞാൻ പറഞ്ഞു, ജോൺ മത്തായി എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ ദൈവത്തെ ആരാധിക്കുകയാണ്, നിങ്ങൾക്ക് പോകാം. ഇച്ചിരി കഴിയുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ടെക്നീഷ്യൻ വന്നു, ഗിരീഷ്, ഈ നാട്ടുകാരൻ, തിരുവനന്തപുരത്തുകാരനാണ്. ഗിരീഷ് വന്നു. എൻ്റെയൊക്കെ വന്നു വെച്ച് പറഞ്ഞാൽ, അങ്കിളിൻ്റെ വിശ്വാസം ഞങ്ങൾക്കറിയാം, പക്ഷേ ഇത് വലിയ കുഴപ്പമാണ്. കെട്ടിടം പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ പോകും, 2-3 കമ്പ്യൂട്ടറുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അതിനകത്താണ് ഞങ്ങളുടെ കണക്ക് മുഴുവൻ, അതിനകത്താണ് നിങ്ങളുടെ എല്ലാം അഡ്രസ്സ് അതിനകത്താണ്. അതുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു ഇതിനകത്ത് ഹാർഡ് ഡിസ്ക് ഇങ്ങെടുത്തോട്ടെ, ഇതിൻ്റെ തലച്ചോറ് ഇങ്ങെടുത്തോട്ടെ. ഞാൻ പറഞ്ഞു, ഗിരീഷനെ ശല്യപ്പെടുത്തരുത്, ഞാൻ ആരാധിക്കുകയാണ്, നിങ്ങൾക്ക് പോകാം. ഇവിടുന്ന് ഒരു കടലാസ് പോലും ആരും വെളിയിലെടുക്കത്തില്ല. ഞങ്ങളോട് നിന്നു. ഞങ്ങളെല്ലാവരും പോയി. ഈ ഓഫീസർ വന്നു വെച്ച് പറഞ്ഞു, ഞങ്ങൾ കെട്ടിടം ഇടിച്ചിടാൻ പോവാണ്. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, 5 ബുൾഡോസർ വന്നതാണ്, 2 വഴി കേടായിപ്പോയി. ഇന്ത്യ ഗവൺമെൻറ് അങ്ങോട്ട് ഗുണമുണ്ട്, നമ്മുടെ ട്രാൻസ്പോർട്ടും അങ്ങനെയാണല്ലോ. തിരുവനന്തപുരത്ത് നിന്ന് പത്താംകോട്ടേക്ക് പത്തനംതിട്ടയ്ക്ക് 5 വണ്ടി പോകാമെങ്കിൽ വഴിയിൽ ഓരോന്ന് വീണ് അവസാനത്തെ ഒരെണ്ണേ അങ്ങനെത്തുള്ളൂ. അപ്പോൾ അങ്ങനെ 5 ബുൾഡോസർ തിരിച്ചിട്ട് 2 കേടായിപ്പോയി. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ചോദിച്ചു, bulldozer number 1 ready sir, number 2 ready sir, bulldozer number 3 ready sir, bulldozer number 1 advance. അതിൻ്റെ ഡ്രൈവർ താക്കോലെടുത്ത്, ഞാൻ താക്കോലൊന്ന് എടുത്തോട്ടെ, താക്കോലെടുത്ത്, അതിൻ്റെ താക്കോലല്ല കേട്ടോ, ഇതെൻ്റെ മുറിയുടെയാണ്. താക്കോലെടുത്തോ, അയാൾ തിരിച്ചു, സാറേ സ്റ്റാർട്ടാകുന്നില്ല. സാരമില്ല, നമുക്ക് വേറെ 2 കൂടെ ഉണ്ട്. ബുൾഡോസർ നമ്പർ 2 റെഡി സാർ, സ്റ്റാർട്ട്. ആരും സ്റ്റാർട്ടാകുന്നില്ല. ബുൾഡോസർ നമ്പർ, അത് പുതിയതാണ്. ബുൾഡോസർ നമ്പർ 3 റെഡി സാർ, അഡ്വാൻസ്. അത് സ്റ്റാർട്ടായി. നിങ്ങൾ വരാമെങ്കിൽ ഞാൻ കാണിക്കാം. 1 അടി മുന്നോട്ട് വന്നു നിന്നു. ഇന്ന് വരെ അത് സ്റ്റാർട്ടായിട്ടില്ല. 28 വർഷമായി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് കെട്ടിയെടുത്തുകൊണ്ട് പോയി. ഇച്ചിരി വന്നു കേട്ടോ, ഇച്ചിരി വന്നു, 1 അടി വന്നു. ഞങ്ങളുടെ ഒരു മതിലിൻ്റെ അറ്റത്ത് കൊണ്ട് 5-6 ഇഷ്ടിക താഴെ വീണു. ഞാൻ എന്താ പറഞ്ഞത്? 4 മതിലിൻ്റെയും ഇഷ്ടിക വീഴത്തില്ലെന്ന്. വർഷങ്ങൾ കുറേ കഴിഞ്ഞു.
എൻ്റെ ഓഫീസിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന ഒരു സ്ട്രക്ചറൽ എൻജിനീയറാണ്, PhD ഉള്ള എൻജിനീയറാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ സംസാരിക്കാറ്. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമാണ്. അദ്ദേഹത്തിന് മക്കളുണ്ടാകത്തില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്തുവാണ് ഇപ്പോഴും എന്തുവാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മകളുണ്ടായത്. എന്നോട് വലിയ ബഹുമാനമാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പറഞ്ഞു, നോക്കിയേ, നമ്മുടെ ഒരിഷ്ടികയും താഴെ വീഴത്തില്ലെന്നൊരു പ്രവചനം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 3-4 ഇഷ്ടികയല്ല താഴെ. അത് പറഞ്ഞില്ല, നമ്മുടെ അല്ലത്, അത് അയൽക്കാരൻ്റെയാണ്. സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കെട്ടിടത്തിൻ്റെയോ നമ്മുടെ 4 വശത്തുള്ള മതിലിൻ്റെയോ ഒരിഷ്ടിക പോലും താഴെ വീണില്ല. എന്താണ് കാര്യം? ഇവിടെ പറയുകയാണ്, എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിൽ ഇരിക്കുന്നു. അവനവിടെ ഇരിക്കുന്നെങ്കിൽ അവനിതെല്ലാം നിയന്ത്രിക്കുവാൻ കഴിയും. അവൻ നിങ്ങളുടെ ദൈവം, അവൻ നിങ്ങളുടെ ജാമ്യക്കാരൻ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരുടെ ജാമ്യക്കാരൻ. അവൻ നിനക്ക് വേണ്ടി ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഓഫീസറുകൾ സംസാരിക്കും, വിസ ഓഫീസറുകൾ സംസാരിക്കും, നിൻ്റെ കമ്പനി മാനേജറുകൾ സംസാരിക്കും, നിൻ്റെ ഡോക്ടറോട് സംസാരിക്കും. 17-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യമാകണമേ, എന്നോട് കൈയടിപ്പാൻ മറ്റ് ആരുള്ളൂ? നീ മാത്രമേ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഒരു പാട്ടുണ്ട്, നീ മാത്രം മതി, നീ മാത്രം മതി. ഞാൻ പ്രസംഗിച്ച് പോയപ്പോൾ RSV എഴുതിയ ഒരു പാട്ടാണ്, അവൻ മാത്രം മതി എന്ന് പറയാം. നീ പണയം കൊടുത്ത് എനിക്ക് ജാമ്യം, എന്നോട് കൈയടിപ്പാൻ വേറെ ആരുമില്ല. ഉണ്ട്, ഒരാളുണ്ട്, എൻ്റെ ദൈവമുണ്ട്. അവൻ എനിക്ക് വേണ്ടി കൈയടിക്കും, അവൻ എനിക്ക് വേണ്ടി കൈ കൊടുക്കും, അവൻ എനിക്ക് വേണ്ടി ഓഫീസറോട് സംസാരിക്കും, അവൻ എനിക്ക് വേണ്ടി ട്രെയിൻ തിരിച്ചു കൊണ്ടുവരും, അവൻ എനിക്ക് വേണ്ടി വിമാനം തിരിച്ചു കൊണ്ടുവരും, അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥനായിട്ട് നിൽക്കും. 19-ാം അധ്യായത്തിന് 25-ാമത്തെ വാക്യം, എൻ്റെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ പൊടിയിൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്കിങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ്. അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു പോവുകയാണ്. ഞാനീ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾ സ്പീക്ക് ഫെയ്ത്ത്, സ്പീക്ക് ഫെയ്ത്ത്, സ്പീക്ക് ഫെയ്ത്ത്. വിശ്വാസം പറയുക. എൻ്റെ കൈ ഇപ്പോൾ അനങ്ങുന്നില്ല, പക്ഷേ എൻ്റെ കൈ ഒരു ദിവസം അനങ്ങും. എൻ്റെ കാലിന് വേദനയുണ്ട്, പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കാലിനെ സൗഖ്യമാക്കും. എൻ്റെ മകൾക്ക് പഠിക്കാൻ ബുദ്ധിയില്ല, പക്ഷേ എൻ്റെ ദൈവം എൻ്റെ കുഞ്ഞിന് ബുദ്ധി കൊടുക്കും. എൻ്റെ പുരയിടം ചെറുതാണ്, എൻ്റെ ദൈവം അത് വലുതാക്കി തരും. എൻ്റെ ബിസിനസ് ചെറുതാണ്, എൻ്റെ ദൈവം വലുതാക്കി തരും. സ്പീക്ക് ഫെയ്ത്ത്, വിശ്വാസം സംസാരിച്ച് പോകുക. ഹല്ലേലൂയ. എത്ര ഉദാഹരണം പറയണം. ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടെ, അന്ന് 4 മക്കളാണ്. 1991 ഞങ്ങൾ ഒറീസയ്ക്ക് പോവുകയാണ്. ഡൽഹിയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ എൻ്റെ ഇടത്തെ കാലിൻ്റെ മുട്ടിന് നല്ല വേദന. ഇരിക്കാൻ വയ്യ ട്രെയിനിനകത്ത്. എൻ്റെ ഭാര്യ നല്ല ഭാര്യയാണ്. നിങ്ങളാരെങ്കിലും ഒന്ന് കാണുവാണെങ്കിൽ ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞെന്നൊന്ന് പറഞ്ഞേക്കണേ കേട്ടോ. അപ്പോൾ എന്നോട് കുറച്ചുകൂടെ സ്നേഹം വരുമല്ലോ. എൻ്റെ കാലിലൊക്കെ എണ്ണയൊക്കെ ഇട്ട് കടുകെണ്ണ വരട്ടി തിരുമ്മി തന്നു. കടുകെണ്ണ നല്ല മരുന്നാണ്. തിരുമ്മി തന്നു. ഞങ്ങൾ ഡൽഹി വന്നിറങ്ങി. രാവിലെ വന്നിറങ്ങി അടുത്ത ദിവസം വൈകിട്ടാണ്, അന്നത്തെ വന്നിറങ്ങിയ ദിവസം വൈകിട്ടാണ് അടുത്ത ട്രെയിൻ. അപ്പം 5-ാമത്തെയോ 6-ാമത്തെ പ്ലാറ്റ്ഫോമാണ്. അവിടുന്ന് 1-ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോകണം. അവിടെയാണ് വെയിറ്റിംഗ് റൂം. ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാം. അപ്പം ഞങ്ങൾ 2 മാസത്തേക്ക് പോകും. അപ്പോൾ ഞങ്ങളുടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ലില്ലിയുടെയൊക്കെ പറഞ്ഞ്, ലില്ലി ഇവിടെ നിന്നാട്ടെ, ഇളയ കുഞ്ഞിനെ കൂടെ പിടിച്ചോ. എന്നിട്ട് ഞങ്ങൾ പോയി. ഞാനും എൻ്റെ മൂത്ത മോനും കൂടെ പോയി. ഞാനൊരു പെട്ടിയൊക്കെ എടുത്തു, അവന് ചെറിയ ബാഗ് കൊടുത്തു, അടക്കുക. അപ്പോൾ എൻ്റെ കാലിൻ്റെ വേദന കൊണ്ട് ഞാനിങ്ങനെ മുടഞ്ഞു കിടക്കുക. സ്തോത്രം. പെട്ടിയൊക്കെ അങ്ങോട്ട് ചെന്നപ്പം 2-3 പട്ടാളക്കാർ മലയാളികൾ അവിടെ ഇരിക്കുന്നു. ക്രിസ്ത്യാനികളായിരിക്കണം. അറിഞ്ഞ ആണ്ട്ര ഒരു സ്വോത്രോപദേശി വരുന്നു, സൂത്രക്കാരൻ. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം. ഞാൻ ലജ്ജിതനായിട്ട് നേരെ ഞാനവിടെ പോയി പെട്ടിയൊക്കെ അവിടെ വെച്ചു. എൻ്റെ മോനെ അവിടെ നിർത്തി. ഞാൻ തിരികെ വന്നു. തിരിച്ചു വരുമ്പോഴും സ്വോത്രം. അന്നേരം ഒരു ആണ്ട്ര സ്വോത്രോപദേശി പിന്നെയും വരുന്നു. ഞാൻ വന്ന് 2-ാമത്തെ പെട്ടി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. സ്വോത്രം. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടെ നേരെ നടക്കാൻ നോക്കി. കാരണം അവർ ചിരിക്കുക, സ്വോത്രോപദേശി വരുന്നു. ഞാനവിടെ പെട്ടി കൊണ്ടുവച്ച് തിരിച്ചു വരുമ്പോഴും അവർ പറഞ്ഞു, ആണ്ട്ര സ്വോത്രോപദേശിയാണ്, മുടന്തി വരുന്നു. ഞാനിവിടെ വന്നു. 3-ാമത്തെ പെട്ടി എടുത്തുകൊണ്ട് പോയി. ഇത് അവിടെ കൊണ്ടുവച്ച് വെച്ച് ഞാൻ തിരികെ വരുമ്പോൾ അവർ അവിടെ നിന്ന് ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ നേരെ നടക്കാം, അവർ ചിരിക്കുന്നത് പാടില്ലല്ലോ. അങ്ങോട്ട് നടന്നു. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലിലെ വേദന അങ്ങ് പോയി. ഞാൻ തുള്ളിച്ചാടിക്കൊണ്ടു സ്വോത്രം. ഹല്ലേലൂയ. മുടന്തി നടക്കുന്ന നിന്നെ തുള്ളിച്ചാടി നടക്കുവാൻ എൻ്റെ സ്വർഗസ്ഥനായ നമുക്ക് സാധിക്കും.
ആളുകൾ നിന്നെ അപമാനിക്കുന്ന സമയത്ത് അവരുടെ മുമ്പാകെ ധൈര്യത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്നെ സഹായിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസന്നിധിനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് അവനെ കാണുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കും. 23-ാമത്തെ അധ്യായം എന്നെ ശോധനകൾ 23-ാമത്തെ വാക്യം 19-ന്റെ അധ്യായം എഴുതാമായി. ഹല്ലേലൂയ. എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്ന് ചെല്ലുന്നു. ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കും. ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയില്ല. അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്തെല്ലാം പരീക്ഷ വന്നാലും, നിങ്ങളുടെ സഹോദരന്മാർ നിന്നെ കളിയാക്കിയാലും, നിങ്ങളുടെ മരുമകൾ നിങ്ങളെ കളിയാക്കിയാലും, നിങ്ങളുടെ അമ്മായിയമ്മ നിങ്ങളെ കളിയാക്കിയാലും, നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ കളിയാക്കിയാലും, നിങ്ങളുടെ സഭയിലെ വിശ്വാസികൾ കുത്തുവാക്ക് പറഞ്ഞാലും, ഇതാ വേദപുസ്തകം പറയുന്നു, ഹല്ലേലൂയ, നീ വിശ്വാസം തന്നെ സംസാരിക്കണം. ഞാൻ പാപത്തിലേക്ക് പോകത്തില്ല, ഞാൻ അവരോട് തറുതല പറയത്തില്ല, ഞാൻ അവരെ കളിയാക്കി സംസാരിക്കത്തില്ല, അവർ പറയുന്നത് പോലെ ഞാൻ സംസാരിക്കത്തില്ല, ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറുകയില്ല. അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തിനേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. അവൻ്റെ വചനപ്രകാരം ജീവിക്കുമെന്നൊരു തീരുമാനമെടുക്കണം. എന്തെല്ലാം നഷ്ടം വന്നാലും കഷ്ടം വന്നാലും അവൻ്റെ വചനപ്രകാരം ജീവിക്കണം. എനിക്കൊരിക്കൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടി. പറഞ്ഞു ഇവിടെ വരെ വരണം. ഞാൻ ആ എഴുത്തുമായിട്ട് അതിൻ്റെ കാരണം പറഞ്ഞിട്ടുണ്ട്, വിശദീകരിക്കുന്നില്ല. വിശദീകരിച്ച സമയം പോകുന്നതുകൊണ്ടാണ്. ഒരു വക്കീലിനെ കാണാൻ പോയി. ഡൽഹിയിലെ കത്തോലിക്കരുടെ ബിഷപ്പ് ഹൗസിൽ ഫ്രീ ആയിട്ട് ഉപദേശം തരുന്ന, ഇവിടെയുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ട് ഉപദേശം തരുന്ന ഒരു 5-6 വക്കീലന്മാരാണ്. അവരെല്ലാം കത്തോലിക്കയിലെ അച്ഛന്മാരാണ്. ഞാനവിടെ ചെന്നു, എൻ്റെ കടലാസ് കാണിച്ചു, എൻ്റെ ഫയൽ കാണിച്ചു. ആദ്യത്തെ അച്ഛൻ ഉപദേശിച്ചു, നിങ്ങളൊരു കള്ളം പറഞ്ഞേ ഒക്കത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരിൽ കേസാവും. ഇൻകം ടാക്സ് കമ്മീഷണർ, എൻ്റെ ഓഫീസിലുള്ള നിർമ്മല എന്ന് പറഞ്ഞ പെൺകുട്ടി, അവളിപ്പോഴും ഉണ്ട്. എൻ്റെ ഓഫീസിലല്ല, കല്യാണം കഴിച്ച് വേറെടുത്താണ്, തിരുവനന്തപുരത്തുകാരിയാണ്, ഇവിടെ കണ്ടുള്ളതാണ്. അവളുടെ ഇൻകം ടാക്സ് കമ്മീഷണർ പറഞ്ഞു, നിങ്ങളുടെ കെട്ടിടത്തിന് എത്ര രൂപ വിലയുണ്ടെന്ന് എനിക്കറിയാം, ഞാനത് വിറ്റിട്ട് നിങ്ങളുടെ എന്ന് പൈസ മുതലാക്കും. പേടിപ്പിച്ചു. അപ്പോൾ എൻ്റെ ഈ വക്കീൽ പറഞ്ഞു, കത്തോലിക്കലെ അച്ഛനാണ്, ഒരു കള്ളം പറഞ്ഞേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് രണ്ടാമത് ഒരു അഭിപ്രായം വേറൊരു വക്കീലൂടെ വരണം. അപ്പോൾ വേറൊരു വക്കീൽ വന്നു. അവരാരും മലയാളികളല്ല. വേറൊരു വക്കീൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പറ്റി, മറ്റേ ആളെ എന്നെപ്പറ്റി കേട്ടിട്ടില്ല, പക്ഷേ നിങ്ങളൊരു പ്രൊട്ടസ്റ്റൻ്റ് സുവിശേഷ വിലക്കാരനാണെന്ന് മനസ്സിലായി. നോക്കിയിട്ട് പറഞ്ഞു, ഒരു കള്ളം പറഞ്ഞേ ഒക്കത്തുള്ളൂ. താങ്ക് യു. ഞാൻ കടലാസ് തിരികെ വാങ്ങി. ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ എൻ്റെ കൂടെ ജെയ്സ് എന്ന് പറയുന്ന, ഇപ്പോഴും ഉണ്ട് ജെയ്സ്, കൊച്ചെറുക്കനാണ്, എൻ്റെ കൂടെ വന്നു. ഞാൻ ജെയ്സിൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ജെയ്സേ, എൻ്റെ കെട്ടിടം പോയാലും ശരി ഞാൻ കള്ളം പറയത്തില്ല. കെട്ടിടം പോകുന്ന ആൾ പറഞ്ഞിരിക്കുന്നത്, അത് പോയാലും പറ്റില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ആത്മീയ നിലവാരമാണ് കെട്ടിടത്തേക്കാൾ വലുത്. എന്നെ സംബന്ധിച്ചോളം കെട്ടിടമല്ല വലുത്, എന്നെ സംബന്ധിച്ചോളം എൻ്റെ ആത്മീയ നിലവാരം. കള്ളം പറയത്തില്ല. ഇനി പറയുന്നത് കേട്ടാട്ടെ, ഞാൻ കള്ളം പറഞ്ഞുമില്ല, എൻ്റെ കെട്ടിടം പോയുമില്ല. എൻ്റെ സ്വർഗസ്ഥന വലിയ അത്ഭുതമാണ് ദൈവം ചെയ്തു. ഹല്ലേലൂയ. അവൻ എന്താണ് പറയുന്നത്? എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും. എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്ന് ചെല്ലുന്നു. അവനെ ചെല്ലുന്നു. ഞാൻ വിട്ടുമാറാതെ അവൻ്റെ വഴി പ്രമാണിക്കും. ഞാൻ അവൻ്റെ അധരങ്ങളുടെ കൽപ്പന വിട്ട് പിന്മാറിയിട്ടില്ല. അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു. ഞാൻ പാപം ചെയ്യാൻ വിസമ്മതിക്കുന്നു. ഹല്ലേലൂയ. ചിലരൊക്കെ പറയും, രാത്രി ഉറക്കം വരുന്നില്ലെങ്കിൽ ഇച്ചിരി മറ്റവനെ തട്ടിക്കോ. ഏതാണെന്ന് മനസ്സിലായോ? ചില കള്ളു കുടിച്ചു, ഇച്ചിരി ചാരായം കുടിച്ചു. യോബിനോട് ചോദിക്കണം, പാപം ചെയ്യരുത്. 77-ാം അധ്യായത്തിൻ്റെ 23-4 എൻ്റെ അതിരം നീതികേട് സംസാരിക്കുകയില്ല, എൻ്റെ നാവ് വ്യാജം ഉച്ചരിക്കുകയുമില്ല. ആദ്യത്തെ ദിവസം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം 2-ാമത്തെ ഭാഗം. ഞാൻ ഒരാളിനെ ശപിക്കത്തില്ല, ഞാൻ ഒരാളിൻ്റെ കുറ്റം പറയത്തില്ല, ഒരാളിനെ ഞാൻ ബലഹീനനായിട്ട് കാണത്തില്ല. അങ്ങനെ ചെയ്താൽ ദൈവം എന്നെ ശപിക്കും. മുമ്പോട്ട് പോകാം. 23-ാമത്തെ വാക്യം. മനുഷ്യൻ അവൻ്റെ ശത്രുവിൻ്റെ നേരെ കൈകൊട്ടും, അവൻ്റെ സ്ഥലത്ത് നിന്ന് അവനെ വിരട്ടി പുറത്താകും. ഞാൻ കൈകൊട്ടും.
അന്നേരം എൻ്റെ ശത്രു പുറത്തു പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കൈകൊട്ടുമോ? ചിലരൊക്കെ കൈകൊട്ടുന്നത് കണ്ടാൽ എനിക്ക് ചിരി വരും. ഇങ്ങനെ കൈ ഇല്ല, വെറ്റ ചുണ്ണാമ്പ് കെട്ടുന്ന പോലെ. എടാ കമ്മ്യൂണിസ്റ്റുകാർ ഇൻക്ലാബ് വിളിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഇൻക്ലാബ് സിന്ദാബാദ്. എടാ ആമനെ എങ്ങനെ വിളിച്ചെങ്കിൽ നമുക്ക് വേണ്ടി ചോറ് തന്ന ദൈവത്തിന് സ്തോത്രം എങ്ങനെ പറയും? ഞാൻ കൈ കൊട്ടി എൻ്റെ ശത്രുവിനെ പുറത്താക്കും. നീ കൈ കൊട്ടുമ്പോഴുണ്ടല്ലോ, അത് കേട്ടോണ്ട് ശത്രു പുറത്തു പോകുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് കൈ കൊട്ടണം. ഞാൻ കട്ടറായിലായിരിക്കുന്ന സമയത്ത് എന്നെ അവിടുത്തുകാരെല്ലാവരും കൂടെ എന്നെ അവിടുന്ന് ഇറക്കി വിടാൻ പ്ലാൻ ഇട്ടു. കമ്മിറ്റി കൂടി തീരുമാനിച്ചു, ഇയാളെ ഉപദ്രവിക്കരുത്. ഒന്നും അല്ലെങ്കിൽ പട്ടാളത്തിലെ ജോലി കളഞ്ഞു വെച്ച് വന്ന മനുഷ്യനല്ലയോ, ഭാര്യ ഒരു അധ്യാപികയായിരുന്നല്ലോ, അതുകൊണ്ട് നമ്മളെ ആരും വീട് വാടകയ്ക്ക് കൊടുക്കാതിരുന്നാൽ മതി, ഇറക്കി വിടാം. അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് വേറെ ആരും വീട് തരുന്നില്ല. അന്നേരം ഞാൻ കണ്ടു ഒരു കെട്ടിടം ഒഴിഞ്ഞു കിടക്കുന്നു. ഇത്രയും നീളം കാണും, ഏകദേശം ഇത്രയും വീതി കാണും. ശരി, കറക്റ്റ്, ഇത്രയും പ്ലാറ്റ്ഫോമിൻ്റെ അത്രയും നീളം വീതി. ഞാൻ അന്വേഷിച്ചപ്പോഴറിഞ്ഞു അവിടുത്തെ പോലീസ് ജനറലിൻ്റെ പോലീസ് IG, ഇൻസ്പെക്ടർ ജനറൽ, ടോപ്പ് പൊസിഷൻ അദ്ദേഹത്തിൻ്റെയാണ്. ഞാൻ അദ്ദേഹത്തെ 1-2 പ്രാവശ്യം കണ്ട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. എൻ്റെയൊക്കെ ചോദിച്ചു എത്ര പേര് കൺവേർട്ടായി. അപ്പോൾ ഞാൻ അടുക്കൽ കൺവേർട്ടാവുന്ന കാര്യമൊന്നും പറയത്തില്ല കേട്ടോ, വേറെ കുറച്ച് കാര്യം ഞാൻ അവർ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുക. എൻ്റെയൊക്കെ ചോദിച്ചു പിന്നെ എന്തോട്ട് വിശേഷം. ഞാൻ പറഞ്ഞു സാറേ, ഞാൻ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് വീട് വെക്കേറ്റ് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. സാറിൻ്റെ അവിടെ ഒരു കെട്ടിടമുണ്ടല്ലോ, അതിന് തരണം, എനിക്ക് വാടകയ്ക്ക് തരാം. പക്ഷേ അത് മനുഷ്യർക്ക് താമസിക്കാനുള്ള, കുതിരയെ കെട്ടാനുള്ളതാണ്. എനിക്ക് 5-6 കുതിരയുണ്ടായിരുന്നു. ആ കുതിരയെ കിട്ടുന്നതായിരുന്നു. അതിനകത്ത് താമസിക്കാൻ കൊള്ളത്തില്ല. ഒരൊറ്റ കതകും ഒരൊറ്റ ജനലുമേ ഉള്ളൂ. അതിനകത്ത് ലൈറ്റില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, കാരണം എനിക്ക് കട്ടറ വിടാൻ മനസ്സില്ല. ഞാൻ പറഞ്ഞു ഞാനിവിടെ താമസിച്ചോളാം, സാർ എനിക്ക് തന്നാട്ടെ. അയ്യോ തറയൊന്നും തളിച്ചതല്ല, കുതിരയെ കെട്ടുന്നില്ലയോ. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ശരിയാക്കി, എനിക്ക് തന്നാട്ടെ. പെട്ടെന്ന് അയാളുടെ മുഖം അങ്ങ് ചുമന്നു. കാശ്മീരി ബ്രാഹ്മണനാണ്. അവയുടെ ചുമമൊക്കെ അങ്ങോട്ടും ചുമന്നു. എന്തൊക്കെ പറഞ്ഞു, നീ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ ആളുകളെയൊക്കെ, ക്രിസ്ത്യാനികളെയൊക്കെ ഗെറ്റ് ഔട്ട്, ഇറങ്ങിപ്പോടാ, നീ കാശ്മീരിൽ വിട്ടു പോകണം, നീ പഞ്ചാബിൽ പോകണം, ഇറങ്ങിപ്പോ. എൻ്റെ അഭിമാനത്തിന് വ്രണമുണ്ടായി. ഞാനൊരു തോട്ടം സൂപ്രണ്ടിൻ്റെ മോനാണ്. അത് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പശ്ചാത്തലം മനസ്സിലാകത്തുള്ളൂ. എൻ്റെ പപ്പായ നാട്ടിലെല്ലാവരും വിളിക്കുന്നത് ബാപ്പി സാർ എന്നാണ്. പകുതിയിലധികം പേരും എന്നെ വിളിക്കുന്നത് കൊച്ചു സാറേ എന്നാണ്. ഞാൻ പട്ടാളത്തിലൊരു ഹെഡ് ക്ലർക്കായിരുന്നു, അധികാരമുള്ള ഒരു ഹെഡ് ക്ലർക്ക്, അധികാരമുള്ള ഓഫീസിൽ വിളിക്കുന്നു. അവിടെയും മിക്കവാറും എല്ലാവരും എന്നെ സാറേ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ ആ കസേര കൊണ്ടാണ്. ഇവിടെ ഒരാൾ എന്നെ പറയാ ഗെറ്റ് ഔട്ട്, ഇറങ്ങിപ്പോടാ, കാശ്മീരിൽ നിന്ന് ഇറങ്ങിപ്പോണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇറങ്ങി വരാൻ നേരം അവിടെ ഗേറ്റ് കിടക്കുകയാണ്. ഗേറ്റ് കിടക്കുമ്പോൾ എൻ്റെ തൊണ്ടയ്ക്കകത്ത് ഏതാണ്ട് ഇവിടെ വന്ന് മുഴച്ചു, വിഴുങ്ങിയിട്ട് ഇറങ്ങുന്നില്ല. ഞാൻ ഇറങ്ങി നടക്കുമ്പം കൈകൊട്ടി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ കൈകൊട്ടി നടന്നു. നാളുകൾ കുറേ കഴിഞ്ഞു. ഞാനൊരു പുരയിടം വാങ്ങിക്കാൻ അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട്, അവിടുത്തെ അങ്ങനെയാണ്, അതിൻ്റെ പ്ലാൻ വരയ്ക്കണം. പ്ലാൻ വരച്ച് തന്ന പഞ്ചായത്ത് ഓഫീസർ പറയുകയാണ്, വില്ലേജ് ഓഫീസർ പറയുകയാണ്, ആ പോലീസ് ഐജിയുടെ കെട്ടിടത്തിൻ്റെ അതേ സർവേ നമ്പറിലാണ് ഈ കെട്ടിടവും വരുന്നത്. ദൈവം എൻ്റെയൊക്കെ പറഞ്ഞു, നിന്നെ ഇറക്കി വിട്ടപ്പോൾ നിൻ്റെ തൊണ്ടയ്ക്കകത്തൊരു മുഴ വന്നത് എല്ലാവർക്കും മനസ്സിലാവത്തില്ല. മുഴ വന്നത് നിനക്ക് ഇറക്കാൻ പ്രയാസമുണ്ടാകും. ഞാൻ കണ്ടു. അതുകൊണ്ട് അയാളുടെ പുരയിടത്തിനേക്കാൾ നല്ല പുരയിടം നിനക്ക് ഞാൻ അപ്പുറത്ത് തരികയാണ്. 25 സെൻറ്റ് ഭൂമി, 10,000 രൂപയ്ക്ക്. ഒറ്റ രൂപ ഫോറിനിൽ നിന്ന് വന്നില്ല. 10,000 രൂപയ്ക്ക് ഞാനത് വാങ്ങിച്ചു. ഇന്ന് അതിൻ്റെ വില എത്രയാണെന്നറിയാമോ? 15 കോടി രൂപ. 15 കോടി രൂപ. എൻ്റെ ദൈവം ആരാണ്? കൈകൊട്ടുമ്പോൾ നിൻ്റെ ശത്രുവിനെ ഇറക്കി വിടുന്നതായിട്ടുള്ള ലജ്ജിതനാക്കുന്ന. ഹല്ലേലൂയ. 31-ാമത്തെ അധ്യായം
ഒന്നാമത്തെ വാക്യം, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. അടിവരയിട്ട് കേൾക്കണം. പിന്നെ ഞാൻ ഒരു കന്യകയെ നോക്കുന്നത് എങ്ങനെ? കന്യകയെ കാണും. ശ്രദ്ധിച്ചു കേൾക്കണം. കന്യകയെ കാണും, നോക്കത്തില്ല. കാണും നമ്മൾ പലതും. പുരുഷനെ കാണും, സ്ത്രീയെ കാണും, മറ്റ് പലതും കാണും. പക്ഷേ കുറേ നേരം കൊണ്ട് നോക്കിക്കൊണ്ടിരുന്ന വേദപുസ്തകം പറയുകയാണ്, ഗ്ലാസ്സിനകത്ത് വീഞ്ഞ് നിറഞ്ഞു പൊങ്ങുന്നത് കാണരുത്, നോക്കരുത്. കാണും, കാണും, നോക്കരുത്. നോക്കിയാൽ ബാക്കി ആരോടെ? ഓ, തണ്ടുക ചോദിച്ചില്ലാണ്. വേറെ ആരെങ്കിലും പറയട്ടെ. എൻ്റെ കൊച്ചായോണ്ട് ഞാനങ്ങനെ പറഞ്ഞ കേട്ടോ. അതിനെ അണലി പോലെ കൊത്തും. അതുകൊണ്ട് പെണ്ണിനെ നോക്കരുത്, പുരുഷൻ കാണും. കൊള്ളാമല്ലോ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്, വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. നീ കാണും, ഞാൻ കാണും. നമ്മൾ മനുഷ്യരാണ്. സ്ത്രീകൾ കാണുന്നതിനേക്കാൾ കൂടുതൽ പുരുഷന്മാർ കാണും. പക്ഷെ നോക്കരുത്, നോക്കരുത്. ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തു. പിന്നെ ഞാനൊരു ഇന്ന് ഉപനാമം ചെയ്തിട്ടേ പോകാം. 42-ാമത്തെ അധ്യായം. വേദനയിൽ യോബ് നെഗറ്റീവായിട്ട് സംസാരിച്ചു പോയി. നമുക്കെല്ലാവർക്കും വേദന വരുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് സംഭവിക്കും. അതിവേദനയിൽ സംസാരിച്ചതും ദൈവം മനസ്സിലായോ? നിങ്ങളെപ്പോഴെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിക്കും, എനിക്കെന്താ ഇങ്ങനെ വന്നേ, ദൈവം എവിടെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു പോയെങ്കിൽ ദൈവത്തിനത് മനസ്സിലാകും. 10-ാമത്തെ വാക്യം, ഈ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഈ യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു. ചിലരുടെ ഭാര്യയും ഇരട്ടിയായിട്ട് കൊടുത്തോന്നല്ല, നഷ്ടമായതിനെ ഇരട്ടിയായി കൊടുത്തു. എത്ര ഒട്ടകം പോയോ അതിനെ ഇരട്ടിയായിട്ട് കൊടുത്തു. എത്ര ആട്ടുകൊറ്റന്മാർ പോയോ അതിനെ ഇരട്ടിയായിട്ട് കൊടുത്തു. എത്ര ബാല്യക്കാർ പോയോ അതിനെ ഇരട്ടിയായിട്ട് കൊടുത്തു. ഒരു ദിവസം കൊണ്ട് സംഭവിച്ചോ, ഒരു മാസം കൊണ്ട് സംഭവിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവനെല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. നീ ദൈവത്തിൻ്റെ കൂടെ നടന്ന, നിൻ്റെ കണ്ണുമായിട്ട് ഉഭയസമ്മതം ചെയ്തിട്ട് ദൈവത്തിൻ്റെ പോസിറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിൻ്റെ നഷ്ടത്തെ ലാഭമാക്കി ഇരട്ടിയാക്കി മടക്കി തരുന്നവനാണ്. 12-ാമത്തെ വാക്യം, യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. നാട്ടുകാരെ എടാ പോടാ എന്നൊക്കെ ഇടയ്ക്ക് വിളിച്ചു കാണും. എന്നാൽ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ സാറേ എന്ന് വിളിക്കത്തക്കവണ്ണം അവനെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി. നിൻ്റെ സമൂഹത്തിൽ നീ മാന്യനായിത്തീരും, നിൻ്റെ നാട്ടിൽ നീ മാന്യനായിത്തീരും, നിൻ്റെ പട്ടണത്തിൽ നീ മാന്യനായിത്തീരും. ഹല്ലേലൂയ. 17-ാമത്തെ വാക്യം, ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായിട്ട് മരിച്ചു. ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ എന്തോ വേണം അവന്? ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. എത്ര നാൾ ഉണ്ടായിരുന്നു അവൻ്റെ കഷ്ടത? അവൻ എന്തുകൊണ്ട് കഷ്ടത വന്നു? അവൻ കഷ്ടതയെപ്പറ്റി ചിന്തിച്ചു, അവൻ പറഞ്ഞുപോയി, അത് തന്നെ അവന് സംഭവിച്ചു. അടുത്ത ചോദ്യം, എത്ര നാൾ ഉണ്ടായിരുന്നു അവൻ്റെ കഷ്ടത? കൂടിപ്പോയ 3 മാസം. എവിടെ എഴുതിയിരിക്കുന്നു? 29-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, മാസങ്ങൾ മാത്രം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിനക്ക് കഷ്ടത വന്നാൽ അത് കുറച്ച് നാളത്തേക്കായിരിക്കും, ദീർഘനാളത്തേക്കായിരിക്കത്തില്ല. 2 കൊരിന്ത്യർ 4:17, നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവായി തരും. നിനക്ക് പ്രയാസം വന്നാൽ, നിനക്ക് ദുഃഖം വന്നാൽ, നിനക്ക് നഷ്ടം വന്നാൽ, നിനക്ക് കഷ്ടത വന്നാൽ, അതെല്ലാം കുറേ നാളത്തേക്കുള്ള കാര്യമാണ്. ആ സമയത്തെല്ലാം നീ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് പാപം ചെയ്യുവാൻ വിസമ്മതിച്ചുകൊണ്ട് നീ മുമ്പോട്ട് നടക്കാമെങ്കിൽ നിൻ്റെ നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്നവനായ ദൈവം, നിൻ്റെ കഷ്ടത്തെ നഷ്ടത്തെ ലാഭമാക്കി തീർക്കുന്നവനായ ദൈവം, നിന്നെ മാന്യനാക്കി തീർക്കുന്നവനായ ദൈവം. ഒന്നുകൂടെ വായിച്ച് അവസാനിപ്പിക്കാൻ പോവാ. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായിട്ട് കൊടുത്തു. 12-ാമത്തെ വാക്യം, യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. നിൻ്റെ പിൻകാലത്തേക്കാൾ, ഞാൻ വാക്ക് പറയുകയാണ്, ഞാൻ നിങ്ങളൊക്കെ പറയുകയാണ്, നിൻ്റെ പിൻകാലത്തേക്കാൾ അധികമായിട്ട് നിൻ്റെ വരുന്ന ആളുകളെ ശോഭനപൂർണ്ണമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവൻ ചെയ്യുന്നത്. 17-ാമത്തെ വാക്യം, ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായിട്ട് മരിച്ചു. നിൻ്റെ അന്ത്യം നന്നായിരിക്കുവാൻ ഇടയായിത്തീരാം. നിന്നെ കളിയാക്കിയ മരുമകൾ, നിന്നെ കളിയാക്കിയ നിൻ്റെ അമ്മായിയമ്മ, നിന്നെ കളിയാക്കിയ നിൻ്റെ അയൽക്കാർ, നിന്നെ കളിയാക്കിയ നിൻ്റെ കൂട്ടുകാർ, അവർ പറയും നീ ചെയ്തത് നന്നായിപ്പോയെന്ന്. എൻ്റെ കഥ പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ബന്ധുക്കൾ, ഞങ്ങളുടെ കുടുംബത്തിൽ, എൻ്റെ അപ്പൻ്റെ കുടുംബത്തിലോ അമ്മയുടെ കുടുംബത്തിലോ ഒരാൾ മാത്രമേ സ്നാനപ്പെട്ട ഒരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ മൊത്തം കുടുംബത്തിൽ പറഞ്ഞാൽ 100 വീട്ടുകാരെ എടുക്കാമെങ്കിൽ അമ്മയുടെ കുടുംബത്തിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ സ്നാനപ്പെട്ടപ്പോൾ
അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തൊരു വേലയാണ് അവൻ കാണിച്ചത്, എന്താ വേലയാണ് കാണിച്ചേ? ദൈവം പറഞ്ഞത് അനുസരിച്ചതേ ഉള്ളൂ കേട്ടോ, ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ദൈവം പറഞ്ഞ് അനുസരിച്ചു. എല്ലാവരും പറഞ്ഞ് മടയത്തരമായി പോയി കാണിച്ചത്. പക്ഷേ ഇപ്പോഴാരെങ്കിലും ആരെങ്കിലും ചോദിക്കണം, നിങ്ങൾക്ക് വല്ല സുവിശേഷം PG വർഗീസില്ലയോ? എൻ്റെ സ്വന്തം അമ്മാച്ചൻ്റെ മോന അന്ന് പറഞ്ഞതായി അവൻ എന്തൊരു മണ്ടത്തരം കാണിച്ചു. ഇപ്പോൾ പറയാ അവൻ കാണിച്ചത് മിടുക്കായിപ്പോയി. എൻ്റെ 5 മക്കളുണ്ട്. എൻ്റെ മൂത്തവൻ 5 or 6 ഡിഗ്രി ഉണ്ട്. എൻ്റെ രണ്ടാമത്തെ മോൾ അവളൊരു ഒരു കോളേജിൻ്റെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറാണ്. അവൻ്റെ രണ്ടാമത്തെ മകൾ അവിടെ തന്നെ കോളേജ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുകയാണ്. എൻ്റെ രണ്ടാമത്തെ മകൻ ബ്ലസ്സൻ, അവൻ 56 രാജ്യത്ത് പോയി സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്. എൻ്റെ ഏറ്റവും ഇളയ മകൻ ബാംഗ്ലൂർ അവനും ഉണ്ട് 5-6 ഡിഗ്രി. എൻ്റെ മക്കൾക്ക് 3 ഡിഗ്രി കുറവുള്ളവരാരുമില്ല. ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുറകെ നടന്നതുകൊണ്ട്, എൻ്റെ ദൈവത്തെ ആരാധിച്ച് ജീവിച്ചത് കൊണ്ട്. ഈ ദൈവം നല്ലവനാണ്. അവനോട് നീ ചേർന്ന് നടക്കാമെങ്കിൽ ഹല്ലേലൂയ, അവൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ മാന്യനാക്കി തീർക്കും. ഇതാ ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. നൊടി നേരത്തേക്കുള്ള നിൻ്റെ പ്രയാസം എത്രമാത്രം ഉണ്ടെന്നറിയാം? ഇത്രയും നേരം നൊടി നേരത്തേക്കുള്ള. ഇന്ന് കാണുന്നത് അങ്ങ് മാറിപ്പോവും, നാളെ അങ്ങ് മാറിപ്പോവും. ഇതിനെപ്പറ്റി വിലപിച്ച് നെഞ്ചത്തടിച്ച് കഴിയേണ്ട കാര്യമില്ല. ഇത് പറയണം, വന്നത് നന്നായി പോകാം. കാരണം എൻ്റെ ദൈവം പറഞ്ഞു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവായി തീരുന്നു. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. എൻ്റെ സ്വർഗസ്ഥനായ ദൈവനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. ഞാൻ ഇംഗ്ലീഷുകാർക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല. ഞാൻ പല വിദേശ രാജ്യങ്ങളിലെ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തിന് അഭിമാനമായി തീർന്നിരിക്കുന്നു. എൻ്റെ അപ്പൻ്റെ കുടുംബക്കാർക്ക്, എൻ്റെ അമ്മയുടെ കുടുംബക്കാർക്ക് അവർക്ക് മാന്യരായി തീർന്നു. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് എനിക്കൊരു എഴുത്തെഴുതണം. ഒരു ഇൻലൻഡ് എടുത്തിട്ട് ഒരു എഴുത്തെഴുതണം. വർഗീസ് സ്വദേശി എന്തുകൊണ്ട് വിശേഷം, സുഖമാണോ, വർഗീസ് വന്നപ്പം പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു, എന്തെങ്കിലുമൊക്കെ എഴുതിയാട്ടെ. അതിൻ്റെ താഴെ നിങ്ങളുടെ മേൽവിലാസം എഴുതണം. എന്നിട്ട് ആ ഇൻലൻഡിനകത്ത് അഡ്രസ് ഇത്രയും മാത്രം എഴുതിയാൽ മതി. ബ്രദർ വർഗീസ്, ന്യൂഡൽഹി. എഴുത്തെനിക്ക് കിട്ടും. എൻ്റെ മുഴുവൻ പേരും എഴുതണ്ട. പാസ്റ്ററൊന്ന്, ഡോക്ടറൊന്നും എഴുതരുത്, വല്ല ആശുപത്രിയിലും പോകും. ബ്രദർ വർഗീസ് ന്യൂഡൽഹിയിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ എഴുത്തെനിക്ക് വരും. ഇതെങ്ങനെ സംഭവിച്ചു? ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു നടന്നപ്പോൾ, ദൈവം പറഞ്ഞതിനൊന്നും എതിര് നിൽക്കാതെ, മത്സരിയാകാതെ അവൻ പറഞ്ഞ് നടന്നു കഴിഞ്ഞു. നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാട്ടെ, വർഗീസ് ഇതെങ്ങനെ സംഭവിച്ചു? അങ്ങനെ ആർക്കെങ്കിലും എഴുതി കഴിഞ്ഞാൽ അഡ്രസ്സ് വേണ്ട, പിൻകോഡ് വേണ്ട, യാതൊന്നുമില്ലാതെ എന്തുകൊണ്ട് കിട്ടും? എനിക്കറിഞ്ഞുകൂടാ, സത്യം പറയാൻ എനിക്കറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അറിയാമെങ്കിൽ ഞാൻ നിങ്ങളുടെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ കൂടെ നടന്നപ്പോൾ, ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ചിലപ്പോഴൊക്കെ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് ഒഴുകിപ്പോയിട്ടുണ്ട്. എന്നാൽ ആ കണ്ണിലെ കണ്ണുനീര് ഞാൻ ഇടത്ത് കൈ കൊണ്ട് തുടച്ച് വലത്ത് കൈ കലപ്പയിൽ മുറുകെ പിടിച്ച് അവൻ്റെ കൂടെ നടന്നപ്പോൾ അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു പോയതാണ്. ഈ ദൈവം നല്ലവനാണ്. യോബിൻ്റെ ദൈവം നല്ലവനാണ്. നിനക്ക് ഇരട്ടിയാക്കി തരുവാൻ, നിനക്ക് നഷ്ടമായതിനെ ലാഭമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾ ആർക്കാണ് സിവിൽ സർവീസിന് പോകണമെന്ന് ആഗ്രഹം? ആരെങ്കിലും ഉണ്ടോ? വിദ്യാർത്ഥികൾ എഴുന്നേറ്റ് നിൽക്കാം. സിവിൽ സർവീസിന് പോകാൻ ആഗ്രഹമാണ്? ഞാൻ ഒന്നേ. ഇനി ആരെങ്കിലും ഉണ്ടോ സിവിൽ സർവീസിന് പോകാൻ ആഗ്രഹമുള്ളവർ? ആരെങ്കിലും? പോകണം. മക്കളെയൊക്കെ പഠിപ്പിക്കണം. IAS ആട്ടെ, IPS ആയി തീരട്ടെ, IFS ആയി തീരട്ടെ, ഏതിനകത്തെങ്കിലും ആയി തീരട്ടെ. ഇപ്പോൾ ഏതിലാണ് പഠിക്കുന്നത്? 13 +2 പോയി എഴുതിയാട്ടെ. എന്തോ ആയിത്തീരാൻ ആഗ്രഹം? IAS ഓഫീസർ. കർത്താവ്, ഈ കുഞ്ഞിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. യോബിൻ്റെ ദൈവമേ, ഈ കുഞ്ഞ് IAS ആയിത്തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. വളരെ ടഫാണ്, വളരെ ടഫാണ്. സ്വർഗസ്ഥനായ ദൈവം അവളെ അനുഗ്രഹിച്ച അവളൊരു സിവിൽ സർവൻ്റ് ആയിത്തീരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ അവളെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവൻ പോയിരിക്കാം. IAS ആയി കഴിയുമ്പോൾ എനിക്കൊരു ചോക്ലേറ്റ് വാങ്ങിച്ചു തരണം കേട്ടോ. ഞാൻ എളുപ്പമൊന്നും ചാവാൻ പ്ലാൻ ഇട്ടിട്ടില്ല. ദീർഘായുസ്സോടെ ജീവിക്കും. ആർക്കാണ് ഭൂമി കുറവ്?
കുറച്ചുകൂടെ ഭൂമി വേണം. ആഗ്രഹമുള്ളവർ എഴുന്നേറ്റിരിക്കാമോ? 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. 1, 2, 3, 4, 5. ഇനി ആരെങ്കിലും? ദൈവമേ, അത്യാർത്തി ഇല്ലാത്തവരാണല്ലോ ഇവരൊക്കെ. പറയുന്ന കേട്ടാ, ദൈവത്തിൻ്റെ വാഗ്ദത്വത്തിന് വേണ്ടി ഒരു അത്യാർത്തി വേണം. ഒരത്യാർത്തി വേണം. പ്രാർത്ഥിക്കാൻ പോകാം. തലയിൽ കൈവച്ചാട്ട്. സ്വർഗസ്ഥനായ ദൈവം, ഞാൻ ഈ പ്രിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9. യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കുറച്ചുകൂടെ ഭൂമി ഉണ്ടാകട്ടെ. അവരുടെ ഭൂമി ഞാൻ വലുതാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വലുതാക്കുകയാണ്. നീളം കൂട്ടുകയാണ്, വീതി കൂട്ടുകയാണ്, അതിൻ്റെ വിസ്തീർണം കൂട്ടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ വിസ്തീർണമുള്ള ഭൂമി ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ഇരിക്കാം. ആർക്കാണ് വീട് ചെറുതാണ്, കുറച്ചുകൂടെ വലിയ വീട് വേണം? ആരെങ്കിലും എഴുന്നേറ്റിരിക്കാം. എല്ലാവർക്കും വലിയ വീടാണ്, ബാക്കിയുള്ളവർക്കൊക്കെ അല്ലേ? ഹല്ലേലൂയ. ഞാൻ 4 മുറിയിൽ കുറച്ച് ആർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടില്ല. 4 മുറിക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. എപ്പോഴും 4 മുറി. അതിന് കാരണമുണ്ട്. 1 ഭാര്യയ്ക്കും ഭർത്താവിനും കിടക്കാൻ, 2 ആൺപിള്ളേർക്ക് കിടക്കാൻ, 3 പെൺപിള്ളേർക്ക് കിടക്കാൻ. പിന്നെ PG വർഗീസ് വരാമെങ്കിൽ എവിടെ കിടത്തും? മോടെ കൂടെ കിടത്തുമോ? മോൻ്റെ കൂടെ കിടത്തുമോ? അത് നിങ്ങളുടെ കൂടെ കിടത്തുമോ? അപ്പോൾ എത്ര മുറി വേണം? 4 മുറി. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിന് എത്ര മുറി ഉണ്ടെന്നറിയാം? 4 മുറി. അയ്യോ, ഞാൻ പ്രാർത്ഥിച്ചതല്ല. കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഒരാൾ പറഞ്ഞേ, വർഗീസ് 4 മുറിക്കും, ബാക്കിയുള്ളവർക്ക് പ്രാർത്ഥിച്ച് വർഗീസിന് കിട്ടിയത് 4 മുറി. എൻ്റെ സംഘടനയുടെ വീടാണ്. ഞാൻ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 2 മുറി മതി, ഒരു ചെറിയ വീട്. അവർ പറഞ്ഞു, അല്ല, ഇവിടെ താമസിച്ചു, മരിക്കുന്നവരോട് താമസിച്ചാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. 4 മുറിയുടെ വീടാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. യേശുവിൻ്റെ നാമത്തിൽ തലയിൽ കൈവയ്ക്കാം. പ്രാർത്ഥിക്കാൻ പോവാണ്. എൻ്റെ കർത്താവേ, അവർക്ക് 4 മുറിയുടെ വീട് കിട്ടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. 4 മുറിയുടെ വീട് യേശുവിൻ്റെ നാമത്തിൽ. അപ്പനും അമ്മയ്ക്കും ഒരു മുറി, പെൺപിള്ളേർക്കൊരു മുറി, ആൺപിള്ളേർക്കൊരു മുറി. ഹല്ലേലൂയ. വരുന്ന അതിഥിക്ക് താമസിക്കാൻ ഒരു മുറി. യേശുവിൻ്റെ നാമത്തിൽ 4 മുറിയുടെ വീടുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇരിക്കാം, ഇരിക്കാം. ഇന്നലെ കടഭാരമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നലെ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കടഭാരമുള്ളവർ. ഇന്നലെ പ്രാർത്ഥിച്ചവർ എഴുന്നേക്കരുത്. ഇന്നലത്തെ പ്രാർത്ഥനയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി. വേറെ ഇന്നലെ പ്രാർത്ഥിക്കാത്ത ആരെങ്കിലും കടഭാരമുള്ളവരുണ്ടോ? എഴുന്നേറ്റ് നിൽക്കാം. ആരെങ്കിലും ഈ ക്യാമറയിൽ കാണുന്നവരാരെങ്കിലും കടഭാരമുള്ളവർ പ്രാർത്ഥിക്കാൻ പോകാം. നിങ്ങളുടെ പേഴ്സ് കയ്യിലുണ്ടെങ്കിൽ എടുത്ത് കയ്യിൽ പിടിക്കാം. നിങ്ങളുടെ ബാഗ് എടുത്ത് കൈ പിടിക്കാം. വലിയ വിശ്വാസമുള്ളവർ, എൻ്റെ ഒരു അമ്മാച്ചൻ വലിയ ആളായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ തെണ്ടാൻ പോയാലും വലിയ ചിരട്ട എടുക്കുമെന്ന്. നിങ്ങളും വലിയ വിശ്വാസമുള്ളവരായിരിക്കും. പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ പേഴ്സിനകത്ത് ആവശ്യത്തിലധികം പണം ഉണ്ടാകട്ടെ. അവരുടെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. അടിയിൽ നിന്ന് മട്ട് കുടിക്കുന്നവരല്ല, ദുഷ്ടന്മാരാണ് മട്ട് കുടിക്കുന്നത്. അവരുടെ പാനപാത്രം നിറഞ്ഞു കവിയട്ടെ. അവരുടെ ബാങ്കിലെ തുക വലുതാവട്ടെ. അവരുടെ കടഭാരത്തിൽ നിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. ഇരിക്കാം, ഇരിക്കാം. വിശ്വാസത്തോടെ ഇരിക്കണം. സമയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി സമയം എടുത്തെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ പോവുക. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടെ ബുദ്ധി വേണം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മാത്രം എഴുന്നേറ്റിരിക്കാം. അമ്മയപ്പനും എഴുതേക്കരുത്. എനിക്ക് കുറച്ചുകൂടെ ബുദ്ധി വേണം, എനിക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടണം, നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടണം, വിദേശത്ത് പോയി പഠിക്കണം. എന്തുകൊണ്ട് പാടില്ല? ഒരു പെങ്കൊച്ച്, ഇൻഡോറിലുള്ള ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ എഴുതി വിദേശത്ത് പോകണം, അമേരിക്ക പോകണം. ഞാൻ പറഞ്ഞു, കൊച്ചെ വേറെ വല്ല ജോലിയൊക്കെ, എൻ്റെ പൈസ ഇല്ല. അവൾ പറഞ്ഞില്ല. അങ്കിൾ എന്നെ വിശ്വാസം പഠിപ്പിച്ചു. ജോണോസ്റ്റിൻ്റെ മെസ്സേജ് ഞങ്ങൾക്ക് വിശ്വാസം. ഇന്ന് അവൾ അമേരിക്കയിൽ താമസിക്കുകയാണ്. സാധാരണ ഒരു വീട്ടിൽ, ഒരു കൊച്ചു വീട്ടിലെ ഒരു പെണ്ണ, മലയാളിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും വിദേശത്ത് പോയി പഠിക്കാം. നിങ്ങൾക്കും IAS-കാരാകാം, നിങ്ങൾക്കും ഡോക്ടറാകാം, നിങ്ങൾക്കും ബൈബിൾ കോളേജിൽ പോയി. എൻ്റെ 5 മക്കളും ബൈബിൾ കോളേജിൽ പോയി പഠിച്ചവരാണ്. അവർ പഠിച്ചതൊക്കെ പല സബ്ജക്റ്റാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. തലയിൽ കൈവച്ചാട്ട്. സ്വർഗസ്ഥനായ ദൈവമേ,
നീ എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ കുഞ്ഞുങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവർ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കട്ടെ. അവർക്ക് പഠിക്കുവാൻ ബുദ്ധി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ഉന്നത തലങ്ങളിലെത്തുവാൻ എൻ്റെ കർത്താവ് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞാൻ അവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വിദേശത്ത് പോയി പഠിക്കട്ടെ, ദേശത്ത് പഠിക്കട്ടെ, അവർ മാന്യരായി തീരട്ടെ, അസാധാരണമായി ദൈവകൃപയുണ്ടാകട്ടെ. ബൈബിൾ കോളേജിൽ പോയി പഠിക്കട്ടെ, അസാധാരണമായി ദൈവകൃപയുണ്ടാകട്ടെ. അവരെല്ലാവരും മെഗാ ചർച്ചിൻ്റെ പാസ്റ്റേഴ്സായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുകയാണ്. ഇയ്യോബിൻ്റെ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ അവസാനത്തെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് പാസ്റ്റർക്ക് ശുശ്രൂഷ കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ മുഖത്തോട്ട് നോക്കാം, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിൻ്റെ അനുഗ്രഹം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞതുപോലെ അവരുടെ അനുഭവത്തിൻ്റെ സാക്ഷ്യം ഇതായി തീരട്ടെ. അടുത്ത പ്രാവശ്യം വേറൊരു സഭയിൽ പോയി അവർക്ക് പറയുവാൻ ഇടയായി തീരട്ടെ. ഈ യോബിൻ്റെ പുസ്തകം പോലൊരു പുസ്തകം എടുത്തിട്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, എൻ്റെ മക്കളുടെ വിവാഹം നടത്തി തന്നു, ഞങ്ങളുടെ പുരയിടം വലുതാക്കി തന്നു, ഞങ്ങളുടെ വീട് വലുതാക്കി തന്നു, ഞങ്ങളുടെ കടഭാരം മാറി, എന്നെ ഒരു പാസ്റ്ററാക്കി, ഞാനൊരു മെഗാ ചർച്ചിൻ്റെ പാസ്റ്ററായി തീർന്നു. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളുടെ പ്രവാഹം ഉണ്ടാകട്ടെ. ഈ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗശാന്തി കൊടുക്കണമേ കർത്താവേ. കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ കർത്താവേ. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി കൊടുക്കണമേ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വേദപുസ്തകം പറയുന്നു, സംഖ്യാപുസ്തകം 6-ാം അധ്യായം. കർത്താവേ, സംഖ്യാപുസ്തകം ഇവിടെ വെളിപ്പാടിന് മുമ്പിലാണ് അല്ലേ? ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 6-ാം അധ്യായം. ഹല്ലേലൂയ. 6-ാം അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യം വായിച്ച് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവാണ്. യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പറഞ്ഞ് യഹോവയുടെ നാമം ഞാൻ നിങ്ങളുടെ മേൽ വയ്ക്കുന്നു. യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുക, യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുക. ബി ബ്ലെസ്ഡ് ഇൻ ജീസസ് നെയിം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇനി ഞാൻ ആർക്കും പ്രാർത്ഥിക്കത്തില്ല. ഇതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഈ വിശ്വാസത്തോടെ പോകുക. നാളെ മുതൽ എന്നെക്കാൾ നല്ല വലിയ ദൈവദാസന്മാരാണ് പ്രസംഗിക്കാൻ വരുന്നത്. എപ്പോഴും അങ്ങനെ ആയിരിക്കും. അവസാനം വരുമ്പോൾ വലിയ വലിയ ദൈവദാസന്മാരായിരിക്കും. വരാൻ മറക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പകലും രാത്രിയും, ഇന്ന് പകലും രാത്രിയും ഞങ്ങളുടെ കൂടെ ശുശ്രൂഷിച്ച കർത്താവിൻ്റെ അഭിഷേകത്തോട് നന്ദി ജിജിയവൻ്റെ ചർച്ച ആയിട്ട് തന്നെ ഞങ്ങൾ അറിയിക്കുവാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.